നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വേറെ എന്താ സംശയം എന്താ ആരും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങല്ലേ? ഓക്കെ ഓക്കെ. ഓക്കെ തുടങ്ങാം സാർ. ഓക്കെ. നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ദ ലാസ്റ്റ് വൺ, ഹയർ ടൈം ഫ്രെയിം ടു ലോവർ ടൈം ഫ്രെയിം. ഇത് നിങ്ങൾ ഇതുവരെ പഠിച്ചതിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആവാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് ഈ ടോപ്പിക്ക്. ഞാൻ പഠിച്ച സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ ടോപ്പിക്കും ഈ ഒരു ടോപ്പിക്കാണ്. ഞാൻ മാക്സിമം അതിനെ ഈസിയാക്കി പ്രസൻറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, കുറച്ച് ലോജിക്കലും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധ കൊടുത്തിരിക്കുക. ഓക്കെ അല്ലേ? ഇതിന് ടെക്നിക്കലിന് അപ്പുറത്തേക്ക് ലോജിക്ക് പരമായിട്ടൂടെ ഇതിൻ്റെ കോൺസെപ്റ്റ്സുകൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ എല്ലാവരും ഇതിലൊന്ന് ശ്രദ്ധ കൊടുത്തിട്ടിരിക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മാർക്കറ്റിനെ അനലൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതൊരു ട്രേഡ് എക്സിക്യൂഷനിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലോട് കൂടി കംപ്ലീറ്റ് ചെയ്യുകയാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് എല്ലാം സംശയം അതാണ്, എങ്ങനെയാണ് ഞാനൊരു മാർക്കറ്റിനെ അനലൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ മാർക്കറ്റിൽ ഒരു എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊരു ഡൗട്ടിലാണ് നിങ്ങളെല്ലാവരും. ശരിയല്ലേ? അതെ അതെ. ഓക്കെ. ആ സംശയത്തിനുള്ള ടോപ്പിക്കാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇച്ചിരി കോംപ്ലിക്കേഷൻസ് ഉള്ള ടോപ്പിക് തന്നെയാണ്. നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ വരും, കാര്യങ്ങളെല്ലാം വരും. ഞാൻ ഉത്തരം പറഞ്ഞ് അന്ന് കുഴയുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് കയറാം. ഓക്കെ അല്ലേ? ഓക്കെ. ഇവിടെ രണ്ട് കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നെന്താ എഴുതിയിട്ടുള്ളത്? ഒന്ന് അനലൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യം ഞാൻ എഴുതി വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എക്സിക്യൂഷൻ. അതായത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിനെ അനലൈസ് ചെയ്യുക എന്നതുകൊണ്ട് ഞാൻ മീൻസ് എന്തുകൊണ്ടാണ് എന്താ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റിന്റെ ട്രെൻഡ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിലും, മാർക്കറ്റിൽ നമ്മൾ പഠിച്ച കീ ലെവലുകളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിലും, എല്ലാം അതിനെയാണ് നമ്മൾ അനലൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെയാണ്, മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് ആണോ, ഡൗൺ ട്രെൻഡ് ആണോ, സൈഡ് വേസ് ആണോ, ഓക്കെ, മാർക്കറ്റിന്റെ ക്യാൻഡിൽസ് എന്താണ് നമ്മളോട് കഥ പറയുന്നത്, ആ കഥകളെല്ലാം ഒരു അനലൈസ് എന്നുള്ള രൂപത്തിലാണ് പെടുക. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിങ്ങൾക്ക്? അനലൈസ് എന്നുള്ള രൂപത്തിലാണ് പെടുക. അതേപോലെ തന്നെ കീ ലെവൽസുകൾ എവിടെയൊക്കെയാണ്, ഡീലിംഗ് റേഞ്ച് എന്തൊക്കെയാണ്, അല്ല ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം എന്തൊക്കെയാണ്, ആ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നതിനെയാണ് നമ്മൾ അനലൈസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? മാർക്കറ്റിനെ അനലൈസ് ചെയ്യുക. ഓക്കെ അല്ലേ? അനലൈസ് എന്നുള്ള വേർഡ് കൊണ്ട് ഞാൻ എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ. മാർക്കറ്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? അതെ, മാർക്കറ്റിനെ ഡീപ്പായിട്ട് ഞാൻ അനലൈസ് ചെയ്യുന്നു നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട്. ഒരു MS ആയാലും BOS ആയാലും അത് ഇതും കാര്യങ്ങളെല്ലാം. ഓക്കെ. എക്സിക്യൂഷൻ എന്നതുകൊണ്ട് ഞാൻ മീൻ ചെയ്യുന്നത് ഒന്നുമില്ല, എൻട്രി എടുക്കുക. ഇതൊക്കെ അനലൈസ് ചെയ്താൽ പോരല്ലോ. ഈ അനലൈസ് ചെയ്തതിന് ശേഷം നമ്മളുടെ വ്യക്തമായിട്ടുള്ള പ്ലാൻ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റണം? എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ അതിനെനിക്ക് പ്രോഫിറ്റ് ആയിട്ടോ ലോസ് ആയിട്ടോ എനിക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഞാൻ രണ്ട് വാക്ക് ഉപയോഗിച്ചു, പ്രോഫിറ്റ് എന്ന് ഉപയോഗിച്ചു, ലോസ് എന്ന് ഉപയോഗിച്ചു. രണ്ടും ഹാപ്പൻസ് ആണ്, രണ്ടും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഒരിക്കലും പ്രോഫിറ്റ് മാത്രമല്ല ലോസും കൂടെ ഞാൻ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. രണ്ടും സംഭവിക്കാം. നമ്മളുടെ ട്രേഡ് പ്ലാനും കാര്യങ്ങളെയും നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അതിനപ്പുറത്തേക്ക് മാർക്കറ്റിനെ ഉന്തി മേളിലേക്ക് കയറ്റാനോ താഴേക്ക് ഇറക്കാനോ നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളല്ല. ആ റിയാലിറ്റി നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്തിരിക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ മാർക്കറ്റിനെ അനലൈസ് ചെയ്യുന്നതാണ് എന്നുണ്ടെങ്കിലും, മാർക്കറ്റിനെ എക്സിക്യൂഷൻ ചെയ്യുന്നതാണ് എന്നുണ്ടെന്നുണ്ടെങ്കിലും, ഇത് രണ്ടും ചെയ്യുന്നത് ഡിഫറെന്റ് ടൈം ഫ്രെയിംസിലാണ്. ഓക്കെ, അതായത് മാർക്കറ്റിനെ അനലൈസ് ചെയ്യുന്നതാണെങ്കിലും മാർക്കറ്റിനെ എക്സിക്യൂഷൻ ചെയ്യുന്നതാണ് എങ്കിലും, രണ്ടാണ് എങ്കിലും മാർക്കറ്റിനെ നമ്മൾ ഈ ഡിഫറെന്റ് ടൈം ഫ്രെയിംസിലാണ് ഇത് രണ്ടും ചെയ്യുന്നത്. അനലൈസ് ചെയ്യുന്നത് വേറെ ടൈം ഫ്രെയിമിലാണ്, എക്സിക്യൂഷൻ ചെയ്യുന്നത് വേറൊരു ടൈം ഫ്രെയിമിലാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് ഏതൊക്കെ ടൈം ഫ്രെയിം ആണ് നമ്മൾ അനലൈസ് ചെയ്യാൻ, മാർക്കറ്റിനെ അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഏതൊക്കെ ടൈം ഫ്രെയിം ആണ് എക്സിക്യൂഷൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് അതിനെ നമുക്ക് ലൈവായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ക്ലിയർ ആണല്ലോ? ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചും ക്ലിയർ അല്ലേ? ഓക്കെ, എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. ആദ്യമേ മാർക്കറ്റിനെ അനലൈസ് ചെയ്യേണ്ട ടൈം ഫ്രെയിംസുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറയാം. എപ്പോഴും മാർക്കറ്റിനെ അനലൈസ് ചെയ്യേണ്ടത് ഹയർ ടൈം ഫ്രെയിമിലായിരിക്കണം. ഓക്കെ അല്ലേ? എപ്പോഴും മാർക്കറ്റിനെ അനലൈസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ ടൈം ഫ്രെയിമിലായിരിക്കണം മാർക്കറ്റിനെ എന്ത് ചെയ്യേണ്ടത്, അനലൈസ് ചെയ്യേണ്ടത്. ആ ഹയർ ടൈം ഫ്രെയിം ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മന്ത്ലി എടുക്കാം, വീക്ക്ലി എടുക്കാം, ഡെയിലി എടുക്കാം, 4 അവർ എടുക്കാം.
ക്ലിയർ ആയോ? മാർക്കറ്റിനെ അനലൈസ് ചെയ്യേണ്ട ടൈം ഫ്രെയിംസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. മന്ത്ലി എടുക്കാം, വീക്ക്ലി എടുക്കാം, ഡെയിലിയിൽ എടുക്കാം, 4 അവറിൽ എടുക്കാം. ഇതിനെങ്ങനെയാണ് ഇങ്ങനെ ഒരു ക്രോഡീകരിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഹയർ ടൈം ഫ്രെയിം ഏതൊക്കെയാണെന്ന് ക്ലിയർ ആയല്ലോ? മന്ത്ലി, അത് വീക്ക്ലി. 1 അവർ ഉൾപ്പെടുത്താൻ പറ്റും ഇല്ലല്ലേ? 1 അവർ ഒരിക്കലും ഹയർ ടൈം ഫ്രെയിം അല്ല. അതാണ് പലരും കാണിക്കുന്ന ഒരു മിസ്റ്റേക്ക്. 1 അവർ എന്ന് പറയുന്നത്, അത് ഞാൻ പറഞ്ഞുതരാം. ഈ LTF നെ കൂടെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. LTF കൊണ്ട് ഉദ്ദേശിച്ചത് ലോവർ ടൈം ഫ്രെയിം ആണ്. HTF കൊണ്ട് ഉദ്ദേശിച്ചത് ഹയർ ടൈം ഫ്രെയിം ആണ്. അനലൈസ് ചെയ്യേണ്ടത് ഹയർ ടൈം ഫ്രെയിമിലാണ്. മന്ത്ലി, വീക്ക്ലി, ഡെയിലി, 4 അവർ എന്നുള്ളതാണ് നമ്മളുടെ ഹയർ ടൈം ഫ്രെയിം. ലോവർ ടൈം ഫ്രെയിം ആയിട്ട് ഞാൻ എടുക്കുന്നത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15 മിനിറ്റ്, ഓക്കെ, 5 മിനിറ്റ്, ഓക്കെ, 3, 1, ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ഹയർ ടൈം ഫ്രെയിം ഏതാണ്, ലോവർ ടൈം ഫ്രെയിം ഏതാണെന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയോ? ഓക്കെ. ഇനി 1 അവറിന്റെ കേസ് ഞാൻ പറയാം. 1 അവർ SMC പ്രകാരം ഒരു ഹയർ ടൈം ഫ്രെയിമിൽ വരുന്ന ഒരു ടൈം തന്നെയാണ് 1 അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളവും, അല്ലെങ്കിൽ ഞാൻ ട്രേഡ് ചെയ്ത എൻ്റെ എക്സ്പീരിയൻസ് ബേസിലും, അല്ലെങ്കിൽ ഒരു CRT, ICT, അതിനെല്ലാം കോമ്പിനേഷൻ ചെയ്ത് ഞാൻ സംസാരിക്കുകയാണ്. 1 അവർ ഒരിക്കലും ഹയർ ടൈം ഫ്രെയിം ആയിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൺസിഡർ ചെയ്തിട്ടില്ല. റീസൺ, 1 അവർ ഒരിക്കലും മാർക്കറ്റിന്റെ കഥ നമുക്ക് പറഞ്ഞു തരില്ല. മനസ്സിലായോ? 1 അവർ ഒരിക്കലും മാർക്കറ്റിന്റെ ഒരിക്കലും ഒരു എക്സാക്ട് സ്റ്റോറി എന്താണ് എന്നുള്ള കഥ ഒരിക്കലും 1 അവർ പറഞ്ഞു തരില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ 1 അവറിനെ കൺസിഡർ ചെയ്യുന്നത് ഒരു ഇന്റർമീഡിയറ്റ് ടൈം ഫ്രെയിം ആയിട്ട് മാത്രമാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയി. പക്ഷെ അത് ഓക്കെ, എങ്ങനെ അത് എന്നുള്ളത് അത് ഓക്കെ, അത് ഞാൻ പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 അവർ നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാം, അനലൈസ് ആയിട്ട് യൂസ് ചെയ്യാം, ഇവിടെയും യൂസ് ചെയ്യാം. 2 രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് അത് ഓക്കെ, ബാക്കി നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ടൈം ഫ്രെയിംസിന്റെ കാര്യത്തിൽ ഓക്കെ ആണോ? ഓക്കെ. HTF ഏതാണ്, LTF ഏതാണെന്നുള്ള കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ചാർട്ടിനെ റീഡ് ചെയ്യാൻ നോക്കാം. വീക്കിലി തന്നെ നോക്കാം. നിങ്ങൾ വളരെ ഇതിനൊരു വെറുതെ ഒരു ടെക്നിക്കലി എന്നുള്ള രൂപത്തിലേക്ക് ഈ ക്ലാസ് നിങ്ങൾ കാണരുത്. ഇതിൽ ഞാൻ ലോജിക് പരമായിട്ടാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ കാര്യങ്ങളിൽ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങളിത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, വീക്കിലിയിലാണ് ഞാൻ പറയാൻ പോണേ. ക്യാൻഡിലിന്റെ കളറ് മാറ്റേണ്ട ആവശ്യമുണ്ടോ ഇനിയും? വേണ്ട. വേണ്ടല്ലോ. ക്യാൻഡിലിന്റെ കളർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് അർത്ഥങ്ങളില്ല. നിങ്ങൾ ഇനി ക്യാൻഡിലിന്റെ കളർ മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. മാറ്റണമെങ്കിൽ ഞാൻ മാറ്റാം. അളവ് ഓക്കെ ആണല്ലോ? നോക്കിയിട്ടല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. അതെ അതെ, ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ ഓക്കെ. ബുദ്ധിമുട്ടില്ലല്ലോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇല്ല ഇല്ല, ഓക്കെ, ഫൈൻ. കുഴപ്പമില്ല കേട്ടോ. ഞാൻ ബാക്കി എടുത്താൽ അറിയില്ലേ. ഓക്കെ, ഇതിപ്പോ ഒരു വീക്കിലി ടൈം ഫ്രെയിം ആണേ. ഇവിടെ ഒരു വീക്കിലി ടൈം ഫ്രെയിം ആണിത്. ഈ മാർക്കറ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഡൗൺ ട്രെൻഡിലേക്ക് സ്വിച്ച് ആയി. ഡൗൺ ട്രെൻഡിലേക്ക് സ്വിച്ച് ആയി. ഡൗൺ ട്രെൻഡിലേക്ക് സ്വിച്ച് ആയി എന്ന് പറയാൻ കാരണം ഇതിന് താഴേക്ക് ക്ലോസ് ചെയ്തതുകൊണ്ട്, ശരിയല്ലേ? ഒന്നുകൂടി പറയോ ഫസ്റ്റ്? ഓക്കെ, അതായത് ഈ ഒരു മാർക്കറ്റ് കണ്ടിട്ട്, ഓക്കെ, ഞാൻ ഈ ഏരിയയിൽ മാത്രമല്ല, ഈ ഒരു മാർക്കറ്റ് കണ്ടിട്ട്, അല്ലെങ്കിൽ യൂറോ USDയുടെ ഈ വീക്കിലി ചാർട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് എന്ത് മാർക്കറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യണേ? ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് ആയിട്ടല്ലേ ഫീൽ ചെയ്യണം, അല്ലേ? അതായത് മാർക്കറ്റ് ഇവിടെ നിന്ന് വരുന്നു, മാർക്കറ്റ് ഇവിടെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ വീണ്ടും പോകുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു, ദെൻ താഴേക്ക് മാർക്കറ്റ് വീഴുന്നു. ഇതാണ് കറണ്ട്ലി യൂറോ USDയുടെ മാർക്കറ്റിന്റെ കറണ്ടിലെ ഒരു അവസ്ഥ വരുന്നത്. അതായത് ഞാനിത് ഉദ്ദേശിക്കുന്നത് MS, ഓക്കെ ഫൈൻ. അവിടെ വേറൊരു ലോജിക് കൂടെ ചിന്തിച്ച് നോക്കിയേ. ഇതായിരുന്നു ലാസ്റ്റ് ആക്കി ഉണ്ടാക്കിയ ഏറ്റവും വലിയ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വീക്കിലെ ടൈം ഫ്രെയിമിൽ. ശരിയാണോ അല്ലേ? അതെ. അതെ. മാർക്കറ്റിനെ ഇത് ബ്രേക്ക് ചെയ്തപ്പോൾ എന്തായി? മാർക്കറ്റ് കംപ്ലീറ്റ്ലി സെല്ലേഴ്സിന്റെ കൺട്രോളിലായി എന്ന് നമുക്കൊരു വ്യൂ ഉണ്ട്, ശരിയല്ലേ? അതായത് MS തന്നെ. ഇത് ഞാൻ MS മാർക്ക് ചെയ്തു. വീക്കിലി MS ആണ് ഇത് എന്ന് ഞാൻ മാർക്ക് ചെയ്തു. വീക്കിലി MS ആണ് എന്നുള്ള രൂപത്തിൽ ഞാൻ അത് മാർക്ക് ചെയ്തു. നമ്മൾ ട്രെൻഡും കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തു. ട്രെൻഡ് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് ഡൗൺ ട്രെൻഡ് ആണ് വീക്കിലിയിൽ അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ എന്ന് എനിക്ക് കാര്യങ്ങൾ ക്ലിയർ ആയി. ഇനി വീക്കിലിയിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്തുണ്ടോ? ഡൗൺ ട്രെൻഡ് ആണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മുടെ ഓപ്പർച്യൂണിറ്റി എന്താണ്? ഓക്കെ, സെൽ ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് നമ്മൾ ഓക്കെ ക്ലിയർ ആയി. നെക്സ്റ്റ് ഡീലിംഗ് റേഞ്ച്. അടുത്തതായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഡീലിംഗ് റേഞ്ച്. വീക്കിലിയുടെ ഏത് ഡീലിംഗ് റേഞ്ചിലാണ് മാർക്കറ്റ് ഹോൾഡ് ആവുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. മാർക്കറ്റ് ഇപ്പോൾ എവിടെ നിൽക്കണേ? വീക്കിലിയുടെ ഡിസ്കൗണ്ട് ഏരിയയിലാണ് മാർക്കറ്റ് ഹോൾഡ് ആവണം, ശരിയല്ലേ? നെക്സ്റ്റ് അടുത്ത എന്താണ്? ഒരു കീ ലെവൽ ഉണ്ടോ അവിടെ? ഇവിടെ ഒരു FVG ഉണ്ട്. ഞാൻ അത് മാർക്ക് ചെയ്തു. അത് ഡിസ്കൗണ്ട് സോണിലല്ലേ വരുന്നത്? അതെ, ഡിസ്കൗണ്ട് സോണിലാണ് വരുന്നത്. നമുക്ക് ഈ ഒരു ഏരിയയിൽ എത്തുമ്പോഴത്തേക്ക് നോക്കിയാൽ മതി.
ഈ ഒരു പോർഷനിലേക്ക് നോക്കി, അല്ലെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്ക് എന്നുള്ള കേസ് നോക്കിയാൽ മതി. അപ്പോൾ വീക്കിലിയിൽ എൻ്റെ വ്യൂ ഇതാണ്. വീക്കിലിയിലെ ടൈം ഫ്രെയിംസും കാര്യങ്ങളെല്ലാം നരേറ്റ് ചെയ്തു, കാര്യങ്ങളെല്ലാം ഓക്കെ ആയി. ഇനി അടുത്തത് മേജർ ആയിട്ടുള്ള വീക്കിലിയിൽ നിന്ന് റിയാക്ഷൻ നടക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ഏതാണെന്ന് നമുക്ക് നോക്കണ്ടേ. ഇനി അടുത്ത മാർക്കറ്റ് ഇവിടെ വന്നു താഴേക്ക് ഇറങ്ങി, ഓക്കെ ഫൈൻ. അതിനുശേഷം മാർക്കറ്റ് ഇനി വേറെ എവിടെയെങ്കിലും മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ സാധ്യത ഉണ്ടോ നമുക്ക് നോക്കിക്കൂടെ വേണമെങ്കിൽ. നമ്മൾ പഠിച്ച പ്രകാരമാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അതിന്റെ ഓക്കെ മുകളിൽ അല്ലേ? എടുത്തൂടെ ബ്രോ? ബ്ലാക്ക്. ഏതാണ് ഏതാണ് ഇതാണോ ഇതാണോ അതെ 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 അതെ. അത് എടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല, ഓർഡർ ബ്ലോക്ക് വരയ്ക്കണമെങ്കിൽ ഇംബാലൻസ് ഉണ്ടാവണ്ടേ. ഇവിടെ ഇംബാലൻസ് ഉണ്ടോ? ഓ, ഇംബാലൻസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കാറ, ഒരു മാർക്കറ്റ് ചേഞ്ച് ആവുന്ന അവിടെ നിന്ന് എടുക്കാറ്. ഇംബാലൻസ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അത് ഒരു ഓർഡർ ബ്ലോക്ക് ആവണമെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ഹൈ ചെക്ക് തന്നിട്ട് ഒരു ലിസ്റ്റുകൾ. ലോ എവിടെ തരുന്ന അവിടെ നമുക്ക് എടുക്കാല്ലേ? അങ്ങനെയല്ല ബ്രോ ഓർഡർ ബ്ലോക്കിന്റെ ക്ലാസ് കണ്ടിരുന്നോ? ടിക്കറ്റ് ആയിട്ടുണ്ട്. കണ്ടായിരുന്നു, അങ്ങനെയല്ലേ ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഒരു ഹൈ തന്ന ഒരു ലോ തന്ന അവിടെ ഒരു FPG ഉണ്ടെങ്കിൽ അതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കാൻ പറ്റും. ഉറപ്പായിട്ട് നോക്കാം. FPG ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നോക്കാം. ഓക്കെ, അപ്പോ ഇനി അതിന്റെ അടുത്തൊരു താഴെ ഒരു ഇതില്ലേ, ഹയർ അതിന്റെ ഏത് താഴെ ഒരു ഓർഡർ ബ്ലോക്ക് ഇല്ലേ? ഹൈ ഒരു അത് ലോ ഇപ്പൊ വരച്ച ഓർഡർ, ഇപ്പൊ വരച്ച FAG-യുടെ താഴെ ഒരു ഓർഡർ ബ്ലോക്ക് ഇല്ലേ? ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. അപ്പോൾ ഈ ഏരിയകളൊക്കെയാണ് എന്തിലുള്ളത്, അതായത് മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് പോകാൻ സാധ്യതയായിട്ടുള്ള ഏരിയ ആയിട്ടുള്ളത് ഈ ഒരു ഓർഡർ ബ്ലോക്കുകളൊക്കെയാണ്. ഓക്കെ അല്ലേ? മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ വന്നാൽ മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ആവാനുള്ള, വീണ്ടും മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് പോകാൻ സാധ്യതയുള്ള ഏരിയകളെല്ലാം ഞാൻ എൻ്റെ ഹയർ ടൈം ഫ്രെയിമിൽ ഞാൻ എന്ത് ചെയ്തു, മാർക്ക് ചെയ്ത് വെച്ചു. ക്ലിയർ അല്ലേ? കറന്റ് എൻ്റെ ഓപ്പർച്യൂണിറ്റി എന്താണ്, അല്ലെങ്കിൽ കറന്റ് ഞാൻ നോക്കിക്കാണുന്നത് വീക്ക്ലി ബയാസിൽ ഞാൻ എന്താണ് നോക്കിക്കാണുന്നത്, സെല്ലാണ്. ക്ലിയർ ആണോ? കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇത്ര ഓക്കെ ആണോ? സാറേ ഒന്നുകൂടി വെച്ചോട്ടെ. പറഞ്ഞോ. നേരത്തെ വരച്ച അവിടെ അതും കൂടി ഇതാക്കി ഇവിടെ. ഇപ്പൊ സാറ് ഫസ്റ്റ് വരച്ചില്ലേ വീക്കിലിന്റെ അവിടെ ഒരു ചെറിയൊരു ഹാമർ പോലത്തെ ഒരു ക്യാൻഡിൽ ഇല്ലേ, അതും കൂടി നമുക്ക് അത് FPG-യിൽ ഉൾപ്പെടുത്താൻ പറ്റും. നോക്കാം. ബ്രോ ഉദ്ദേശിച്ച ഗ്യാപ്പ് ഉണ്ടല്ലോ, ഒരു അതെ, ചെറിയൊരു ഉറപ്പായിട്ടും FPG ഈ ഉണ്ടല്ലോ, ഈ gap ഈ ഒരു അല്ലേ? ഏരിയയിലെ ബ്രോ ഉദ്ദേശിച്ചത്? അതെ അതെ അതെ. ഉറപ്പായിട്ട് നോക്കാം. ഓക്കെ, അതൊരു വീക്കിലി വെബായിട്ട് ഞാൻ കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ 3 ഏരിയയാണ് എന്തായിട്ടുള്ളത് നമുക്ക്, അതായത് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് വീണ്ടും അപ്പിലേക്ക് പോകാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ് വീക്കിലിയിലെ നമ്മുടെ വ്യൂ. ക്ലിയർ ആണ്? കറന്റ് നമ്മളുടെ വീക്കിലി വ്യൂ എന്ന് പറയുന്നത് സെല്ലാണ്. ക്ലിയർ ആണല്ലോ? അവിടെ FPG നോക്കണ്ടേ? FPG നോക്കാം. ഇവിടെ FPG എല്ലാം ഓൾറെഡി മിറ്റിഗേറ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ FPG നോക്കാതിരുന്നത്. ഓക്കെ അല്ലേ? ഈ ഒരു FPG നമുക്ക് നോക്കാവുന്നതാണ്. ഈ ഒരു FPG അത് മാർക്ക് ചെയ്യാൻ വേണമെങ്കിൽ ചാർട്ട് ഒന്നുകൂടെ zoom വൺസ് ചെയ്യാൻ. മിറ്റിഗേറ്റ് ചെയ്താൽ പിന്നെ എടുക്കണ്ടേ? വൺസ് മിറ്റിഗേറ്റ് ചെയ്താൽ 2 തവണ മിറ്റിഗേറ്റ് ചെയ്താലും വലിയ പ്രശ്നങ്ങളില്ല. വ്യക്തമായിട്ട് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നോക്കാം. ഇപ്പോൾ ഈ 4 ഏരിയയാണ് നമ്മളെ കറക്റ്റ് മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് പോകാൻ സാധ്യതയുള്ള ഏരിയയിൽ. കറന്റ് മാർക്കറ്റിന്റെ വീക്കിലിയുടെ വ്യൂ എന്ന് പറയുന്നത് സെല്ലാണ്. ക്ലിയർ ആണല്ലോ? വീക്കിലിയിൽ ഓക്കെ അല്ലേ നിങ്ങൾക്ക്? MS കിട്ടിയാൽ മാത്രമല്ലേ ബ്രോ സെല്ലാണ് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ആ MS കിട്ടിയാൽ മാത്രമേ. അതെ, MS കിട്ടിയോണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തെന്ന് പറഞ്ഞത്, ട്രെൻഡ് റിവേഴ്സലായിട്ടുണ്ട് എന്ന് പറഞ്ഞത്. താഴത്തെ വീക്കിലി FVG ഉം. അത് ഒന്ന് ചെക്ക് ചെയ്ത് ദാ. ഇത് അല്ല ഈ അത് ഉൾക്കൊള്ളുന്ന വലിയ ബോക്സ് വെച്ചാൽ എന്താ? ഏത് ഈ ബോക്സോ? അല്ല, അത് ഞാൻ ഈ ഒരു ക്യാൻഡിലിന് ഓർഡർ ബ്ലോക്ക് ആക്കി എടുത്താണ് ബ്രോ. ഇതൊരു ഓർഡർ ബ്ലോക്ക് ആണ്, ഇതൊരു ഓർഡർ ബ്ലോക്ക് അല്ലേ? ഈ ക്യാൻഡിലിന് ഓർഡർ ബ്ലോക്ക് ആക്കി എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ FPG ഉണ്ട്, അതുകൊണ്ടാണ് അതിനെടുത്തത്. ഇപ്പൊ 2 ഓർഡർ ബ്ലോക്ക് ഒരുമിച്ച് അത് മിറ്റിഗേറ്റ് ചെയ്തില്ലേ? ഏത് മിറ്റിഗേറ്റ് ചെയ്തില്ലേന്ന്? ഈ ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് FPG മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഓർഡർ ബ്ലോക്കിന്റെ കേസ് ഞാൻ പറഞ്ഞു. ഓർഡർ ബ്ലോക്ക് ഇതുവരെ കറന്റ് അതാണ് കിടക്കല്ലേ, അപ്പൊ അതുകൊണ്ട് മാർക്ക് ചെയ്തിട്ടതാ. അപ്പൊ വീക്കിലി ഹലോ, പറഞ്ഞു. ഈ 2 ഓർഡർ ബ്ലോക്ക് ഒരുമിച്ച് ഇങ്ങനെ വരുമോ? വരാം. അല്ല, അല്ലെങ്കിൽ താഴത്തെ ഓർഡർ ബ്ലോക്ക് എടുത്തിട്ട് ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് മാത്രം എടുത്താൽ മതി, അതോ 2 ഓർഡർ ബ്ലോക്കും മാർക്ക് ചെയ്തിടണോ? ഈ 2 ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്താൽ ബെറ്റർ ആണ്. അപ്പൊ നമ്മൾക്ക് ഏറ്റവും നല്ല കോൺഫിഡൻസ് എന്താണ്, മാർക്കറ്റ് ഇപ്പൊ ഇങ്ങനെ വരിക, ഇങ്ങനെ വന്നു ഈ 2 ഓർഡർ ബ്ലോക്കിനെ ഒരുമിച്ച് അങ്ങ് മിറ്റിഗേറ്റ് ചെയ്താൽ നമുക്ക് ഉറപ്പായില്ലേ, ഒരു ബലമായില്ലേ. ഇപ്പൊ ഇത് ഈ ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് FPG ഓർഡർ ബ്ലോക്ക് എല്ലാം മിറ്റിഗേറ്റ് ആയില്ലേ. പറഞ്ഞു. സാറ് വരച്ച ആ ഒരു ഓർഡർ ബ്ലോക്കിൽ FPG ഇല്ലാത്തത് കൊണ്ട് ഹൈ പ്രോബബിലിറ്റി അതിന്റെ അടിയിലുള്ള ചെറിയ ഒരു ഹാമർ ക്യാൻഡിലിൻ്റെതായിരിക്കില്ലേ വരിക? മെജോറിറ്റി ഇവിടെ ഏറ്റവും ഹൈ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഇതിന് 3 മിറ്റിഗേറ്റ് ചെയ്ത ഈ ഒരു ഓർഡർ ബ്ലോക്ക് തന്നെ ആയിരിക്കും. കാരണം ഇത് 3 മിറ്റിഗേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഉള്ള എല്ലാ പെൻഡിങ് ഓർഡേഴ്സും മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഈ ഒരു ഓർഡർ ബ്ലോക്കിലുള്ളത് FPG-യിലുള്ളത് ഈ ഓർഡർ ബ്ലോക്കിലുള്ളത് എല്ലാ മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നിൽക്കുന്നത്.
അവിടുന്ന് സാർ ഈ മാർക്കറ്റ് എഫ് വളരെ ഇ ജി സാർ എഫ് ഇ ജി ഓർഡർ ബ്ലോക്ക് ഉണ്ടെങ്കിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്യുന്ന ഉറപ്പാണോ? അതോ ഒരു ഉറപ്പില്ല മേ ബി ഓർ മേ ബി നോട്ട്. നമ്മളെ പക്ഷേ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് അവിടെ വന്ന് മിറ്റിഗേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ്. ഓക്കെ, അപ്പോൾ വീക്കിലിയിൽ നമ്മളുടെ വ്യൂവും കാര്യങ്ങളെല്ലാം വരച്ചു. വീക്കിലിയിൽ സെല്ലായിരുന്നു വ്യൂ എന്നുള്ളത് ഓക്കെ. നമ്മുടെ കീ ലെവൽസും കാര്യങ്ങളെല്ലാം ഡ്രോ ചെയ്തു. ദെൻ ഞാൻ അടുത്ത ടൈം ഫ്രെയിമിലേക്ക് പോകും. ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് ഞാൻ പോയി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് വീക്കിലിയിൽ നിന്ന് ഡെയിലിയിലേക്ക് വന്നിട്ട് ഡെയിലിയിൽ നിന്ന് അതിനെ ചുരുക്കിയെടുക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇതൊരു വീക്കിലി FEG ആയിരുന്നു. നമ്മളെ വീക്കിലിയിലുള്ള സാറേ വീക്കിലിയില് അപ്പൊ നമ്മൾ ഡീലിംഗ് റേഞ്ച് വരച്ചത് അത് നല്ല മാർക്ക് ചെയ്യണം. കേട്ടില്ല, ഡീലിംഗ് റേഞ്ച് വരച്ചത് വീക്കിലിയില് നമ്മൾ വരച്ചില്ലേ ഡീലിംഗ് റേഞ്ച്, അതുപോലെ മാർക്ക് ചെയ്ത് നോക്കി വെക്കണം. മാർക്ക് ചെയ്തൊന്നും വെക്കണ്ട. വേണ്ട. ഓക്കെ, നിങ്ങൾ കാര്യങ്ങൾ വീക്കിലിയിൽ ഞാൻ ഇപ്പോൾ ചാർട്ടിന് വന്നു പറഞ്ഞാൽ വീക്കിലി ഒരിക്കലും നമുക്ക് ട്രേഡ് പോയി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. വീക്കിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീക്കിൽ ഒറ്റ ക്യാൻഡിൽ ഉണ്ടാവണേ, അതെ, മനസ്സിലായില്ല? അപ്പൊ അതിലവിടെ എക്സിക്യൂഷൻ നടക്കൂല. ഞാൻ അവിടെ വീക്കിലിൽ എന്തിനാണ് ചാർട്ട് നോക്കിയതെന്ന് പറഞ്ഞാൽ, അല്ല അതിന്റെ ഒരു എയിം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ ട്രെൻഡ് മനസ്സിലാക്കുക. മാർക്കറ്റിന്റെ ട്രെൻഡ് മനസ്സിലാക്കി മാർക്കറ്റ് എവിടെ നിന്നൊക്കെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യാൻ സാധ്യതയുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീക്കിലിയിലേക്ക് അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിലേക്ക് വരുന്നത്. എപ്പോഴും മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നത് ഹയർ ടൈം ഫ്രെയിംസിന്റെ ലെവൽസിനെ ആയിരിക്കും, ഒരിക്കലും ലോവർ ടൈം ഫ്രെയിമിന്റെ അല്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് 15 മിനിറ്റിലോ 5 മിനിറ്റിലോ പോയി ഹയർ ടൈം ഫ്രെയിമിന്റെ ഒരു ഓർഡർ കീ ലെവൽ വരച്ചിട്ട് അവിടെ നിന്ന് നിങ്ങൾ റിയാക്ഷൻ എടുക്കാതിരിക്കുക. എപ്പോഴും നിങ്ങൾ മാർക്കറ്റിനെ നോക്കി കാണുന്നത് ഹയർ ടൈം ഫ്രെയിമിന്റെ വ്യൂ എന്താണ് എന്നുള്ളതാണ് മാർക്കറ്റ് നോക്കി കാണുന്നത്. ഇപ്പൊ ഞാൻ വീക്കിലിയിലേക്ക് വന്ന് ഇവിടുന്ന് ട്രേഡ് എക്സിക്യൂഷന് വേണ്ടിയല്ല. ഓക്കെ, വീക്കിലിയിലേക്ക് ഞാൻ വന്നത് മാർക്കറ്റിന്റെ സ്ട്രക്ചർ എന്താണ്, മാർക്കറ്റ് എന്താണ് ബിഹേവ് ചെയ്യുന്നത്, മാർക്കറ്റിന്റെ ക്യാൻഡിൽസ് എന്തൊക്കെയാണ് പറയുന്നത്, അടുത്തൊരു മൂവ്മെന്റ് തരാൻ സാധ്യതയുള്ള ഏരിയ ഏതാണ്, അതൊക്കെയാണ് ചുമ്മാ ഡ്രോ ചെയ്ത് വെക്കാനാണ് ഞാൻ വീക്കിലിയിലേക്ക് വന്നത്. ഓക്കെ, അപ്പൊ വീക്കിലി വന്നപ്പോ എനിക്ക് ഒരു ഡൗട്ട് വെച്ചിട്ട്, അതായത് സാർ ഇപ്പൊ ഡീലിംഗ് റേഞ്ച് വരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു കീ ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതായത് അതെ മീൻസ് റീടെസ്റ്റ് നടത്തിയിട്ട് അവിടെ നിന്ന് തിരിച്ച് റിവേഴ്സ് ആവുന്നു അറിയാൻ വേണ്ടി അല്ലേ? അതെ. ഓക്കെ, ഇതിപ്പോ ഞാൻ ഇവിടെയാണ് ഡീലിംഗ് റേഞ്ച് വീക്കിലിയുടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന്ന് ഞാൻ ഒറ്റ കാര്യം എടുത്ത് മാർക്കറ്റ് വീക്ക്ലി ബയാസിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആണ് എന്നുള്ള കേസ് ഞാൻ മനസ്സിലാക്കി, ആ കാര്യങ്ങൾ മനസ്സിലാക്കി, മാർക്കറ്റ് എവിടെ നിന്ന് റിയാക്ട് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കി, നേരെ ഡെയിലിയിലേക്ക് അങ്ങ് പോയി. ഡെയിലിയിലേക്ക് പോയപ്പോൾ എനിക്കിവിടെ ഒരു കാര്യം മനസ്സിലായി. ഇതായിരുന്നു നമ്മളെ MSA, അതായത് ഒരു സ്ട്രക്ചർ അങ്ങ് ചേഞ്ച് ആയി. അപ് ട്രെൻഡിൽ പോയിരുന്ന മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് സ്വിച്ച് ആയി എന്നുള്ളതാണ് നമുക്ക് ഇവിടെ മനസ്സിലാവുന്നത്. ഡെയിലിയിലും ആ ഒരു പോയിന്റ് MS തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത മെയിൻ കാര്യം, മാർക്കറ്റ് ഇവിടെ നിന്ന് ഞാൻ ഡ്രോ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, മാർക്കറ്റ് ഇവിടുന്ന് ഡൗൺ ട്രെൻഡ് ആവാൻ തുടങ്ങി. മാർക്കറ്റ് ഇവിടെ വരെ വന്നു, ദെൻ ഒന്ന് അപ്പിലേക്ക് പോയി, ദെൻ വീണ്ടും ഒരു റിട്രേസ്മെന്റ് വന്നു, വീണ്ടും മാർക്കറ്റ് താഴേക്ക് വന്നു, വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാര്യങ്ങൾ നടന്നു, എന്നിട്ട് വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്തു, ഒന്ന് താഴേക്ക് വന്നു, വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്തു, പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു, വീണ്ടും മാർക്കറ്റ് താഴേക്ക് വന്നു. ഇങ്ങനെയല്ലേ മാർക്കറ്റിന്റെ സ്ട്രക്ചർ? ക്ലിയർ ആണോ? അതായത് ഇതുകൊണ്ട് ഞാൻ മീൻ ചെയ്ത് എന്താണ്, ലാസ്റ്റ് ഉണ്ടാക്കിയ സിങ് ഐ എന്ന് പറയുന്ന പോയിന്റ് ഏത് പോയിന്റ് ആണ്? ഈ പോയിന്റ് ആണ് ഡെയിലി, ശരിയല്ലേ? ഡെയിലി ലാസ്റ്റ് ആക്കി ഉണ്ടാക്കിയ സിംഗ്ലോ എന്ന് പറയുന്ന ഏത് പോയിന്റ് ആണ്? ഈ പോയിന്റ് ആണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? എന്താണ് സിംഹ ഏത് കഴിഞ്ഞിട്ടുള്ളത്? ലോ കൺഫേം ആവാത്തോണ്ട് അടുത്ത ലോ കൺഫേം ആയിട്ടില്ലല്ലോ, അതുകൊണ്ട് അതിനെ സിംഗ് ഐ എന്ന് പറഞ്ഞു അല്ലെ? ഇവിടെ നിന്നല്ലേ മാർക്കറ്റ് ആ ഫാള് കണ്ടിന്യൂ ചെയ്തത് ബ്രോ. എന്നിട്ടല്ലേ വീണ്ടല്ലേ പ്രോഫിറ്റ് ബുക്കിംഗ് കാര്യങ്ങൾ വരുമ്പോൾ ഇതൊരു പ്രോപ്പറായിട്ട് സിംഗ് ഐ എന്ന് പറയണമായിരുന്നു എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴേക്കൂടെ ഒന്നുകൂടെ നടക്കണം. ഇവിടെ സ്ട്രക്ചർ ഈ സ്ട്രക്ചർ ഇവിടെ ബ്രേക്ക് ആയപ്പോൾ അതെന്തായി? ഇത് വാലിഡ് ആയിട്ടുള്ള സിംഗ് ഐ ആയി. സ്ട്രക്ചർ ഇവിടെ ബ്രേക്ക് ആയപ്പോൾ അവിടെ വാലിഡ് ആയിട്ടുള്ള സിംഗ് ഐ ആയി. ക്ലിയർ അല്ലേ? ഓക്കെ, ഞാനത് മാർക്ക് ചെയ്യാണ്. സിംഗ് ഐ ആണെന്ന് മാർക്ക് ചെയ്തു, ഇതൊരു സിംഗ്ലോ ആണെന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഇതിനെ ഇവിടെ നിങ്ങൾ ഡീലിംഗ് റേഞ്ച് വരയ്ക്കേണ്ടത്. അപ്പൊ നമ്മളിവിടെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയാണ് കണ്ട് ചെയ്യുന്നത്. മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആണെന്നറിയാം, ഡെയിലി നോക്കിയപ്പോഴും ഡൗൺ ട്രെൻഡ് ആയി, വീക്കിലി നോക്കിയപ്പോഴും ഡൗൺ ട്രെൻഡ് ആണ്. വീക്കിലിൽ ഒരു MS കിട്ടിയിട്ടുണ്ട്, ഡെയിലിയിലും അതേ MS കിട്ടിയിട്ടുണ്ട്. ഡെയിലിയിൽ ഇങ്ങനെ കുറെ സ്ട്രക്ചർ ബൈ സ്ട്രക്ചർ ആയിട്ട് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങുകയാണ്. ഈ കാര്യങ്ങളെല്ലാം എനിക്ക് ക്ലിയർ ആയി, എല്ലാം എനിക്ക് ഓക്കെ അല്ലേ? ഇനി അടുത്ത കാര്യം എന്താണ്? ഡെയിലിയിൽ വാലിഡ് ആയിട്ടുള്ള കീ ലെവലുകൾ ഉണ്ടോ എന്ന് നോക്കണം. ശരിയാണല്ലോ? ക്ലിയർ അല്ലേ? ഡെയിലിയിൽ വാലിഡ് ആയിട്ടുള്ള കീ ലെവൽ ഉണ്ടോ? അപ്പൊ നിങ്ങൾക്കൊരു സംശയം തോന്നുന്നു. ഓക്കെ, ഇതൊരു FEG ആയിട്ട് നിങ്ങൾ എടുക്കുന്നുണ്ട് അല്ലേ? ഇതൊരു FEG അല്ലേ? അതൊരു FEG ആണ്, ഇതൊരു FEG ആണ്. ക്ലിയർ അല്ലേ? മുകളിലോട്ട് ലാസ്റ്റ് വരെ നോക്കാൻ പറ്റും നമുക്ക്. അത് ഞാൻ പറഞ്ഞതാണ്. നമുക്കിപ്പോ സിംഗ് ഹൈ സിംഗ് ലോന്റെ അകത്തുള്ള നോക്കിയാൽ പോലെ. എക്സാക്ട്ലി ആ ഒരു പോയിന്റ് ആണ് നിങ്ങൾ മനസ്സിൽ വേണ്ടത്. കറക്റ്റ്ലി ഇതിപ്പോ നിങ്ങളിപ്പോ കറന്റ്ലി നോക്കേണ്ടത് ഇവിടെയുള്ള ഒരു FEG അല്ല. ഇവിടെ FEG ഉണ്ട്, മാർക്കറ്റ് അതിനെ മിറ്റിഗേറ്റ് ചെയ്യാതെ മാർക്കറ്റ് താഴേക്ക് പോയി എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമാണ്.
പക്ഷേ അതിനുശേഷം മാർക്കറ്റ് എന്ത് സെറ്റ് ചെയ്തു? അടുത്ത സ്ട്രക്ചർ സെറ്റ് ചെയ്തു. മാർക്കറ്റ് ഇവിടെ വന്ന് താഴേക്ക് വീണു, മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് മേളിലേക്ക് കയറി വീണ്ടും അടുത്ത സ്ട്രക്ചർ അങ്ങ് സെറ്റ് ചെയ്തു. പിന്നെ നിങ്ങൾ ഇതിന് വലിയ പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കണ്ട. നിങ്ങൾ എന്താ നോക്കേണ്ടത്? അതിനിടയിലുള്ള ഡീലിംഗ് റേഞ്ചിന്റെ അകത്തുള്ള FEGകൾക്കും ഓർഡർ ബ്ലോക്കിനുമാണ് നിങ്ങൾ വില കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ? യെസ്, മനസ്സിലായി. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ഈ ഒരു FEG അല്ല, ഈ ഒരു ഡെയിലി ഉള്ള ഈ ഒരു FEG അല്ല. നിങ്ങൾ പിന്നെ നോക്കേണ്ടത് ഏത് FEGയാ? ഈ ഒരു FEGയാ, അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ, അല്ലെങ്കിൽ ഈ ഒരു FEGയാ. ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ അല്ലേ? പലരും കാണിക്കുന്ന ഒരു മിസ്റ്റേക്ക് അതാണ്. പിന്നെ ഇവിടെ വരട്ടെ എന്ന് വിചാരിക്കും. മാർക്കറ്റ് അവിടെ വരാൻ നിൽക്കില്ല. പിന്നെ മാർക്കറ്റ് ആ സമയത്ത് ഉണ്ടാക്കിയ ഒരു ഡീലിംഗ് റേഞ്ച്, അല്ലെങ്കിൽ ആ സമയത്ത് മിറ്റിഗേറ്റ് ഉണ്ടാക്കിയ ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പൊ കാണിച്ചത്. അത് വീക്കിലി FEGയിൽ ഓൾറെഡി മിറ്റിഗേറ്റ് ആണ്. ഈ FEG മിറ്റിഗേറ്റ് ആണ് ഓൾറെഡി. ഇത് ചെറുതായിട്ട് മിറ്റിഗേറ്റ്. ഈ FEG മിറ്റിഗേറ്റ് ചെയ്തല്ലേ? ഈ FEG കണ്ടോ? അവിടെ പെൻഡിങ് ആയിട്ടുള്ള ഒരു FEG കിടക്കുന്നുണ്ടോ? ഏതോ അതെ അതെ അതെ. ഇത് ഓക്കെ, അതിലോട്ടാ വരണേ. ഓക്കെ, ഇപ്പോൾ സിംഗൈ വന്നു, സിംഗ്ലോ വന്നു. നമ്മൾ വാലിഡ് ആയിട്ട് വരച്ചിരിക്കുന്ന സിംഗൈയിലും സിംഗ്ലോയുടെയും ഇടയ്ക്ക് എന്താണോ ഉള്ളത്, അല്ലെങ്കിൽ ഇടയ്ക്ക് ഏതാണോ കീ ലെവൽ ആയിട്ടുള്ളത്, അതിനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? കൺസിഡർ ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ ആ കീ ലെവൽ കൺസിഡർ ചെയ്യുന്നതിന് മുമ്പായി അടുത്ത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, മുകളിലുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. ഈ റേഞ്ചിലുള്ളത് ഡീലിംഗ് റേഞ്ച് വരക്കണ്ട് നമ്മളപ്പോ ഇവിടുന്ന്. എക്സാക്ട്. ഇനി ഇവിടുന്ന് അടുത്ത പോയിന്റ് എന്താണ്? ഡീലിംഗ് റേഞ്ച് വരയ്ക്കുക എന്നുള്ളതാണ്. OT ഏരിയയും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കിയിടാം. സാർ ഇത് വരക്കുമ്പേ നമ്മള് ട്രെൻഡിനനുസരിച്ചാണോ വരക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇത് എങ്ങനെ വരച്ചാലും വലിയ പ്രശ്നമില്ല ബ്രോ. ഇത് അതിന്റെ പോയിന്റ്. ഇത് ഇപ്പൊ തിരിച്ചു വരയ്ക്കുകയാണെങ്കിൽ മറ്റേ ലെവൽ 3-2 അത് ഇത്രയും വരുമെന്നുള്ളൂ. വേറെ വല്ല പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ഇതാണ് എൻ്റെ പ്രീമിയം ഏരിയ അല്ലേ? ഈ 0.5 മുകളിലോട്ടാണ് എൻ്റെ പ്രീമിയം ഏരിയ, ഈ 0.5 താഴോട്ടാണ് എൻ്റെ എന്ത് ഏരിയ? ഡിസ്കൗണ്ട് ഏരിയ. ശരിയല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ ആണോ നിങ്ങൾക്ക്? അതെ അതെ. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് OT ഏരിയ വളരെ പവർഫുൾ ആണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ OT ഏരിയ കൺസിഡർ ചെയ്യാൻ ശ്രമിക്കുക. ഈ 0.68 0.75 ഇടയ്ക്കുള്ള OT ഏരിയ കൺസിഡർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ എനിക്കിവിടെ ഒരു FEG ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഓർഡർ ബ്ലോക്കും ഉണ്ട്. ഇത് രണ്ടും ഞാൻ മാർക്ക് ചെയ്തു. ഇതൊന്ന് നമുക്ക് മാറ്റി കാട്ടാം. അതിന് താഴെ ഒരു FEG ഇല്ലേ? താഴെ ഒരു FEG ഉണ്ട്. ഇതൊരു FEG തന്നെയാണ്. ഇവിടുന്ന് നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള കൺഫർമേഷൻ കിട്ടി അവിടുന്ന് എൻട്രി നോക്കാം. കാരണം അതും എക്സാക്ട്ലി മാർക്കറ്റ് ഒരു പ്രീമിയം ഏരിയയിൽ നിൽക്കുന്ന ഇപ്പൊ സാറ് വരച്ച FEG കൂടാതെ ഇതിന്റെ ഇപ്പുറത്ത് ഒരു ചെറിയൊരു FEG ഇല്ലേ? എവിടെ ബ്രോ? ഇപ്പുറത്ത് ലാസ്റ്റ് ഉണ്ടാക്കിയ ഡൗൺ ഇതല്ല, ലാസ്റ്റ് റീസൺ ഇവിടുന്ന് ഉണ്ടാക്കിയ ഡൗണോ? അതിലേക്ക് വരാൻ വെയിറ്റ് ചെയ്യ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ ഓക്കെയാണ്. അപ്പൊ ഈ ഒരു FEG നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. പക്ഷെ ഇവിടെ ഒരു OT ഏരിയയിൽ വാലിഡ് ആയിട്ടുള്ള ഒരു FEG വരുമ്പോൾ അവിടുന്ന് റിയാക്ട് ചെയ്യാനുള്ള കമ്പാരിറ്റീവ്ലി സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ഡെയിലിയിലും ഞാൻ എൻ്റെ വ്യൂവും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. ഞാൻ FEGകളും ഓർഡർ ബ്ലോക്കുകളും എല്ലാം ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, ചാർട്ട് ഒന്നുകൂടെ വലുതാക്കും കുറച്ചുകൂടെ. അപ്പോൾ ഡെയിലിയിലും എനിക്കൊരു കീ ലെവലും വാലിഡ് ആയിട്ടുള്ള ഒരു കീ ലെവലും കാര്യങ്ങളും എല്ലാം തന്നെ കിട്ടി. ഓക്കെ, ഇനി ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെയാണ് മിറ്റിഗേറ്റ് ചെയ്തത്. ഇപ്പൊ നമ്മളുടെ ക്യാൻഡിലിനെ മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല. അതായത് നമ്മളുടെ എൻട്രി ടൈം ആയില്ലേ ഇത്? അതായത് നമ്മളുടെ എൻട്രി എങ്ങനെയാണ്? നമ്മൾ വാലിഡ് ആയിട്ടുള്ള ഒരു ഹയർ ടൈം ഫ്രെയിം കീ ലെവൽ നമ്മൾ ഡ്രോ ചെയ്തു. കീ ലെവൽ എന്ന് പറയുന്നത് FEG എടുക്കാം, ഓർഡർ ബ്ലോക്ക് എടുക്കും. ഇത് രണ്ടിനെ മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തു. അപ്പൊ അതിന് നമുക്ക് എന്തായി? എക്സിക്യൂഷന്റെ ടൈം ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ആയി. ഡെയിലിയിൽ വാലിഡ് ആയിട്ട് ഒരു കീ ലെവലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതിനർത്ഥം എന്താണ്? മാർക്കറ്റ് ഇവിടെ നിന്ന് ഡൗണിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു സെൽ ഓപ്പർച്യൂണിറ്റി എനിക്കുണ്ട് എന്നുള്ളതല്ലേ? ഓക്കെ, ഇനി അടുത്ത 4 അവറിലേക്കും കൂടെ പോവാം. 4 അവറിലേക്ക് കൂടെ പോയിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഡെയിലിയിൽ FEGയിലും കാര്യങ്ങളെല്ലാം നോക്കി. ഓക്കെ, ഇതായിരുന്നു എൻ്റെ FEG. ഇത് ഓർഡർ ബ്ലോക്ക്. മാർക്കറ്റ് നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും IDM. ഓക്കെ, പക്ഷെ 4 അവറിൻ്റെ ഒന്നും പ്രത്യേകിച്ച് ലെവൽസുകളൊന്നും തന്നെ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ അല്ലേ? പ്രത്യേകിച്ച് അങ്ങനെ ഒരു ലെവലെന്ന് എടുത്ത് പറയാൻ മാത്രം എന്തെങ്കിലും ലെവൽ ഇവിടെ ഉണ്ടോ? ഒന്നും തന്നെ ഇല്ല. 4 അവറിന് FEGകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ക്ലിയർ അല്ലേ? പക്ഷേ നമ്മൾ അവിടെ ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു പോയിന്റ്, ഇവിടെ ഒരു ഡെയിലി ഓർഡർ ബ്ലോക്കിലേക്ക് വന്നു, FEGയിലേക്ക് വന്നു. ലാസ്റ്റ് ഉണ്ടാക്കിയ 3 4 അവർ ക്യാൻഡിൽ നമ്മളോട് ഒരു കഥ പറഞ്ഞു തരും. ഈ ലാസ്റ്റ് 3 4 അവർ ക്യാൻഡിലിന്റെ വലിപ്പം നോക്കാം, അല്ലെ പവർഫുൾനെസ് നോക്കാം. കണ്ടോ? ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു 3 ബുള്ളിഷ് ക്യാൻഡിലാണ് കയറി വന്നത് ആ ഓർഡർ ബ്ലോക്കിലേക്കും കീ ലെവലിലേക്കും ആയിട്ട്. അപ്പം നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? 2 തവണ ചിന്തിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്? നമ്മളുടെ ഒരു കീ ലെവലിലേക്ക് ഒന്നെങ്കിൽ വാലിഡ് ആയിട്ടുള്ള എന്തോട് കൂടി വരണം? PDയോട് പ്രൈസ് ലെവലോട് കൂടി വരണം. ഇവിടെ അല്ലെങ്കിൽ എന്തുണ്ടാവണം? IDM ഉണ്ടാവണം. ഇവിടെ IDM ഉണ്ട്, ശരിയാണ്, കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പക്ഷേ IDM അവിടെ ഉണ്ടെങ്കിലും 4 അവറിന്റെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ലെവൽ അവിടെ ഇല്ല. കണ്ടോ?
അടുപ്പിച്ച് കറക്റ്റ് ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷനിലൂടെ മാർക്കറ്റ് പോയത്. കാര്യം ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ പ്രൈസ് വരാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് അലേർട്ട് ആവും. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ എക്സിക്യൂഷൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എൻട്രി എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 മിനിറ്റിലാണ്. 15 മിനിറ്റിലാണ് നിങ്ങൾ എൻട്രി എടുക്കേണ്ടത്. എൻട്രി എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇവിടെ ഏതായിരിക്കണം എൻട്രി എങ്ങനെ എടുക്കുക? അപ്പോൾ കീ ലെവൽ വന്ന് ടാപ്പ് ചെയ്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ് അല്ലേ? ഈ ഒരു പോയിന്റ് ആണ് ടാപ്പ് ചെയ്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ നിങ്ങളൊരു 50 മിനിറ്റിൽ നിങ്ങൾ നോക്കി നോക്കാം. മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് പോലെയല്ലേ മാർക്കറ്റ് കയറി വന്നിട്ടുള്ളത് 15 മിനിറ്റിൽ. ക്ലിയർ ആണോ? 15 മിനിറ്റിൽ ഒരു അപ് ട്രെൻഡ് പോലെ, അതായത് ഒരു 4 അവറിൽ ഒരു ഡൗൺ ട്രെൻഡ് ആയിട്ടിരിക്കുന്ന ഒരു മാർക്കറ്റ്, അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ഡൗൺ ട്രെൻഡ് ആയിട്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് ഒരു കീ ലെവലിലേക്ക് വരുമ്പോൾ അത് ലോ ടൈം ഫ്രെയിമിൽ കാണപ്പെടുന്നത് അപ് ട്രെൻഡ് ആയിട്ടോ ഡൗൺ ട്രെൻഡ് ആയിട്ടോ ആയിരിക്കും. നേരെ വൈസ് വേഴ്സ എന്നുള്ളൊരു മൂഡിലായിരിക്കും. കാരണം 4 അവറിലും ഡെയിലിയിലും ആ ഡെയിലിയിൽ ഒറ്റ ക്യാൻഡിൽ അവിടെ ക്രിയേറ്റ് ആവുള്ളൂ. 15 മിനിറ്റിൽ അങ്ങനെയല്ല, ഒരു മണിക്കൂർ തന്നെ 4 ക്യാൻഡിൽ ക്രിയേറ്റ് ആവും. ക്ലിയർ ആയോ? കൺഫ്യൂഷൻസ് ഉണ്ടോ നിങ്ങൾക്ക്? ഇത്ര മാത്രം ചിന്തിക്കുക. ഡെയിലിയിലും 4 അവറിലേക്ക് ഒരു ഡൗൺ ട്രെൻഡ് പോലെ മാർക്കറ്റ് കാണുന്നു, നമ്മളൊരു കീ ലെവൽ ഡ്രോ ചെയ്യുന്നു. അത് നമ്മളൊരു 15 മിനിറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് മാർക്കറ്റ് ആ കാണുന്ന തിരിച്ചൊരു നമുക്ക് ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ട് കാണുന്ന ആ ഒരു വരവ് ഇവിടെ ഒരു കൈൻഡ് ഓഫ് അപ് ട്രെൻഡ് പോലെ ആയിരിക്കും. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ക്ലിയർ അല്ലേ? ഇവിടെ ഒരു അപ് ട്രെൻഡ് പോലെ ആയിരിക്കും ഉദ്ദേശിച്ചത്. അപ്പൊ ആ ഒരു കാര്യം അവിടെ വരണേ. അപ്പൊ ഇതൊരു അപ് ട്രെൻഡ് പോലെ മാർക്കറ്റ്. അപ്പൊ നമ്മളുടെ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നമ്മളുടെ വ്യൂ പ്രകാരം എന്താണ്? സെല്ലാണ് നമ്മളുടെ വ്യൂ. സെൽ ആവണമെങ്കിൽ നമ്മൾ എങ്ങനെ ഉറപ്പിക്കും? ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു MS കിട്ടി നമുക്ക് ഉറപ്പിച്ചൂടെ? ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു MS കിട്ടി നമുക്ക് ഉറപ്പിക്കാം. ഇതിവിടെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു MS അല്ലേ? ഇത് താഴെ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. MS കിട്ടി. ഓക്കെ. ഇവിടെ എന്ത് കിട്ടി? ഒരു MS കിട്ടി. ശരിയല്ലേ? MS കിട്ടി. ഇനി അടുത്ത എന്താ പ്ലാൻ? നിങ്ങളെ ലോജിക് കൂടെ എനിക്ക് അറിയാൻ വേണ്ടിട്ടാ. എന്താ നിങ്ങളെ പ്ലാൻ? MS കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കീ ലെവൽ എക്സാക്ട്ലി ഇവിടെയാണല്ലോ MS കിട്ടിയത്. ഈ MS കിട്ടുമ്പോൾ ഓക്കെ മാർക്കറ്റ് ഒരു ഡൗണിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് ക്ലിയർ ആയി. ശരിയല്ലേ? ഓക്കെ. ഇനി ഡീലിംഗ് റേഞ്ച് വരയ്ക്കണം. ഡീലിംഗ് റേഞ്ച് ഏത് വരയ്ക്കണം? ലാസ്റ്റ് ഉണ്ടാക്കിയ ക്ലിയർ ആയോ? ലാസ്റ്റ് ഉണ്ടാക്കിയ സിംഗയും സിംഗ്ലോയും ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഡ്രോ ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? സ്ട്രക്ചറിന്റെ അകത്തുള്ളത്. അതെ അതെ, സ്ട്രക്ചറിനകത്തുള്ളത് ഇത് വെക്കുന്നു. ഓക്കെ. നിങ്ങൾക്ക് ഇവിടെ വേറെ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ നമുക്ക് ഈ 0.5 മുകളിൽ അല്ലെങ്കിൽ ഈ 0.5 മുകളിലുള്ള പ്രീമിയം ഏരിയയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എൻട്രി എക്സിക്യൂട്ട് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞ ശരിയല്ലേ? അപ്പോൾ അതുള്ള ഏരിയ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ ഒന്നെങ്കിൽ ഇവിടുന്ന് എൻട്രി കയറാം. ഇവിടെ ഒരു FPG ഉണ്ട്, വേണമെങ്കിൽ ഈ ഒരു FPG എൻട്രി കയറാം. അടുത്ത വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഒരു OT ഏരിയയിൽ വാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ശരിയല്ലേ? 0.618നും 0.75നും ഇടയ്ക്ക് വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ഏരിയ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് വേണമെങ്കിൽ അവിടുന്ന് എൻട്രി കയറാം. ഒരു OT ഏരിയയിൽ ഓർഡർ ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ മെജോറിറ്റി അവിടെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് ഞാൻ എൻട്രി വെക്കുന്നു. എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എവിടെ ആയിരിക്കണം? ഈ സിംഗൈക്ക് മുകളിലായിരിക്കണം. സിംഗൈ ഇങ്ങനെ കൊണ്ട് ചേർത്ത് വെക്കാൻ നിൽക്കരുത്. ഇതിപ്പോൾ കറക്റ്റ് വെച്ചാൽ 15.1 ഒരു കുറച്ച് പിപ്പും കൂടെ മേളിലോട്ടൊന്ന് കയറ്റി വെക്കുക. ടൈറ്റ് SL വെച്ച് കഴിഞ്ഞാൽ പഠിച്ചിട്ട് തിരിച്ചു പോകാൻ സാധ്യത കൂടുതലാണ്. ക്ലിയർ അല്ലേ? SL കീപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ സിംഗൈ ആ സമയത്ത് ഉണ്ടാക്കിയ സിംഗൈ ഏതാണോ ലോവർ ടൈം ഫ്രെയിമിന്റെ ആ സിംഗൈ വേറെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? SL കീപ്പ് ചെയ്യേണ്ടത്. ഇതായിരുന്നു ആ സമയത്ത് ഉണ്ടാക്കിയ ലാസ്റ്റ് സിംഗൈ എന്ന് പറയുന്നത്. കേട്ടില്ല? 5 മിനിറ്റ്സിൽ ചെയ്യാൻ പറ്റില്ല. 5 മിനിറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. കറന്റ് നിങ്ങൾ നോക്കണം. അല്ല, 4 അവറിൽ നിന്ന് കറന്റ് നോക്കേണ്ടത് നിങ്ങൾ 15 മിനിറ്റിലോട്ടാണ്. കറന്റ് നിങ്ങൾ ഏറ്റവും നല്ലത് ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈം ഫ്രെയിം 15 മിനിറ്റ് ആണ്. അതിന് ഇച്ചിരി നല്ലൊരു ക്ലാരിറ്റി ഉണ്ട് 5 മിനിറ്റ് ഒക്കെ. നിങ്ങൾ ബിഗിനർ എന്നുള്ള ഒരു ഫേസിൽ 5 മിനിറ്റിൽ പോകുമ്പോഴത്തേ നിങ്ങൾ പല വള്ളിക്കകത്ത് പോയി പെടാൻ സാധ്യത കൂടുതലാണ്. ബ്രോ SL വലുതായിക്കോട്ടെ, അതിനനുസരിച്ച് ടാർഗറ്റ് നമ്മൾ എടുത്താൽ പോരെ. ഇപ്പൊ ബ്രോ 5 മിനിറ്റിലാണെങ്കിലും 50 മിനിറ്റിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ബ്രോ കൊടുക്കുന്ന എമൗണ്ട് ഒരേ എമൗണ്ടാ. ഓക്കെ. ഇവിടെ ഇപ്പൊ ഞാൻ 15 മിനിറ്റ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഒരു $100 അല്ലെങ്കിൽ $200 എൻ്റെ ഒരു ടാർഗറ്റ് ഒരു ഇതിനകത്ത് നഷ്ടം വരുന്നുണ്ടെങ്കിൽ 5 മിനിറ്റിലാണെങ്കിൽ $200 തന്നെ നഷ്ടം. ബ്രോ പറഞ്ഞ മനസ്സിലായോ?
അതായത് ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഉണ്ട്. ഓക്കെ ഓക്കെ ഇതിപ്പോ 16.6. നേരെ ഞാൻ എന്ത് ചെല്ലുന്നു? നേരെ ഇത് ചെല്ലുക, എഫ് എക്സ് പൊസിഷൻ കാൽക്കുലേറ്റർ എടുക്കുന്നു. നമ്മൾ നോക്കിയ പേർ ഏതായിരുന്നു നമ്മൾ നോക്കിയ പേർ? യൂറോ യു എസ് ടി നോക്കിയേ. യൂറോ യു എസ് ടി എസ് എൽ എത്രയാണ്? 16 പിപ്സ്. ഞാൻ നേരെ ചെല്ലുന്നു. യൂറോ യു എസ് ടി അക്കൗണ്ട് സൈസ് ഇപ്പൊ ഒരു 1000 ആണെന്ന് വിചാരിച്ചു, $1000 വിചാരിച്ചു. ഞാൻ റിസ്ക് എപ്പോഴും 1% ഞാൻ റിസ്ക് ചെയ്യുക ടോട്ടൽ ക്യാപിറ്റലിലെ. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 16.6 ആണ്. ഓക്കെ, ഞാൻ അടിച്ചു കൊടുക്കുമ്പോൾ എനിക്കിവിടെ വ്യക്തമായിട്ട് കാണിച്ചു തരും എനിക്ക് എത്ര ലോട്ട് എടുക്കാൻ പറ്റുമെന്നുള്ളത്. മനസ്സിലായോ? അതായത് ഇതിൽ നഷ്ടം വന്നാൽ എനിക്ക് $10 പോവുക. ഇതെനിക്ക് കറക്റ്റ് ഉണ്ടെങ്കിൽ ലോഡ് സൈസ് എത്ര? 0.6. ഇപ്പം നിങ്ങൾക്ക് ഒരു 20 സ്റ്റോപ്പ് ലോസ്, 0.05. അപ്പോഴും പോകുന്ന എത്ര ഡോളറാണ്? $10. ഇപ്പം ബ്രോ പറഞ്ഞതുപോലെ 5 മിനിറ്റ് ആണെന്ന് വിചാരിച്ചോ. ചിലപ്പോൾ ഒരു 9 പിപ്പൊക്കെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുള്ളൂ. അപ്പോഴും എനിക്ക് പോകുന്ന $10. അവിടെ ഏത് ടൈം ഫ്രെയിമിൽ എൻട്രി എടുക്കുന്നു എന്നുള്ളതല്ല. ടൈം ഫ്രെയിമിൽ എൻട്രി എടുക്കുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിലാണ് കാര്യം. വാലിഡ് ആയിട്ടുള്ള റിസ്ക് മാനേജ് ചെയ്യുക, ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. 1:3 ആണോ വെക്കുന്നത്? 1:2. 1:3 വെക്കാം. ഞാൻ ഫോളോ ചെയ്യാറുള്ളത് 1:2 എന്നുള്ള രൂപത്തിലാണ്. $1 വെച്ച് റിസ്ക് വെച്ചാൽ $2 എടുക്കുക. ഇതിന്റെ അപ്പൊ ഇവിടെ 1:2 വെക്കുമ്പോ നമുക്ക് പെർസെന്റേജ് കൂടുതൽ കിട്ടുമോ? വിന്നിംഗ് പെർസെന്റേജ് 1:2 വിന്നിംഗ് പെർസെൻറ്റേജിനെക്കാട്ടി അപ്പുറത്തേക്ക് ഒരു സിമ്പിൾ ആയിട്ടൊരു ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു 8 ട്രേഡ് ഞാൻ എടുത്തു. ഓക്കെ, മൊത്തം ഞാൻ എടുത്തത് 8 ട്രേഡ് എടുത്തു. 8 ട്രേഡ് എടുത്തതിൽ എനിക്ക് 5 എണ്ണം എസ്സല്ല. ബാക്കി എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. ആ 3 എണ്ണമാണ് എനിക്ക് ടി പി അടിച്ചത്. നിങ്ങൾ കണക്ക് കൂട്ടുക. ഓക്കെ, ഈ 8 ട്രേഡിൽ 5 എനിക്ക് എസ് അല്ല, അതായത് മെജോറിറ്റി എനിക്ക് എസ് എൽ ആണ്. 3 മാത്രമാണ് ടി പി അടിച്ചത്. ഇപ്പം ഈ 5 എസ് എൽ പോകുമ്പോഴത്തേക്ക് എനിക്ക് എത്ര RR പോയി? എൻ്റെ ക്യാപിറ്റലിൽ എത്ര പെർസെൻറ്റേജ് പോയി? 5% പോയി. 5% പോയി. ഓക്കെ അല്ലേ? 3 ടി പി. നമ്മളുടെ റിവാർഡ് എത്രയാ? 1:2 അല്ലേ? അപ്പം 3 ടി പി വയ്ക്കുമ്പോൾ 3x2 എത്ര വരിക? 6 വരും. അപ്പോഴും നമ്മൾ ടോട്ടൽ ഓവറാൾ എടുക്കുമ്പോൾ നമ്മൾ എത്രയിലാണ്? പ്രോഫിറ്റിലാണോ ലോസിലാണോ? അപ്പോഴും നമ്മൾ അവിടെ പ്രോഫിറ്റിലാണ്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ കാര്യം. റിസ്ക് മാനേജ്മെന്റിന്റെ ഓവറാൾ ടോട്ടൽ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, റിസ്ക് മാനേജ് ചെയ്യാതെ നിങ്ങൾ ട്രേഡ് എടുത്തിട്ട് കാര്യമില്ല. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഇതിനകത്ത് എല്ലാത്തിലും നിങ്ങൾ പല റിസ്ക്കാണ് ചെയ്തത്. ഇപ്പൊ നിങ്ങൾ എസ് എൽ 2 അടിച്ചതിനകത്ത് നിങ്ങൾ കൂടുതൽ ലോട്ട് കൂട്ടി, നിങ്ങൾ ഒരു 2%, 3% വെച്ച് നിങ്ങൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു, കാര്യങ്ങളെല്ലാം ചെയ്തു. ടി പി അടിച്ചതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്തു? ചിലപ്പോൾ അതിനകത്ത് ഒരു 0.5 ഇട്ട് ചെയ്തു, 0.5% ഇട്ട് ചെയ്തു. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിൽ അർത്ഥമില്ല. ഒരു സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന കാര്യമില്ല. ഡൗട്ട് ചോദിച്ചോട്ടെ? ആ നമ്മളിപ്പോ സാറ് $10 പോകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ 0.06 ലോട്ട് എടുക്കുമ്പോഴാണ് ഈ $10 പോണത്. അതെ. അതിന്റെ കറക്റ്റ് കണക്ക് അവിടെ കാണിക്കണേ. അതായത് ഇവിടെ 16 പിപ്പല്ലേ സ്റ്റോപ്പ് ലോസ് ഉള്ള ഇവിടെ. 16 പിപ്പ് ഒന്നുകൂടെ മേലെ വെച്ചിട്ട് 17.5 പിപ്പ് കൂട്ടിക്കോ. ഓക്കെ, 1:2 അവിടെ ടാർഗറ്റ് ചെയ്തു. ഓക്കെ, ഞാനിവിടെ കൊടുക്കുകയാണ്. എൻ്റെ അതിൽ അക്കൗണ്ട് സൈസ് ഒരു $1000 ആണ് എന്ന് വിചാരിച്ചു. സ്റ്റോപ്പ് ലോസ് 17.5. നീ ആ സ്റ്റോപ്പ് ലോസ് ഇവിടെ അടിച്ച് കൊടുക്കുമ്പോൾ എനിക്കത് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കും. 0.06 ലോട്ടാണ് ഈ ഒരു 1% എനിക്ക് എടുക്കാൻ പറ്റുന്നത്. അതായത് ഈ ട്രേഡ് എനിക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നത് $10 ആണ്. പക്ഷെ 0.06 ലോട്ട് കിട്ടുമ്പോൾ അത്രയും ലോട്ട് എടുക്കാം അല്ലെ നമുക്ക്? ഇത്ര ലോട്ട് എടുക്കാം. 0.06 ലോട്ട്സ് നിങ്ങൾക്ക് എടുക്കാം. അതിൽ എസ് എൽ അടിച്ചാലും 10 പോവുള്ളൂ. അത് യൂറോയിലല്ലേ? ഗോൾഡിലൊക്കെ അത്ര ഇട്ട് എടുക്കാൻ പറ്റില്ല. ഗോൾഡിൽ അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഗോൾഡിലാകുമ്പോഴത്തേക്ക് അത് മാറും. ഗോൾഡിലൊക്കെ നിങ്ങൾ USD ഗോൾഡ് എടുത്തു 1000, സ്റ്റോപ്പ് ലോസ് 17.5 ആണ്. ഗോൾഡ് ഹൈ വോൾട്ടാലിറ്റി 0.57 ലോട്ട്സ് ആ സമയത്ത്. ഓക്കെ, ആ രൂപത്തിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും അത് മാറ്റി കൊടുക്കാം. പക്ഷെ ഗോൾഡില് റിസ്ക് അല്ലേ സാറേ ശരിക്കും പറഞ്ഞാൽ? ഏതിൽ ട്രേഡ് എടുത്താലും ബ്രോ, ഇപ്പോൾ യൂറോ USD ആയാലും GBP USD ആയാലും ഇപ്പോൾ നാസ്ഡാക്ക് ആയാലും ഗോൾഡ് ആയാലും ബിറ്റ്കോയിൻ ആയാലും സിൽവർ ആയാലും ഏതിൽ ട്രേഡ് എടുത്താലും റിസ്ക് എന്നുള്ളത് സെയിം ആണ് ബ്രോ. ആ റിസ്ക് ഡിസൈഡ് ചെയ്യുന്ന ആരാണ്? അല്ല ഡിസ്കിനെ പ്രീ ഡിറ്റർമിൻ ആയിട്ട് ചെയ്ത് വെക്കുന്നത് ആരാണ്? ബ്രോയാണ്. അല്ലെ ഞാനാണ് ട്രേഡ് എടുക്കണമെങ്കിൽ ഞാനാണ്. എന്ത് റിസ്ക് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. അത് അവർക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അല്ല സാർ, ഇപ്പൊ ഇത് ഞാൻ ഇതിനെ കുറിച്ച് അവയർ അറിഞ്ഞില്ല. ഇതിപ്പോ സാർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇരിക്കുമ്പോ 0.01 ലോട്ട് സൈസ് വെച്ചാൽ നമ്മൾ ഈ ഇരിക്കുന്നത്. അയ്യോ, അത് വലിയ മണ്ടത്തരമാണ്. മണ്ടത്തരോ ശരിക്കും പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് $10 $5 വെച്ച് നമ്മളൊക്കെ എത്ര ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കായിരുന്നു. പക്ഷെ നമ്മളൊക്കെ നമ്മൾ ടോട്ടൽ ക്യാപിറ്റൽ എത്രയാണോ ബ്രോയുടെ ടോട്ടൽ ക്യാപിറ്റൽ, അതിന്റെ 1%, 2% ബ്രോക്ക് ട്രേഡ് ചെയ്യാം കോൺഫിഡൻസ് ആയതിനു ശേഷം. പക്ഷേ ഒരു 1%ലാണ് ബ്രോ ട്രേഡ് ചെയ്യുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ 1% കണ്ടിന്യൂ ചെയ്യുക. അത് ഏത് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്താലും ആ 1% കണ്ടിന്യൂ ചെയ്യുക.
ഓക്കെ, എങ്കിൽ മാത്രമേ അത് സസ്റ്റൈനബിൾ ആയിട്ട് പോവുള്ളൂ. ഇപ്പോൾ ഒരെണ്ണത്തിൽ ബ്രോ 1%, ഒരെണ്ണത്തിൽ ബ്രോ 0.5%, ഒരെണ്ണത്തിൽ ബ്രോ 2%, ഒരെണ്ണത്തിൽ ബ്രോ 3%, ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുമ്പോൾ അതിനൊരു സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന സാധനമില്ല. ശരിയാണ് ലോസ് കാരണം വരും. ഒരെണ്ണത്തിന് SL അടിച്ചാലും ഒരെണ്ണത്തിന് TP അടിച്ചാലും ഇത് ടാലി ആയി പോകില്ല. അതെ 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 ആ റിസ്ക് മാനേജ്മെന്റിലുള്ള പ്രശ്നം കൊണ്ടാണ് നമ്മളെ കേരളത്തിലെ മൊത്തത്തിൽ വേൾഡിലെ തന്നെ ഏകദേശം മിക്ക ട്രേഡേഴ്സും ഫെയിൽ ആയി പോണേ. അതെ അതെ ബ്രോ ഇപ്പൊ നമ്മ ഓക്കെ, $10 റിസ്ക് ആ വെക്കുന്നത് അതായത് ചിലപ്പോ അതായത് നമ്മൾ എസ്സിൽ വെക്കുമ്പോ 10 മുകളിൽ പോകുന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, അങ്ങനെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് അവിടെ SL വെക്കുന്ന സമയത്ത് അതെങ്ങനെ മോഡിഫൈ ചെയ്യാം. അതിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓക്കെ എനിക്ക് കൂടുതൽ റിസ്ക് എടുക്കാൻ വയ്യ. നിങ്ങളിപ്പോൾ ഈ FEG എൻട്രി കയറുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എത്ര എടുക്കും? 25.7 പിപ്പ് വരും. ഓക്കെ, ഇപ്പം നിങ്ങളുടെ കയ്യിൽ അത്രയും ക്യാപിറ്റൽ ഇല്ല, അല്ലെങ്കിൽ അത്രയും ഇത് എടുക്കുമ്പോൾ കറക്റ്റ് ലോഡ് സൈസ് കിട്ടണില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ വന്നാലേ ഞാൻ എൻട്രി എടുക്കണുള്ളൂ. പ്രശ്നം തീർന്നില്ലേ? ഓക്കെ നമ്മളെ റിസ്കിനൊത്തിരി അവിടെ വരുന്ന അവിടെ നിന്ന് എടുക്കണം. അവിടുന്ന് മാനേജ് ചെയ്ത ട്രേഡ് ചെയ്യാം. നിങ്ങൾക്ക് വ്യക്തമായിട്ട് അത് FX പൊസിഷൻ കാൽക്കുലേറ്റർ അവർ കറക്റ്റ് ടാലിയാക്കി സെറ്റ് ചെയ്ത് തരും. നിങ്ങൾ ജസ്റ്റ് അത് കറക്റ്റ് നിങ്ങൾ എത്രയാണ് റിസ്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തിട്ട് അത് കണ്ടിന്യൂ ചെയ്യുക. സാർ ഈ അങ്ങനെ 1:2 ആണോ 1:3 ആണോ? 1:2 ആണ് ഞാൻ ബുക്ക് ചെയ്യാറുള്ളത്. 1:3 ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 1:3 ബുക്ക് ചെയ്യാം. എനിക്ക് ഇച്ചിരി കൺവീനിയൻറ്റ് 1:2 എന്നുള്ള രൂപത്തിലാണ്. ഞാൻ 1:3, 1:4, 1:5 ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ആ മന്തിന്റെ ഒരു സിനാരിയോടെ വെച്ചിട്ട് ഒരു ചെയ്യാറുള്ളത്. ഒരു ചാർട്ട് കൂടി കാണിച്ചു തരാം. ഒന്നിച്ച് ഭയങ്കര മൂവ്മെന്റ് ഉള്ള ഒന്നെങ്കിൽ ഗോൾഡോ അതിന്റെ ചാർട്ട് ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഗോൾഡാന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഞാൻ എങ്ങനെ എൻട്രി എടുക്കുക? കൺഫർമേഷനെ കുറിച്ച് ഈ ക്ലാസ് തന്നെ പഠിപ്പിച്ചു തരൂല്ലേ? പഠിപ്പിച്ചു തരും. കൺഫർമേഷൻ അപ്പുറം ഇപ്പോൾ പഠിപ്പിച്ചത്. ഓക്കെ, ഇവിടുന്ന് ഇപ്പോൾ എൻട്രി എടുക്കാമെന്ന് വിചാരിച്ചോ. ഇവിടെ സ്റ്റോപ്പ് ലോസ് എത്രയാണ്? 37.50. നിങ്ങൾ നേരെ ചെല്ലുക, അതിനകത്ത് അടിച്ചു കൊടുക്കുക XAU USD. നിങ്ങൾക്ക് റിസ്ക് മാനേജ്മെന്റ് പാഷൻ ഉണ്ട്. ഇപ്പൊ സ്വിച്ച് ചെയ്ത് വന്നിട്ട് ഇപ്പൊ 15 മിനിറ്റ്സിലോട്ട് എത്തില്ല. എന്നിട്ട് അവിടെ ഒരു FPG ഉണ്ടെങ്കിൽ അവിടെ വന്നാൽ എടുക്കാം. അങ്ങനെ തന്നെയാണ്, കൺഫർമേഷൻ ഒന്നുമില്ല. 0.27 ലോഡ്സ്. ആ 0.27 ലോഡ്സ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യേണ്ടത്. ഒരു ഡൗട്ട് കൊടുത്തു സാറേ. പറഞ്ഞു. നമ്മളിപ്പോ ആദ്യത്തെ നമ്മളൊരു അക്കൗണ്ട് സൈസ് ഇപ്പൊ 1000 ആണ്. നമ്മളൊരു കുറച്ച് ട്രേഡ് എടുത്ത് കഴിയുമ്പോൾ 900 ആയി. എന്നാൽ അത് നമ്മൾ അവിടെ 1000 ആണോ 900 ആണോ കൊടുക്കേണ്ടത്? 1000 ആണ് കൊടുക്കേണ്ടത്. ആ 1000 ഫിക്സ്ഡ് ആയിട്ട് കൊടുക്കണം അല്ലേ? അതെ, 1000 ഫിക്സ്ഡ് ആയിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ അവിടെ ആ റിസ്ക് മാനേജ്മെന്റ് മാറിയില്ലേ? അതാ ഞാൻ ചോദിച്ചു. ഓക്കെ, 1000 ആണ് കൊടുക്കേണ്ടത്. ബ്രോ അവിടെ സെല്ലിലോട്ട് ഒരു എൻട്രി വെച്ചിട്ടുണ്ടല്ലോ ബ്രോ. അപ്പൊ അവിടെ ഓട്ടോമാറ്റിക് എടുക്കാം. ഇത് പറയാം ബ്രോ, ഒന്ന് വെയിറ്റ് ചെയ്യും. ഇതിലോട്ട് വരാം, തിരിച്ച് ടോപ്പിക്കിലോട്ട് തന്നെ വരാം. FEG കാര്യങ്ങളും വന്നു. അതേപോലെ തന്നെ നമ്മളിവിടെ വാലിഡ് ആയിട്ടുള്ള OT ഏരിയ കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്തു. ഇനി അടുത്ത കാര്യം എന്താ നമ്മൾ നോക്കണ്ടേ? എന്താണ് തോന്നണേ? പ്രൈസ് അതെ, ഈ പ്രൈസിലോട്ട് അല്ലെങ്കിൽ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു കീ ലെവലിലേക്ക് എങ്ങനെയാണ് മാർക്കറ്റ് പ്രൈസ് വരുന്നത് നോക്കുക. അതായത് ഒരു ഐഡിയം ഉണ്ടോ, ഒരു ലിക്വിഡിറ്റി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഈ സമയത്ത് നോക്കണം. ലിക്വിഡിറ്റിയുടെ കാര്യങ്ങൾ നോക്കണം. അതെ, ഈ FEGയിലേക്ക് എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഒരു വളരെ അടിപൊളിയായിട്ടുള്ള ഒരു പീഡിയോട് കൂടിയാണോ പ്രൈസ് വരുന്നത്, അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ഒരു ഐഡിയം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളോട് നമുക്കൊരു കോൺഫ്ലുവൻസ് ആയിട്ട് ആഡ് ഓൺ കിട്ടിയാൽ അപ്പോഴേ ഈ ഒരു സെറ്റപ്പ് A+ സെറ്റപ്പ് ആയിട്ട് കൺവേർട്ട് ആവുള്ളൂ. 50 മിനിറ്റ്സിൽ നോക്കണം, 4 ഹവേഴ്സിൽ നോക്കണം അല്ലേ? അതെ, നമ്മൾ എപ്പോഴും 4 ഹവറിൽ പിന്നെയും കുഴപ്പമില്ല. 50 മിനിറ്റിൽ നമ്മളൊരു എൻട്രി എക്സിക്യൂഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ഐഡിയമോ അല്ലെങ്കിൽ ഒരു പ്രൈസ് ഡെലിവറി കിട്ടിയാൽ വളരെ ബെറ്റർ ആണ്. 4 ഹവറിലും വേണം, 50 മിനിറ്റിലൂടെ ഉണ്ടെങ്കിൽ വളരെ ബെറ്റർ ആണ്. അപ്പോഴാണ് അതൊരു A+ സെറ്റപ്പ് ആയിട്ട് കൺവേർട്ട് ആവുള്ളൂ. സാറേ അപ്പൊ നമ്മൾ 5 മിനിറ്റിൽ എൻട്രി എടുക്കണമെങ്കിൽ 5 മിനിറ്റിലും PDയും അതെ എല്ലാത്തിനും നോക്കണം. കാരണം അല്ലെങ്കിൽ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. വലിയൊരു MS കിട്ടിയ FEG കയറുക എന്നുള്ളത് അത് വളരെ സിമ്പിളാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടി. പക്ഷേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എൻട്രികൾ വീഴും. ഓക്കെ, ഒരുപാട് എൻട്രികൾ നിങ്ങൾക്ക് വീഴും. പക്ഷേ അങ്ങനെയല്ല, ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് വരുന്നത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞു, മാർക്കറ്റിനെ മൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ലിക്വിഡിറ്റി വേണം. ആ ലിക്വിഡിറ്റി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ക്ലിയർ ആയോ? അതായത് 4 ഹവറിന്റെ അല്ലെങ്കിൽ ഡെയിലിയുടെ ഒക്കെ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് എത്തുന്ന നേരത്ത് 15 മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ലിക്വിഡിറ്റി ചെക്ക് ചെയ്യാം. അതല്ലേ? ഓക്കെ ആണ്. നിങ്ങൾക്ക് ലിക്വിഡിറ്റി സാറോ ഒന്ന് പറയാമോ? ലിക്വിഡിറ്റിയുടെ ക്ലാസ് കണ്ടിട്ടില്ലേ ബ്രോ? എന്റെ ലിക്വിഡിറ്റി എത്രയേ ഉള്ളൂ, സംഭവമില്ല ബ്രോ. നമ്മൾ ഇവിടുന്ന് വാലിഡ് ആയിട്ടുള്ള കൺഫർമേഷൻ നോക്കും. നമ്മൾ വാലിഡ് ആയിട്ടുള്ള കീ ലെവൽ വരുന്നു. കീ ലെവൽ വന്നതിന് ശേഷം നമ്മൾ MS കിട്ടിയോ നോക്കുന്നു. MS കാര്യങ്ങളും കിട്ടിയെന്ന് കൺഫർമേഷനായി നമ്മൾ ലാസ്റ്റിൻ്റെ ഹൈയും ലോയും വെച്ചിട്ട് ഡീലിംഗ് റേഞ്ച് വരയ്ക്കുന്നു. ഡീലിംഗ് റേഞ്ച് വരച്ചു, ഹൈ ലോ ഡീലിംഗ് റേഞ്ച് വരച്ചു. ഞാൻ വ്യക്തമായിട്ടുള്ള പ്രീമിയം ഏരിയയിൽ നിന്ന് മാർക്കറ്റിനെ സെല്ല് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു.
തീരുമാനിച്ചു, വാലിഡ് ആയിട്ടുള്ള ലെവൽസ് ഞാൻ മാർക്ക് ചെയ്തു. അങ്ങനെ മാർക്ക് ചെയ്ത ഈ ലെവലാണ് ഇതും ഇതും. ഓക്കെ അല്ലേ? ലെവൽ ഞാൻ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തതിനു ശേഷം അടുത്ത പ്ലാൻ എന്താണ്? ഈ FEGയിലേക്ക് അല്ലെങ്കിൽ ആ ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. ആ മാർക്കറ്റ് എങ്ങനെ വരുന്നതെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 50 മിനിറ്റിന്റെ FEG ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് വേണമെങ്കിൽ എങ്ങനെ വരാം? ഇങ്ങനെ വന്ന് ഇങ്ങനെ അങ്ങ് വരാം. ശരിയല്ലേ? രണ്ടാമത്തെ കേസ് മാർക്കറ്റിന് എങ്ങനെ വരാം? ഒരു പീഡിയോട് കൂടി മാർക്കറ്റിന് ഇങ്ങനെ 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 വരാം അല്ലേ? അടുത്തൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിന് എങ്ങനെ വരാം? ഇങ്ങനെ വന്നു, മാർക്കറ്റ് ഇവിടെ വന്നു, ഒരു ഐഡിയം ക്രിയേറ്റ് ചെയ്തു, ഇങ്ങനെ ഐഡിയമും പീഡിയോടും കൂടി വരാം. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും സിനാരിയോകൾ എന്തുണ്ട് അവിടെ ഉണ്ട്. അവിടെ കൂടുതൽ വാലിഡ് ആവുന്ന അല്ലെങ്കിൽ ഒരു സെറ്റപ്പ് എന്നതിനപ്പുറത്തേക്ക് A+ലേക്ക് കൺവേർട്ട് ആവുന്നെങ്കിൽ അവിടെ ഒരു ഐഡിയമോ പീഡിയോ ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ക്ലിയർ ആണോ അല്ലയോ? ഓക്കെ അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു FEGയിലേക്ക് വന്നതിൽ ഒരു പ്രോപ്പർ പീഡിയോ ഐഡിയമോ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു? IDM ഉം MSS-ഉം ഐഡിയം ഉണ്ടല്ലോ ബ്രോ ഇതില്. എവിടെയാണ് ഐഡിയം ഉള്ളത്? ഇല്ല, IDM ഉം അവിടെ MSS ഉം ഐഡിയം ആണോ? ഒന്നും റെഡ് ലൈൻ ഇല്ല, അതിന്റെ മുകളിലുള്ള ഐഡിയം അല്ലേ അത്? ഏതാ ഇതോ? റെഡ് ലൈനിന്റെ മുകളിലുള്ളത്. റെഡ് ലൈനിന്റെ മുകളിൽ ഇതാണോ അതെ അതെ ബ്രോ? അതെ അതെ. ബ്രോ ഇത് ബ്രോ നമ്മൾ നോക്കുന്ന എന്താണ്? ഒരു ബിയറിഷ് സ്ട്രക്ചർ അല്ലേ നമ്മൾ നോക്കുന്നത്? മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലേക്കല്ലേ നോക്കുന്നത്? അപ്പൊ നമ്മൾ ഈ സൈഡ് അല്ലേ നോക്കേണ്ടത്? അതിന്റെ ഡീലിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ഇതും ഇത് കൈയും ഇത് ലോയും അല്ലേ? ഇതല്ലേ FEG? അപ്പൊ നമുക്ക് ഒരു ഐഡിയം വരേണ്ടത് എവിടെയാണ്? ഐഡിയം വരേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലല്ല ഐഡിയം വരേണ്ടത്. ഇവിടെ വന്നിട്ട് എന്ത് കാര്യം? ഇവിടെ ലോജിക്ക് മനസ്സിലായോ? സോറി, അത് ബൈ സൈഡിലോട്ടാണല്ലോ അവിടെ നോക്കേണ്ടത്. ആ ഒരു സെൽ വ്യൂ എന്നുള്ള രൂപത്തിൽ നമുക്ക് ഇവിടെ ഇങ്ങനെയുള്ള ഒരു ഐഡിയ വന്നിരുന്നെങ്കിൽ നമുക്ക് നോക്കായിരുന്നു. അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുന്നു കഴിഞ്ഞാൽ പ്രൈസ് ഇങ്ങനെ വന്നു, ഇവിടെ എത്തി, മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി, ഇങ്ങനെ വന്നാൽ ഇതൊരു ഐഡിയമാണ്. ഏതൊരു ഐഡിയമാണ്? ഇതൊരു ഐഡിയമാണ്. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കൈൻഡ് ഓഫ് A+ സെറ്റപ്പ് എന്നുള്ള രൂപത്തിൽ നമുക്ക് അതിന് എന്ത് ചെയ്യാം? ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ നമുക്ക് അല്ലേ? എക്സിക്യൂഷനിലെ ഈ ലിക്വിഡിറ്റി നോക്കിയാൽ മതി. 4 hour ലിക്വിഡിറ്റി നോക്കേണ്ട കാര്യം നോക്കണം നിർബന്ധമില്ല. എക്സിക്യൂഷൻ ഉണ്ടെങ്കിലാണ് ഏറ്റവും ബെറ്റർ. 4 hourലും ഉണ്ടെങ്കിൽ അത് ഇച്ചിരി പവർഫുൾനെസ് ആകും ബ്രോ, ഇച്ചിരി പവർഫുൾ ആവും. എപ്പോഴും ഹയർ ടൈം IDM തന്നെയാണ് MSS. ഐഡിയം അല്ല MSS. അത് MSS പോലെ ഫീൽ ആവൂല കാണുമ്പോൾ. ഇല്ലല്ലോ, ഇതൊരു MSS ആണ്. ഇതൊരു MSS അല്ലേ? അതിന്റെ താഴെ അല്ലേ സാർ? അതിന്റെ താഴെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ലേ? ഇത് MSS, ഇതിന്റെ താഴെ വരുമ്പോൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. അപ്പൊ ഈ IDM അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതൊരു കൺഫ്യൂഷൻ കൊണ്ടാണ്. ഐഡിയം ഇത്രേ ഉള്ളൂ ബ്രോ. ഒരു കീ ലെവലിലേക്ക് വരുന്ന പ്രൈസ് ആക്ഷൻ, അതായത് കീ ലെവലിലേക്ക് വരുന്നു, ഒരു കീ ലെവൽ, ഒരു FEG ഓർഡർ ബ്ലോക്ക് എന്തോ ആയിക്കോട്ടെ, ആ FEGയുടെ അടുത്ത് വരെ മാർക്കറ്റ് വരുന്നു. പക്ഷെ FEG ടാപ്പ് ചെയ്തിട്ടില്ലേ? FEG നമ്മളെ എൻട്രി അവിടെ എക്സിക്യൂട്ട് ആകുന്ന എപ്പോഴാണ്? ആ FEG വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഓർഡർ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്യുമ്പോഴല്ലേ? അല്ലേ? ഇത് എന്ത് ചെയ്യുന്നു? FEGയുടെ തൊട്ട് നിയർ ബൈ ആയിട്ട് മാർക്കറ്റ് ഇവിടെ വരുന്നു, എന്നിട്ട് വീണ്ടും താഴേക്ക് പോവാം. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇവിടെ കുറെ പെൻഡിങ് ഓർഡേഴ്സ് അല്ലെ ലിക്വിഡിറ്റീസ് കിടക്കും. അടുത്ത മാർക്കറ്റ് എന്ത് ചെയ്യും? ഈ ലിക്വിഡിറ്റി എല്ലാം ഇവിടുത്തെ ഈ ലിക്വിഡിറ്റി കൂടെ ടേക്ക് ഔട്ട് ചെയ്തിട്ട് ഈ FEG വന്നിട്ട് താഴേക്ക് വരും. അപ്പൊ അതിനെയാണ് നമ്മൾ IDM എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് കാര്യം. അപ്പൊ ഈ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ PD ഉണ്ടോ? ഇല്ല. PD ഉണ്ടോ? ഇല്ല. ഇല്ല. IDM ഉണ്ടോ? ഐഡിയം ഇല്ല. IDM ഇല്ല. ഇതൊരു സെറ്റപ്പ് ആവോ A+ സെറ്റപ്പ് ആവോ? സെറ്റപ്പ് ആയി. ഇത് നിങ്ങൾക്ക് ഇനി 2 സിനാരിയോ ആണ്. നിങ്ങൾക്ക് ഇതൊന്നെങ്കിൽ ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ വളരെ A+ സെറ്റപ്പിന് വേണ്ടി മാത്രം കാത്തിരിക്കാം. 2 സിനാരിയോ. ഓക്കെ, IDM ഞാൻ പറഞ്ഞില്ലേ, മുമ്പ് പറഞ്ഞ പോലെ നമ്മളൊരു കീ ലെവലിന്റെ നിയർ ബൈ ആയിട്ട് ലിക്വിഡിറ്റീസ് പെൻഡ് ചെയ്യുന്നു. ലിക്വിഡിറ്റി പെൻഡ് ചെയ്തതിനു ശേഷം അത് വന്ന് ടേക്ക് ഔട്ട് ചെയ്യുന്നു. FEG നമ്മൾ കീ ലെവൽ ടാപ്പ് ചെയ്യുന്നു, മാർക്കറ്റ് താഴേക്ക് പോകുന്നു. അപ്പൊ അതിനെയാണ് നമ്മൾ വാലിഡ് ആയിട്ടുള്ള ഒരു IDM എന്ന് പറയണം. ബാക്കി ബ്രോ ഒന്ന് ക്ലാസ് കണ്ടാൽ മതി, ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സാറേ, ഇപ്പൊ നമ്മൾ ഓർഡർ ബ്ലോക്ക് വരച്ചു വെക്കുമ്പോൾ ഈ വരുന്ന മിറ്റിഗേറ്റ് ചെയ്യുന്ന ആ ഒരു ക്യാൻഡിലിന്റെ വിക്ക് മാത്രം ആ ഓർഡർ ബ്ലോക്കും കഴിഞ്ഞു പോയെങ്കിൽ നമുക്ക് അത് എടുക്കാൻ പറ്റുമോ? അതോ ഇല്ല, ഇവിടെ ഞാൻ എൻട്രി എടുക്കുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് എൻട്രി എടുക്കുമെന്ന് അറിയോ? ഇതിന്റെ ഓർഡേഴ്സ് ഞാൻ ഇവിടെ ഇടും. ഈ ഓർഡർ ബ്ലോക്കിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്യുമ്പോൾ എന്റെ ഓർഡർ എക്സിക്യൂട്ട് ആക്കും ഞാൻ. ഈ ഒരു ഏരിയയിൽ വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് ആക്കും. ടാപ്പ് ചെയ്യുമ്പോഴേ എൻട്രി കയറും. ഓക്കെ, ഒരു കാര്യം പറയും. ഒരു കൺസെപ്റ്റ് ഫുൾ ആക്കിയിട്ട് പറഞ്ഞ ഡൗട്ട് വെച്ച ക്ലാരിഫിക്കേഷൻ, ഇത് നമ്മൾ കുറെ ബാക്കോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. മനസ്സിലായില്ല. നമ്മള് ഒരു കൺസെപ്റ്റ് സാറ് ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് ഡൗട്ട് ഓക്കെ. അല്ല, എന്റെ ആഗ്രഹം അത് തന്നെയാണ്. ചോദ്യങ്ങൾ വരുന്നോണ്ടാണ് ചോദിക്കുമ്പോൾ നമുക്ക് ബാക്കോട്ട് മുന്നോട്ട് പോകുന്ന അണ്ടർസ്റ്റാൻഡ് ആവണം ചില.
ഓക്കെ, ഞാനിത് വേണമെങ്കിൽ ഇത് ഒന്നും കൂടെ ഞാൻ ഇവിടെ തൊട്ട് പറഞ്ഞുതരാം വേണമെങ്കിൽ ഒന്നും കൂടെ. ഈ ഡെയിലി FEGയിലേക്ക് കീ ലെവലിൽ വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്തു. നമ്മളുടെ ഹയർ ടൈം ഫ്രെയിമിന്റെ വ്യൂ പ്രകാരം മാർക്കറ്റ് സെല്ലായിരുന്നു എന്നുള്ളൊരു വ്യൂ നമുക്ക് ഉണ്ടായിരുന്നു. കറക്റ്റ്ലി എനിക്ക് നമ്മൾ ഏതായിരുന്നു വെച്ചത്? ഏതാ ബ്രോ? ഹയർ ഫ്രെയിം നമ്മൾ ഏതായിരുന്നു ചെക്ക് ചെയ്തിരുന്നത്? ഹയർ ടൈം ഫ്രെയിം നമ്മൾ വീക്കിലിയിൽ വന്ന് ചെക്ക് ചെയ്തു, പിന്നെ First week. അതിനെ ക്രോഡീകരിച്ചു. ദെൻ ഡെയിലിയിൽ വന്നു 4 അവറിൽ വന്നു, 4 അവറിലും വന്ന് ചെക്ക് ചെയ്തു. 4 അവർ എല്ലാ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു. എന്നിട്ട് എനിക്കിവിടെ വ്യക്തമായിട്ടൊരു കീ ലെവൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡെയിലിയുടെ കീ ലെവലിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്ത ആ സെയിം പോയിന്റിൽ ഞാൻ ലോവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റി. ലോവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മൾ അടുത്ത് നോക്കുന്നത് എന്താണ്? ഇവിടെ ലോവർ ടൈം ഫ്രെയിമിൽ അതൊരു കൈൻഡ് ഓഫ് ഒരു അപ് ട്രെൻഡ് പോലെ ആയിരിക്കും മാർക്കറ്റ് മുകളിലേക്ക് വരുന്നുണ്ടാവുക. ആ അപ് ട്രെൻഡ് പോലെ മാർക്കറ്റ് മുകളിലേക്ക് വരുന്നു. മുകളിലേക്ക് വന്നതിന് ശേഷം എന്ത് സംഭവിക്കുന്നു? മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു MS തരുന്നു. MS തന്നതിന് ശേഷം വാലിഡ് ആയിട്ടുള്ള ഡീലിംഗ് റേഞ്ച് ഞാൻ ഡ്രോ ചെയ്തു. ഡ്രോ ചെയ്തതിന് ശേഷം പ്രീമിയം ഏരിയയിൽ നിന്ന് ഞാൻ സെല് ചെയ്യാൻ തീരുമാനിച്ചു. അവിടുന്ന് വാലിഡ് ആയിട്ടുള്ള ലെവൽസുകൾ ഞാൻ മാർക്ക് ചെയ്തു. ഒന്ന് ഇവിടുത്തെ ഒരു FEG ആയിരുന്നു, അടുത്തത് ഈ ഒരു ഏരിയയിലെ OT ഏരിയ ആയിരുന്നു. ഓക്കെ, ഞാൻ റിസ്ക് മാനേജ് ചെയ്യാൻ വേണ്ടി ആ എൻട്രിയെ OT ഏരിയയിലെ ഓർഡർ ബ്ലോക്കിലേക്ക് മാറ്റി. ആ OT ഏരിയയിലേക്ക് ഓർഡർ ബ്ലോക്കിലേക്ക് എങ്ങനെയാണ് ഞാൻ വന്നത് എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ PDO IDMO ഇല്ല. PDO IDMO ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊരു സെറ്റപ്പായി. 2 ചോയ്സാണ് നിങ്ങൾക്കുള്ളത്. ഒന്നെങ്കിൽ എൻട്രി എടുക്കാം, അല്ലെങ്കിൽ എടുക്കാതിരിക്കാം. 2 ചോയ്സ്. ഇവിടെ ഉറപ്പായിട്ട് ഇവിടെ റിസ്ക് ഉണ്ട്. IDMO PDO ഇല്ലാത്തത് കൊണ്ട് തന്നെ റിസ്ക് ഉറപ്പായിട്ടുണ്ട്. ഞാൻ ഒന്ന് ചാർട്ട് അങ്ങോട്ട് ചുരുക്കിയപ്പോൾ ഈ ഒരു FEGയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് വന്നത് 15 മിനിറ്റിൽ മാർക്കറ്റ് വന്നത് നല്ല പീഡിയോട് കൂടിയാണ്. ഈ ഒരു FEGയിലേക്കോ ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്കോ മാർക്കറ്റ് 50 മിനിറ്റിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് മാർക്കറ്റ് വന്നത് നല്ല പീഡിയോട് കൂടിയാണ്. ശരിയല്ലേ? ക്ലിയർ അല്ലേ? പീഡിയോട് കൂടിയ അതിനർത്ഥം മാർക്കറ്റ് ഈ PD മൊത്തം അല്ലെങ്കിൽ ഈ ലിക്വിഡിറ്റി മൊത്തം ടേക്ക് ഔട്ട് ചെയ്യാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ള ഒരു അഡീഷണൽ കോൺഫിഡൻസ് എനിക്ക് അവിടെ കിട്ടി. കാര്യങ്ങൾ ക്ലിയർ ആയോ? ഞാൻ നോക്കിയത് ചാർട്ടിനെ ഇവിടെ മാത്രം സൂം ചെയ്തല്ല ഞാൻ ചാർട്ടിനെ നോക്കിയത്. ഞാൻ നോക്കിയത് എന്ത് ചെയ്തു? ചാർട്ടിനെ അങ്ങോട്ട് ചുരുക്കിയപ്പോഴത്തേക്ക് ഈ ഒരു 50 മിനിറ്റിൽ വാലിഡ് ആയിട്ടുള്ള ഒരു കീ ലെവലിലേക്ക് വന്നതും നല്ല പീഡിയോട് കൂടിയാണ്. അപ്പോൾ അതിനെ ഞാനൊരു കോൺഫിഡൻസ് ആക്കി എടുത്തു. ഇപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒരു ബലമായി. ഇവിടെ IDMO PDO അതെ, IDMO PDO ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഒരു വ്യക്തമായിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ഒരു PD ഉള്ളത് കൊണ്ട് മാർക്കറ്റ് താഴേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി. നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ലെവലിലോട്ട് പോകുമ്പോ ഇത് PD വേണ്ട ആവശ്യമില്ല, താഴെ ഉണ്ടെങ്കിൽ മതിയോ? ബ്രോ അത് ഞാൻ പറയാം. ബ്രോ മൊത്തം കേട്ടിട്ട് നമുക്ക് ബാക്കി ചോദിക്കാം. ഓക്കെ, ഇത് വാലിഡ് ആയിട്ടുള്ള ഇവിടെ ഒരു വാലിഡ് ആയിട്ടുള്ള PD ഉണ്ടായിരുന്നു. ആ PDയും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ടായത് കൊണ്ട് തന്നെ ഇവിടെ ഒരു PDയോ IDMO വന്നായിരുന്നുവെങ്കിൽ വളരെ നന്നായേനെ. ഇപ്പോൾ ഇവിടെ വന്നിട്ടില്ല, അതുകൊണ്ടും കുഴപ്പമില്ല എന്നുള്ളതല്ല. എനിക്ക് ഇച്ചിരി കൂടെ ഈ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒന്നും കൂടെ ഒരു ബലമായി. ഓക്കെ, ഇത് വളരെ അഗ്രസീവ് ആയുള്ളൊരു എൻട്രി ആയിരുന്നു ഇതില്ലായിരുന്നുവെങ്കിൽ. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്യുന്നത് ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റിയാണ്. ഇവിടെ ആ ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് ഈ ലിക്വിഡിറ്റി എടുക്കാൻ മാർക്കറ്റ് താഴേക്ക് പോകുന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് ഞാൻ ഇവിടെ ആഡ് ഓൺ ആയിട്ട് വെച്ചത്. നിങ്ങൾക്ക് ആ പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ എൻ്റെ എൻട്രി എക്സിക്യൂട്ട് ചെയ്യുന്നു. ഈസിലി ആയിട്ട് 1:2 അടിച്ചു. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? ആ എൻട്രി വേണമെങ്കിൽ എന്ത് ചെയ്യാം? 1:2 വേറെ ചാർട്ട് കാണിച്ചു തരാം. 1:2 ഓൾറെഡി ഇവിടെ ക്ലിയർ ആയി. ഇവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സിറ്റ് ചെയ്ത് മാറാം. ഓവറായിട്ട് ഗ്രീഡി ആവാതെ വലിച്ചു നീട്ടാതിരിക്കുക. ഓക്കെ, കിട്ടുന്നെല്ലാം പോന്നോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം പോകത്തേ ഉള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഗോൾഡിന്റെ ചാർട്ട് നോക്കാം, വീക്കിലി അത് ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെയാണ് ഇതിലൊരു വ്യൂ ക്ലിയർ ആണ് നിങ്ങൾക്ക്? സാർ ഇതിൽ ഇനി ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ? ഇല്ല, 15 മിനിറ്റിൽ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാം. അതില്ലേ ഇപ്പൊ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു PD കിട്ടിയില്ലേ? ഇതാ ഇവിടെ അതിനും അതിൽ IDM ആണെങ്കിലോ? ഇതിന് പകരം ഇവിടെ IDM ആണെങ്കിലാണെന്നാണോ? IDMനെക്കാട്ടി പവർഫുൾ PD തന്നെയാണ്. അല്ല, IDM ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണെന്നോ? അല്ലെങ്കിൽ ഇവിടെ ഒരു IDM ആണെന്നുണ്ടെങ്കിലോ? ഇത് ഇവിടെ IDM ഓൾറെഡി ഉണ്ടല്ലോ. അല്ല, അതല്ല ഈ PD വന്നതിന് തുടങ്ങിയ സ്റ്റാർട്ടിങ്ങില്ലേ PD ഇവിടുന്ന് അതൊരു IDM അല്ല, അതിന്റെ അടിയിൽ എവിടെയെങ്കിലും ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടോ നോക്കിയാ പറയാം. ഓക്കെ, ഇതില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു ഡെയിലിയുടെ FEG ആണ് അല്ലെ? ഡെയിലിയുടെ FEGയോ അല്ലെങ്കിൽ ഡെയിലിയുടെ ഓർഡർ ബ്ലോക്കോ ആണ്. അപ്പോൾ നിങ്ങൾ അതിൽ ഒരു IDMന്റെ കേസ് നിങ്ങൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിൽ, IDMന്റെ കേസ് നിങ്ങൾ നോക്കുകയാണ് എങ്കിൽ നിങ്ങൾ ആ ഒരു ടൈം ഫ്രെയിമിൽ തന്നെ IDM ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ആ ടൈം ഫ്രെയിമിൽ മാത്രം നിങ്ങൾ IDM ഉണ്ടോ? ഇപ്പോൾ ഇവിടെ ഡെയിലി FEG ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് ഡെയിലിയിൽ ഒരു IDM ആയിട്ട് കൺസിഡർ ചെയ്യാം.
ആ രീതി കൺസിഡർ ചെയ്താൽ മതി. ഒരു 15 മിനിറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ വോയിസ് കേൾക്കുന്നുണ്ടോ? നെറ്റ് കിട്ടായോ? ഓക്കെ വോയിസ് ക്ലിയറാ ഓക്കെ. അപ്പൊ ഈ ഒരു 15 മിനിറ്റിലേക്ക് മാർക്കറ്റ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ IDM-ന്റെ കേസ് ഈ എൻട്രി സമയത്ത് ഉണ്ടോ എന്നുള്ളത് മാത്രം IDM-ന്റെ കേസിൽ നോക്കിയാൽ മതി. ഓക്കെ. ഈ PDA ആണ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കേണ്ടത്. പറഞ്ഞു. സാർ അപ്പൊ ഈ നമ്മൾ ഈ 4 ഹവറിലും അതുപോലുള്ളതിലും നമുക്ക് IDM-ഉം PDM നോക്കേണ്ട ആവശ്യം ഇല്ല. പ്രധാനപ്പെട്ടായിട്ട് നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്താണ് നമ്മൾ കൂടുതലും ഇത് കൺസിഡർ അങ്ങനെയില്ല, ചെയ്യേണ്ടത്. അങ്ങനെയില്ല. നമുക്ക് 4 ഹവറിലും കൂടെ ഉണ്ടെങ്കിൽ ബെറ്റർ ആണ് ബ്രോ, അത്രേ ഉള്ളൂ. 4 ഹവറിലും കൂടെ ഉണ്ട് എങ്കിൽ വളരെ ബെറ്റർ ആണ്. എന്റെ മുകളിലോട്ടുള്ള ടൈം ഫ്രെയിമിൽ നോക്കണോ? കേട്ടില്ല. എന്റെ മുകളിലോട്ടുള്ള ടൈം ഫ്രെയിം ലിക്വിഡിറ്റി നോക്കണോ? അത് വേണം നിർബന്ധമൊന്നുമില്ല. മെയിൻലി നമുക്കൊരു 50 മിനിറ്റിലും അതേപോലെ തന്നെ ഒരു 4 അവർ ടൈം ഫ്രെയിംസിലും വാലിഡ് ആയിട്ടുള്ള ഒരു പീരിയോട് കൂടിയാണ് മാർക്കറ്റ് വരുന്നത്. വളരെ സഡൻ ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽസ് ആണോ എന്നുള്ളത്. അതായത് വേറെ ഒന്നുമല്ല, ഇപ്പൊ ഒരു 4 അവറിന്റെ വളരെ ഹൈ റേഞ്ച് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് 3 ക്യാൻഡിൽസ് അത് കണ്ടോ. ഇത് വന്നിട്ടുള്ളത് വളരെ 3 ആയിട്ടുള്ള ഒരു വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ്. അപ്പൊ അതിന് പകരം ഇച്ചിരിയും കൂടി ഇത് പീരിയോട് കൂടി മാർക്കറ്റ് വന്നിരുന്നെങ്കിൽ ഇത് വളരെ അടിപൊളി സെറ്റപ്പായി മാറിയാണ്. അതാണ് മീൻ ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് നോക്കാൻ പറഞ്ഞത്. അത് സാർ എന്താ പറഞ്ഞത് 3 ക്യാൻഡിൽ 4 അവർ വന്നെന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളപ്പോ ആ സെറ്റപ്പിലേക്ക് കയറണമെന്നാണ് സാർ പറഞ്ഞോളൂ. അല്ല, ഈ 3 ക്യാൻഡിൽസ് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മളെ കീ ലെവലിനെ മിറ്റിഗേറ്റ് ചെയ്യുമ്പോൾ ഇത് ഇച്ചിരിയും കൂടെ നിങ്ങൾ ചിന്തിച്ചു നോക്കാം. ഈ ഒരു 3 ക്യാൻഡിൽ എന്ന് പറയുന്നത് സെല്ലേഴ്സിനെയാണോ ബയ്യേഴ്സിനാണോ സൂചിപ്പിക്കണേ? ബയ്യേഴ്സിനെയാണ് സൂചിപ്പിക്കണേ. അപ്പൊ ഈ 3 ക്യാൻഡിൽ വളരെ പവർഫുൾ ആയിട്ട് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മളുടെ കീ ലെവലിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് നമുക്കൊരു വെല്ലുവിളിയല്ലേ? അതായത് ബയ്യേഴ്സിന്റെ അത്ര ആധിപത്യം ഉണ്ടായത് കൊണ്ടല്ലേ പെട്ടെന്ന് ആ കീ ലെവലിലേക്ക് വന്ന് എത്തിച്ചേരുന്നത്. പകരം മാർക്കറ്റ് ഈ ഒരു 4 ഹവറിൽ ഈ രീതിയിലായിരുന്നു വരുന്നതെങ്കിൽ അത് എന്തായി മാറിയേനെ? അതൊരു കൈൻഡ് ഓഫ് ലിക്വിഡിറ്റി ക്രിയേഷൻ ആയി മാറിയേനെ. ഇങ്ങനെ വന്നായിരുന്നുവെങ്കിൽ നമുക്ക് വളരെ ഇച്ചിരിയോടെ ബെറ്റർ ആയേനെ, ഇച്ചിരിയോടെ ഒരു അഡീഷണൽ കോൺഫിഡൻസ് ആയേനെ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഓരോരോ പോയിന്റ്സ് നമ്മൾ ഓരോരോ കോൺഫിഡൻസ് ആയിട്ട് ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആയോ? ഒരു ഡൗട്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്യാനുള്ള ഒരു സംഭവം ആ 3 എക്സാക്ട്ലി. അതെ അതെ. അല്ല ആൾക്കാർ എല്ലാവരും 3 ബുള്ളിഷ് ക്യാൻഡിൽ എല്ലാവരും ബൈയിലേക്ക് ബൈ സെറ്റപ്പ് നോക്കും. അതെ അതെ. ബൈ സെറ്റപ്പ് നോക്കുക എന്നുള്ളത് മാത്രമല്ല ബ്രോ, ഇത് നമുക്കൊരു വെല്ലുവിളിയും കൂടെയാണ് ഈ 3 ക്യാൻഡിൽ സെല്ലിംഗ് എന്നുള്ള രൂപത്തിൽ. ചോദിച്ചു ബ്രോ. ഈ 4 ഹവറിലെ നമ്മൾ അടുത്ത MS നോക്കണോ അല്ലെങ്കിൽ എങ്ങനെയാണ് നോക്കുന്നത്? ഇല്ല, ഈ കീ ലെവലിലേക്ക് വന്ന് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നേരെ ലോ ടൈം ഫ്രെയിമിലേക്ക് പോയാൽ മതി. പിന്നെ 4 ഹവർ MS ഒന്നും നോക്കണ്ട. ഓട്ടർ ബ്ലോക്ക് ഒന്നും വരയ്ക്കണ്ട സാറേ. ഗോൾഡിന് ചാർട്ടർ ഒന്ന് കാണിച്ചു ബ്രോ. ഒരു ഡൗട്ട്. നമ്മളിപ്പോ 3 ടൈം ഫ്രെയിം അല്ല, ഹയർ ടൈം ഫ്രെയിം 3 കൺസിഡർ ചെയ്തേ, വീക്കിലി, ഡെയിലി, 4 അവർ. ഇപ്പൊ ഇതിനകത്ത് 4 അവർ ബുള്ളിഷും മറ്റു 2 ബെയറിഷും ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബെയറിഷ് ആണ് അൾട്ടിമേറ്റ്. ഓക്കെ, മെജോറിറ്റി 4 ഹവറിൽ ഒരു ഇത് കണക്ക് 4 ഹവറിൽ ഒരു ബുള്ളിഷും ഡെയിലിയിലും വീക്കിലിയിലും ബിയറിഷും ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ഹയർ ടൈം ഫ്രെയിംസിന്റെ ഡെയിലിയും വീക്കിലി ആയിരിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഓക്കെ ഓക്കെ. എന്താ വെച്ചാൽ 4 ഹവറിന്റെ ഹയർ ടൈം ഫ്രെയിമിനല്ലേ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? നമ്മള് ഇതിനകത്ത് ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മളൊരു ഓർഡർ ബ്ലോക്ക് വരച്ചില്ലേ, അതേപോലെ നമുക്ക് 4 ഹവറിൽ ഇത് വരയ്ക്കേണ്ട ആവശ്യമില്ല. 4 ഹവർ ഓർഡർ ബ്ലോക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതല്ല ബ്രോ. അവിടെ 4 ഹവറിൽ ഓർഡർ ബ്ലോക്ക് വേണ്ട. ആ ഏരിയയിൽ ഓർഡർ ബ്ലോക്ക് ഇല്ല. അവിടെ 4 ഹവറിൽ ഓർഡർ ബ്ലോക്ക് ഇല്ല. ഓൾസോ അത് 4 ഹവറിനെക്കാട്ടി മുകളിലെ ടൈം ഫ്രെയിം അല്ലേ ഡെയിലി ടൈം ഫ്രെയിം. അപ്പൊ ഡെയിലിയിൽ വാലിഡ് ആയിട്ടൊരു കീ ലെവൽ ഉണ്ടെങ്കിൽ 4 ഹവറിനെക്കാട്ടി കമ്പാരിറ്റീവ്ലി ഡെയിലി റെസ്പെക്ട് ചെയ്യും മാർക്കറ്റ്. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റിലാണ് പറഞ്ഞത്. അപ്പൊ ഇത് ക്ലിയർ അല്ലേ? നമുക്കിപ്പോ 4 ഹവർ ഡയറക്റ്റ് 3 മിനിറ്റിലോട്ട് പോവാം എൻട്രി എക്സിക്യൂഷൻ. 3 മിനിറ്റ് ഇല്ല 3 മിനിറ്റിലോട്ടും പോവാം. 4 ഹവറിൽ 3 മിനിറ്റിലേക്ക് പോരാം. ഇപ്പോഴും നമ്മൾ പറയാറുള്ളത് ഒരു 4 ഹവറിന്റെ കീ ലെവലാണ് ബ്രോ എടുക്കണേന്ന് വിചാരിച്ചോ. ഇപ്പൊ ഒരു 4 ഹവറിന്റെ കീ ലെവലാണ് ബ്രോ എടുക്കുന്നത് എങ്കിൽ അത് എക്സിക്യൂഷൻ ചെയ്യേണ്ട ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 15 മിനിറ്റ് ആണ്. ഓക്കെ. ബ്രോ ഡെയിലിയുടെ ഒരു കീ ലെവലാണ് ബ്രോ എടുക്കുന്നത് എങ്കിൽ അത് എക്സിക്യൂഷൻ ചെയ്യേണ്ട ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 1 അവർ ആണ് എന്നാണ് പറയാറുള്ളത്. ഓക്കെ. ഇനി 1 അവറിന്റെ ഒരു കീ ലെവലാണ് ബ്രോ എടുക്കേണ്ടതെന്ന് എടുക്കുന്നതെങ്കിൽ അത് എക്സിക്യൂഷൻ ടൈം ഫ്രെയിം 5 മിനിറ്റ് ആണ്. ഓക്കെ. അപ്പൊ ആ എക്സിക്യൂഷൻ ടൈമും എടുത്തിട്ട് വീണ്ടും നമ്മള് കീ ലെവലൊക്കെ മാർക്ക് ചെയ്യണ്ടേ? എക്സിക്യൂഷൻ ടൈം ഫ്രെയിം എടുത്തിട്ട് മീൻസ് ബ്രോ എന്താ ഉദ്ദേശിച്ചത്? അതായത് ലോവർ ടൈം ഫ്രെയിം എടുക്കല്ലോ, ലോ ടൈം ഫ്രെയിം എടുത്തിട്ട് അതിന്റെ കീ ലെവൽസ് കൂടെ മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ എൻട്രി അവിടെ നിന്ന് എക്സിക്യൂട്ട് ചെയ്യുക. ഒന്ന് ചോദിച്ചിട്ട്, ഈ നമ്മളിപ്പോ ഈ ഇതിൽ വന്നിട്ട് പിന്നെ
ഇത് 1 hour അല്ലെങ്കിൽ അല്ല 1 hourലേക്ക് ഡെയിലിന്ന് എടുത്തിട്ട് നമ്മൾ 1 hourലേക്ക് വരികയാണെങ്കിൽ പിന്നെ അതിനകത്ത് ഡീലിംഗ് റേഞ്ച് വരച്ചിട്ട് അതിന്റെ ഇത് അതെ നോക്കിയിട്ടില്ല അതെ വരുന്നത്. അതെ എക്സാക്ട്ലി എക്സാക്ട്ലി അത് തന്നെ. ഓക്കെ ഓക്കെ, ആ ഓക്കെ രൂപത്തിലാണ് ചെയ്യണം. ക്ലിയർ അല്ല? ഇത് ഓക്കെ നമ്മൾ അല്ലേ നിങ്ങൾക്ക്? ഈ ആ 15 മിനിറ്റിലെ ആ ഡെയിലി റേഞ്ച് വരച്ചതിന് ശേഷം നമുക്ക് ഇവിടെ വാലിഡ് ആയിട്ടുള്ള FPG OB അല്ല. ഉം. അപ്പൊ നമുക്ക് 5 മിനിറ്റിൽ എൻട്രി എടുക്കാൻ പറ്റുമോ ഉണ്ടെങ്കിൽ? 5 മിനിറ്റിൽ ഉണ്ടായി കയറാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞ 5 മിനിറ്റിൽ നിങ്ങളിപ്പോൾ കറന്റ് നിങ്ങൾ നോക്കേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. അല്ല 15 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ഒരു ക്ലാരിറ്റി കിട്ടും, അതേ ഉള്ളൂ. 5 മിനിറ്റ് ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള എൻട്രി ഉണ്ടെങ്കിൽ എൻട്രി കയറാം, നോ ഇഷ്യൂസ്. നിങ്ങൾക്ക് 15 മിനിറ്റ് 5 നമുക്ക് വാലിഡ് മിനിറ്റ് ആയിട്ടുള്ള ഏരിയ അതെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അതെ അതെ ഉറപ്പായിട്ടും ലോ കയറാം, ടൈം ഫ്രെയിം ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ടും കയറാം, ഉറപ്പായിട്ടും കയറാം. 5 മിനിറ്റിൽ കയറുന്ന നോ ഇഷ്യൂസ് കേട്ടോ. 5 മിനിറ്റ് നല്ല ടൈം ഫ്രെയിം ആണ്, നല്ല ഡോ ടൈം ഫ്രെയിം ആണ്, പക്ക ടൈം ഫ്രെയിം ആണ്. നിങ്ങൾക്ക് അത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബാക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, കയറാം. ഓക്കെ അല്ലേ? 1 മിനിറ്റിൽ എടുക്കില്ല. ഓ 1 മിനിറ്റ് ഈ തുടക്ക ബിഗിനിങ് ഫേസിൽ നോക്കുപോലും വേണ്ട, കാരണം ചിലപ്പോൾ നല്ല പണി കിട്ടും. സാറേ ഒരു ലൈവ് മാർക്കറ്റ് അനലൈസ് ചെയ്ത് കാണിക്കാവോ? ഓക്കെ സാറേ ഗോൾഡ് നോക്കാവോ സാർ? ഓക്കെ, ഗോൾഡ് ഗോൾഡ് വീക്ക്ലി ഗോൾഡിന്റെ ലൈവ് മാർക്കറ്റ് നോക്കാവോ വീക്ക്ലി കറന്റ്ലി? വീക്കിലിയിലെ മാർക്കറ്റ് ലാസ്റ്റ് ഉണ്ടാക്കിയ ഈ വീക്കിലി FEG ആണ് മാർക്കറ്റ് ഇവിടെ മിറ്റിഗേറ്റ് ചെയ്ത് നിൽക്കണേ. കണ്ടോ? ക്ലിയർ അല്ലേ? കണ്ടു ഇല്ല, ഓക്കെ ഓക്കെ അല്ലേ? ഈ വീക്കിലി FEG ആണ് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ലാസ്റ്റ് ഉണ്ടാക്കിയ ഒരു ഡീലിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു ഏരിയ ആണ്. അതിൻ്റെ ഡിസ്കൗണ്ട് ഏരിയയിലാണ് മാർക്കറ്റ് കറന്റ് ഇതുവരെ ഹോൾഡായി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ വീക്കിലി FEG മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തു. മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിൽ നിങ്ങളോട് ഒരു കഥ പറയാം. ഈ ഒരു വീക്കിലി FEGയിൽ ഈ ഒരു ക്യാൻഡിൽ കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഏതാണ് ഇവിടെ പവർഫുൾ? മാർക്കറ്റ് വളരെ ബയേഴ്സ് ഭയങ്കരമായിട്ട് ഈ ഒരു FEGയിൽ നിന്ന് ഓർഡേഴ്സ് എടുത്തിട്ടുണ്ട് അല്ലേ? അതുകൊണ്ടാണ് മാർക്കറ്റ് ഇവിടം തൊട്ടിട്ട് ഈ ഒരു ക്യാൻഡിന്റെ അനാട്ടമി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ തൊട്ട് ഇത്രയും ബയേഴ്സാണ്. ഓക്കെ, അപ്പം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാൻഡിലോട് കൂടിയാണ് കഴിഞ്ഞ വീക്ക് ഗോൾഡ് ക്ലോസ് ചെയ്തത്. ക്ലിയർ അല്ലേ? ഞാൻ ഡെയിലിയിലോട്ട് വന്നു. ഡെയിലിയിൽ എനിക്കൊരു കഥ, ഡെയിലിയിൽ നോക്കുമ്പോഴത്തേക്ക് ഇതായിരുന്നു ലാസ്റ്റ് ഉണ്ടാക്കിയ ഡെയിലിയുടെ ഡീലിംഗ് റേഞ്ച്. ശരിയല്ലേ? ഡൗട്ട് ഉണ്ടായില്ലേ? ഡീലിംഗ് റേഞ്ച് വരയ്ക്കുന്ന ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഡെയിലിയുടെ ഡീലിംഗ് റേഞ്ചിൽ പ്രീമിയത്തിലാണോ ഡിസ്കൗണ്ടിലാണോ മാർക്കറ്റ് നിൽക്കണേ? ഡിസ്കൗണ്ട്. മാർക്കറ്റ് ഡിസ്കൗണ്ട് ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഡിസ്കൗണ്ട് ഏരിയയിൽ നിന്ന് നമ്മൾ നോക്കുന്ന ഓപ്പർച്യൂണിറ്റി എന്താണ്? ബൈ ഓപ്പർച്യൂണിറ്റി ആണ് നോക്കുന്നത്. അപ് ടു ഏത് വരെയെങ്കിലും മാർക്കറ്റ് പോകണം, ഈ ഒരു ഡെയിലി FEG വരെയെങ്കിലും പോകണം. അതല്ലേ വാലിഡ് ആയിട്ട് ഡെയിലിയിൽ ഒരു കീ ലെവൽ നിയർ ബൈ ആയിട്ടുള്ള ഇവർക്കൊക്കെ അല്ലേ? ഓക്കെ, പിന്നെ ലാസ്റ്റ് ഉണ്ടാക്കിയ 2 ദിവസത്തെ ക്യാൻഡിൽ നിങ്ങളോട് ഒരു കഥ പറയും. ഇതാണ് ലാസ്റ്റ് ഒരു ഡൗട്ട് വെച്ചിട്ട് ഈ FEG നമുക്ക് 2 FEG അല്ല, ഫസ്റ്റത്തെ FEG ആണോ നോക്കണത്? അങ്ങനെയല്ല ബ്രോ. ഏത് പ്രീമിയം ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ എവിടെ നിന്നാണോ ബ്രോയ്ക്ക് കൺഫർമേഷൻ കിട്ടുന്നത് അവിടുന്ന് ട്രേഡ് കയറാം. ഇപ്പോൾ ഈ FEG ആണ് കൺഫർമേഷൻ കിട്ടുന്നത്, ഇവിടുന്ന് ട്രേഡ് കയറാം. ഈ FEG കൺഫർമേഷൻ കിട്ടിയില്ല, ഈ FEG നിന്നാണ് കൺഫർമേഷൻ കിട്ടുന്നത്, ബ്രോയ്ക്ക് അവിടുന്ന് ട്രേഡ് കയറാം. അല്ല സാർ, അപ്പൊ അതിന്റെ ഡീലിംഗ് റേഞ്ച് വരക്കുമ്പോ നമ്മള് ഇപ്പൊ തിരിച്ചു വരുമല്ലോ, അപ്പൊ ഇല്ലല്ലോ ഇല്ലല്ലോ. ഇതാ ഓക്കെ, ഈ ഒരു മേളിലോട്ട്. ഓക്കെ ഓക്കെ, അപ്പൊ അത് രണ്ടും ആ ഒരു പ്രീമിയം ഏരിയയിലാണ് ഹോൾഡ് ആവണം. രണ്ടും പ്രീമിയം ഏരിയ തന്നെ ഹോൾഡ് ആവണം. സാറേ ഇതൊരു ബുള്ളിഷ് ട്രെൻഡ് ആണ് ഇതിപ്പം. അതെ, ബിയറിഷ് ആണിത്. മാർക്കറ്റ് കണ്ടോ ബ്രോ? ഇവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്തു. ഒരിക്കലും ഈ ഒരു ഏരിയ മാത്രമല്ല മാർക്കറ്റ് അനലൈസ് ചെയ്യണം. നിങ്ങൾ ചാർട്ട് ഒന്ന് സൂം ഔട്ട് ചെയ്യുക. ഇത് കണ്ടോ? ചെയ്തു, ദെൻ മാർക്കറ്റ് അടുത്ത് ടെസ്റ്റ് ചെയ്തു, ദെൻ ഇപ്പൊ റിട്രേസ്മെന്റ് ആണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടക്കുന്നത്. ഓക്കെ, ഇനി മാർക്കറ്റ് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ചേഞ്ച് ആയി എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന് മുകളിലെങ്കിലും മാർക്കറ്റ് ക്ലോസ് ചെയ്യണം, എങ്കിലല്ല നമുക്ക് ഒരു അപ് ട്രെൻഡ് ആയി എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അതെ, MS കിട്ടണം. അതെ, ഇപ്പൊ ഇത്ര ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം വരച്ചു. ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം വരച്ചപ്പോഴത്തേക്ക് ഇതാണ് എന്റെ ഡിസ്കൗണ്ട് ഏരിയ. പ്രീമിയം ഇതിന് മേലോട്ട് പ്രീമിയം ഏരിയ. അപ്പൊ പ്രീമിയം ഏരിയയിൽ എത്തിയതിനു ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഈ ട്രെൻഡ് കണ്ടിന്യൂഷൻ പരമായിട്ടുള്ള ട്രേഡ് ചെയ്യണം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഒരു ഏരിയ വരെ നമുക്ക് എന്ത് ചെയ്യാം? ബൈ ചെയ്യാം. ഈ 0.5 ഏരിയ വരെ ബൈ ചെയ്യാം. മുകളിലോട്ട് വേണമെങ്കിൽ ഈ ഒരു എന്തായാലും FEG വരണ്ടേ? FEG വരണ്ടേ? ഈ കീ ലെവൽ വരെ വന്ന് ടാപ്പിങ്ങിലും വേണ്ടേ? അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് എന്ത് ചെയ്യാം? ലോ ടൈം ഫ്രെയിമിൽ വന്ന് വാലിഡ് ആയിട്ടുള്ള ലെവൽസുകൾ ഉണ്ടെങ്കിൽ ആ ലെവലുകളിൽ നിന്നും നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി കണ്ട് ചെയ്യാം. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം. ഫോർ ഡെയിലിയിൽ എനിക്കൊരു വ്യൂ കിട്ടി. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ നോക്ക്, ഒരു സിമ്പിൾ ലോജിക് ആലോചിച്ച് നോക്കാം. ഇത് ഫ്രൈഡേ ക്യാൻഡിൽ, ഇത് മൺഡേ ക്യാൻഡിൽ, ഇത് ട്യൂസ്ഡേ ക്യാൻഡിൽ. ഈ 3 ക്യാൻഡിൽസും പറയുന്നത് എന്താണ്? ഈ ക്യാൻഡിൽ ഇതാണ് മൺഡേ ക്യാൻഡിലെ. ട്യൂസ്ഡേ എന്ത് സംഭവിച്ചു? ട്യൂസ്ഡേ ഈ മൺഡേ ക്യാൻഡിലിന് മുകളിലായിട്ടാണ് ട്യൂസ്ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്തത്. ശരിയല്ലേ? അതിനർത്ഥം ബയേഴ്സ് വീണ്ടും പമ്പായി എന്നുള്ളതല്ലേ? ആ ഒരു പമ്പിന്റെ കണ്ടിന്യൂവേഷൻ അല്ലേ ഇന്ന് നടക്കുന്നത്? അപ്പൊ ആ 3 ക്യാൻഡിൽ തന്നെ നമുക്ക് ഒരു കഥ പറഞ്ഞു തരുന്നുണ്ട്. ക്ലിയർ ആയോ?
ഓക്കെ അല്ലേ? ഓക്കെ ദെൻ 4 ഓക്കെ അവറിലേക്ക് വരുന്നു. 4 അവറിലേക്ക് വരുന്നു. 4 അവറിൽ വാലിഡ് ആയിട്ടുള്ള ലെവൽസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ലാസ്റ്റ് മാർക്കറ്റ് ഇവിടം തൊട്ടിട്ട് ഒരു ഏരിയ വന്നു. ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് അപ്പിലേക്ക് പോകുന്നു, റിട്രേസ് ചെയ്യുന്നു, അപ്പിലേക്ക് പോകുന്നു, റിട്രേസ് ചെയ്യുന്നു, അപ്പിലേക്ക് പോകുന്നു, റിട്രേസ് ചെയ്യുന്നു, അപ്പിലേക്ക് പോകുന്നു, റിട്രേസ് ചെയ്യുന്നു, അപ്പിലേക്ക് പോകുന്നു. ഇങ്ങനെയല്ലേ സംഭവിക്കുന്നത്? നല്ലൊരു പേടി. അല്ലേ? ഇങ്ങനെയല്ലേ മാർക്കറ്റ് സംഭവിക്കുന്നത്? അതായത് മാർക്കറ്റ് കണ്ടിന്യൂസ്ലി അപ് ട്രെൻഡിലേക്ക് പോവുകയാണ്. ക്ലിയർ അല്ലേ? അതെ. ഓക്കെ, ഞാൻ 4 അവർ ബയാസ് ഒന്ന് എടുക്കുക. 4 അവർ ബയാസ് എടുക്കുമ്പോൾ ഇതാണ് എൻ്റെ 4 അവർ ബയാസ്. 4 അവറിൻ്റെ ഡീലിംഗ് റേഞ്ച് ഇതല്ലേ? ആണോ അല്ലയോ? അത് മുകളിലേക്ക് പോയിട്ട് താഴത്തേക്ക് വരും. 4 അവറിൻ്റെ ഡീലിംഗ് റേഞ്ച് ഇതാണോ? ഓക്കെ അല്ലേ? അതെ അതെ ഇതിൻ്റെ പ്രീമിയത്തിലാണോ മാർക്കറ്റ് ഇപ്പോൾ ഹോൾഡ് ആവണേ? അതെ. അപ്പം നിങ്ങൾ ഇവിടെ ബൈ ചെയ്യാൻ പോവോ സെല് ചെയ്യാൻ പോവോ? സെല്ല് എന്നാ ഞാൻ എന്നാ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. അപ്പം നിങ്ങൾ തന്നെ തിരിച്ചു പറയും. ഇവിടുത്തെ മാർക്കറ്റിന്റെ ഡിസ്കൗണ്ട് ഏരിയയിലല്ലേ മാർക്കറ്റ് ഹോൾഡ് ആവണേ? അതെ 5 മിനിറ്റിൽ വേണമെങ്കിൽ ബൈ അതെ. ചെയ്യാം. എന്ത് ചെയ്യും? 4 ബൈ അവറിൽ നോക്കുമ്പോഴത്തേക്ക് പ്രീമിയത്തിൽ കിടക്കണം. ഞാൻ ബൈ തന്നെ. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 1 ക്വാണ്ടിറ്റിയിൽ 0.1 മൈക്രോ ലോട്ടറാണൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ബൈ ചെയ്തിട്ട് ഒരു $10-20 നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ശരിയാ, നമ്മൾ സെല് ചെയ്യണം. ആ പരിപാടിക്ക് ഞാൻ ഇല്ല. ഇല്ല, ഇത് എന്ത് ചെയ്യും? നിങ്ങൾക്ക് എന്താ തോന്നണേ? ബൈ തന്നെ. ബൈ മേജർ തന്നെ. ടൈം ഫ്രെയിമിന്റെ ട്രെൻഡിനനുസരിച്ച്. എക്സാക്ട്ലി ഹൈ ആ ഒരു പോയിന്റ് ആണ് നിങ്ങളെ മനസ്സിലുണ്ടാവേണ്ടത്. കാരണം ഡെയിലിക്ക് താഴെയാണ് 4 അവർ. ഓക്കെ, എപ്പോഴും മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാൻ സാധ്യത കൂടുതൽ എന്തായിരിക്കും? ഹയർ ടൈം ഫ്രെയിമിന് ഡെയിലി ആയിരിക്കും കമ്പാരിറ്റീവ്ലി 4 അവർ. ഇപ്പോൾ 4 അവർ 1 അവർ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാൻ സാധ്യത ഏതിനായിരിക്കും? 4 അവറിനായിരിക്കും. ക്ലിയർ ആയോ? ആ ഒരു കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായി. ഓൾസോ ഡെയിലിയിലും ഈ ഒരു 3 ക്യാൻഡിൽസ് നമ്മളോട് കഥ പറഞ്ഞു തരുന്നത് മാർക്കറ്റ് നല്ല ബുള്ളിഷ് ആണെന്നുള്ളതാണ്. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക? ഇവനെങ്ങ് വിടുക. പകരം നമുക്ക് എന്ത് നോക്കാം? ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കാം. ശരിയല്ലേ? ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് കാണാം ഈ ഒരു ഏരിയയാണ് ലാസ്റ്റ് ഉണ്ടാക്കിയ ഒരു മൂവ്മെന്റ് അല്ലേ? ലാസ്റ്റ് ഉണ്ടാക്കിയ ഒരു സിംഗ് ഐ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. ശരിയല്ലേ? ശരിയല്ലേടോ? അതാണ് ബ്രോ അതെ ഞാൻ അതെ പറഞ്ഞത്. അതെ. അപ്പോൾ ഇവിടുന്ന് ഒരു ബൈ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് അതായത് ആയിട്ട് കൊടുത്തു. അതായത് ഇങ്ങനെ ഈ ഒരു രീതിയിലല്ലേ മാർക്കറ്റ് നിൽക്കണേ? അതെ. എക്സാക്ട്ലി മാർക്കറ്റ് ആ ഡിസ്കൗണ്ട് ഏരിയ വന്നിട്ടല്ലേ മാർക്കറ്റ് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തത്? ആ ഡിസ്കൗണ്ട് ഏരിയയിലല്ലേ മാർക്കറ്റിന്റെ FEG? ഞാൻ ആ ഒരു ക്യാൻഡിൽ കണ്ടോണ്ടാണ് പൈസ പോയത്. ഓക്കെ അല്ലേ? കിട്ടിയില്ല ബ്രോ. മാർക്കറ്റിന്റെ എക്സാക്ട്ലി ഏരിയയിലല്ലേ ഈ 4 അവറിന്റെ FEG? അതിന് ശേഷം നമ്മൾ എന്തിലേക്ക് വരാം? 15 മിനിറ്റിലേക്ക് വരാം. ഈസി ആയിട്ട് 15 മിനിറ്റിലേക്ക് വരാം. ഓക്കെ, ഞാൻ കട്ട് ചെയ്യാം. FEG ടാപ്പ് ആയിട്ടില്ല എപ്പോഴും. ഇത് ഈ 4 അവറിൽ നരേറ്റ് ചെയ്ത് ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ ആണല്ലോ? ഈ 4 അവർ FEG വരച്ചത് ഓക്കെ ആണല്ലോ? ഡീലിംഗ് റേഞ്ച് എടുത്തത് ഓക്കെ ആണല്ലോ? ഡീലിംഗ് റേഞ്ച് എടുത്ത് വേറെ ഒന്നുമല്ല, ലാസ്റ്റ് ഉണ്ടാക്കിയ 4 അവറിന്റെ സിംഗ്ലോയെയും സിംഗ് ഐയെയും ഞാൻ അങ്ങ് മാർക്ക് ചെയ്തു. ഓവറോൾ അത്ര ഫുൾ മാത്രമേ ട്രെൻഡ് സെല്ലല്ലേ വരണേ? കേട്ടില്ല. 4 അവറിൽ ബൈ ഓവറോൾ ആണ് ഫുൾ ബ്രോ. ട്രെൻഡ് സെല്ലല്ലേ വരണേ? അപ് ട്രെൻഡിൽ സെല്ലോ ബ്രോ? അതിനുള്ള വീക്കിലൊക്കെ ഇത് സെല്ലല്ലേ വരണമെന്ന് വെച്ചാ അതെ തന്നെ, വീക്കിലിയിൽ സെല്ലാണ് വരണേ. അതിന്റെ കാര്യമല്ലേ ഞാൻ പറഞ്ഞേ? ഡെയിലി ടൈം ഫ്രെയിംസിൽ എന്ത് ചെയ്യണം? ഡെയിലി ടൈം ഫ്രെയിംസിൽ ഡീലിംഗ് റേഞ്ച് വരയ്ക്കുമ്പോഴത്തേക്ക് മാർക്കറ്റ് എവിടെയാണ്? മാർക്കറ്റ് ഡിസ്കൗണ്ട് ഏരിയയിലാണ്. അപ്പോൾ മാർക്കറ്റ് അടുത്തത് മേ ബി ഇനി ഒരു ഡെയിലി FEG വരെങ്കിലും മാർക്കറ്റ് പോകണ്ടേ? ഒരു കീ ലെവൽ വരെങ്കിലും പോകണ്ടേ? അപ്പോൾ ആ ഒരു ഏരിയയിലേക്കുള്ള ബൈ ഓപ്പർച്യൂണിറ്റിയാണ് ഈ നോക്കുന്നത്. ഓക്കെ, 4 അവറിൽ വന്നു. 4 അവറിന്റെ FEG നമ്മൾ മാർക്ക് ചെയ്തു. 4 അവറിന്റെ FEG മാർക്ക് ചെയ്തു. ഡീലിംഗ് റേഞ്ച് മാർക്ക് ചെയ്തു. ഡീലിംഗ് റേഞ്ച് ഇല്ലേ, എനിക്ക് വ്യക്തമായിട്ടൊരു 4 അവറിന്റെ FEG കിട്ടി. ദെൻ എക്സിക്യൂഷനിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? എക്സിക്യൂഷനിൽ ഇവിടെ വന്ന് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തു. ശരിയല്ലേ? മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തു. ക്ലിയർ ആണോ? അതെ. മിറ്റിഗേറ്റ് ചെയ്തു. ലാസ്റ്റ് വന്ന ഈ FEGയിലേക്ക് വന്ന പ്രൈസ് ആക്ഷൻ അത്യാവശ്യം ഓക്കെ അല്ലേ? അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു പീഡിയോട് കൂടിയല്ലേ വന്നേ? ക്ലിയർ ആണോ? ഈ ഒരു ഏരിയ മൊത്തം അല്ലേ അത്യാവശ്യം ഒരു പീഡിയോട് കൂടിയല്ലേ വന്നേ? ഓൾസോ വേണമെങ്കിൽ നമുക്ക് 50 മിനിറ്റിൻ്റെ IDM കൺസിഡർ ചെയ്യാം അല്ലേ? മാർക്കറ്റ് കുറേ ലിക്വിഡിറ്റീസ് എല്ലാം പെൻഡ് ചെയ്തു. ആ രൂപത്തിലല്ലേ മാർക്കറ്റ് വന്നേ?
ഓക്കെ അല്ലേടോ? അതെ അതെ. ക്ലിയർ ആണ്. ഇനി അടുത്ത് എന്താ നമുക്ക് വേണ്ടേ? ഒരു ഒരു ഈ ലെവൽ ബ്രേക്ക് ഓഫ് കീ സ്ട്രക്ചർ. ലെവൽ ഉണ്ടല്ലോ, ഒരു MS അല്ലേ വേണ്ടേ? ഈ ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് ഹയർ ടൈം ഫ്രെയിമിൽ അപ്പ് ആണെങ്കിൽ ആ ലോ ടൈം ഫ്രെയിമിലേക്ക്, ആ കീ ലെവലിലേക്ക് വന്ന് വരുന്ന വരവ് എന്തായിരിക്കും? ഒരു ഡൗൺ ട്രെൻഡ് പോലെയല്ലേ വരിക? ആ ഡൗൺ ട്രെൻഡ് പോലെയല്ലേ മാർക്കറ്റ് ഇവിടെ വന്നിട്ടുള്ളത്? അടുത്ത് ഇവിടെ നമുക്ക് വേണ്ട ഒരു കൺഫർമേഷൻ വേണം. എന്താണ് കൺഫർമേഷൻ? ഒരു വ്യക്തമായിട്ടുള്ള ഒരു MS കിട്ടണ്ടേ? അപ്പൊ ഇതിന് മുകളിൽ ബ്രേക്ക് ചെയ്യുമ്പോഴല്ലേ അതൊരു വാലിഡ് ആയിട്ടുള്ള MS ആവുന്നത്. ശരിയല്ലേ? നമുക്ക് ബ്രേക്ക് ചെയ്യാൻ നോക്കാം. ബ്രേക്ക് ചെയ്തോ? പക്ഷെ ബ്രേക്കിന് മുന്നേ FVG മൊത്തം കവർ ചെയ്തു. ഏത് FVG ബ്രോ? നമ്മളെ 15 മിനിറ്റ്സ് മാർക്ക് ചെയ്ത FVG. ആ ഓക്കെ, ഈ FVG 4 hour FVG ഇതല്ലേ ഉദ്ദേശിച്ചേ? യെസ്. ഈ 4 hour FVG MS നമുക്ക് ഇവിടെ കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തില്ല? എൻട്രി എടുത്തിട്ടില്ല. ഇപ്പൊ വീണ്ടും ഈ 4 hour FVG മിറ്റിഗേറ്റ് ചെയ്തു. 4 hour FVG മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം അടുത്തൊരു MS നോക്കേണ്ടത് ഈ ഒരു ഏരിയയിലാണോ അതോ താഴെ ഈ ഒരു ഏരിയയിലാണോ? അതിന്റെ അതെ. അതോ ഈ ഒരു അതിന്റെ ഏരിയയിലാണോ? ആ ഏരിയ 1 2 മിഡിൽ ഏരിയ 3 രണ്ടാമത്തെ മിഡിലുള്ള ഏരിയ. ഇത് ഇതൊന്ന്, ഇത് 2, ഇത് 3. ഏത് ചെയ്യണം? എന്താ നിങ്ങളൊക്കെ അഭിപ്രായം? രണ്ടാമത്തെ. മൂന്നാമത്തെ. മൂന്നാമത്തെ മൂന്നാമത്തെ. മൂന്നാമത്തത്. എല്ലാരും ചാറ്റ് ബോക്സിലേക്ക് ഒന്ന് പറയുള്ളൂ. എല്ലാരും 1 2 3. രണ്ടാമത്. കാരണം രണ്ടാമത്. അവിടുന്ന് ക്വിക്കായിട്ട് സെല്ല് വന്നിട്ടുണ്ട്. 3. എന്നാ ഞാൻ എന്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞോട്ടെ എന്നാ. ഓക്കെ, ഈ മൂന്നാമത്തതാണ് ഇവിടുത്തെ വാലിഡ് ആയിട്ടുള്ള ലെവല്. കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അല്ലെങ്കിൽ ഒന്ന് നടന്ന് കണ്ടു നോക്കാം. മാർക്കറ്റ് ഇവിടെ വന്നു അല്ലേ? ഇവിടെ നിന്ന് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങിയതിന് ശേഷം ഈ ഒരു ഏരിയയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ടുണ്ട്. ഈ 3 ക്യാൻഡിലിൽ, ഈ ഒരു 3 ക്യാൻഡിലിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ടില്ലേ? അപ്പോൾ എനിക്ക് ഇതിനെ ഒരു MS ആയിട്ട് എടുക്കുന്നതിലും തെറ്റ് പറയാനില്ല, ഇതെടുക്കുന്നതിലും തെറ്റ് പറയാനില്ല. എന്ന് വെച്ചിട്ട് ഇത് പോയി എടുക്കരുത്. ഇതിനെ നമുക്ക് ഒരു MSS ആയിട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കൺസിഡർ ചെയ്യാം. MS ആയിട്ട് കൺസിഡർ ചെയ്താലും പ്രശ്നമൊന്നുമില്ല. കാരണം ഇവിടെ വാലിഡ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ആ ഒരു ഏരിയയെ ഞാൻ കൺസിഡർ ചെയ്തത്. ഇതിന് MS ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം, അതല്ലെങ്കിൽ MSS ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, എന്തോലും ആയിക്കോട്ടെ. ക്ലിയർ അല്ലേ? കാര്യം ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇത് ബ്രേക്ക് ചെയ്താൽ എനിക്ക് എന്തായി? മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് സ്വിച്ച് ആയി, അല്ലെങ്കിൽ എനിക്ക് ഒരു കൺഫർമേഷൻ ആവൂലേ? നോക്കാം. ഓക്കെ, ഇവിടെ വെച്ച് എനിക്ക് എന്ത് കിട്ടി? ഒരു MS കിട്ടി. ഓക്കെ, ഇവിടെ MS കിട്ടി, അതായത് കൺഫർമേഷൻ കിട്ടി. ഇനി അടുത്ത് എനിക്ക് എന്താ വേണ്ടേ? FVG വേണം അല്ലേ? FVG വേണം. നമുക്ക് ആദ്യം സ്ട്രക്ചർ അങ്ങ് ഫില്ല് ആവട്ടെ. ഇപ്പൊ FVG കിട്ടിയിട്ടില്ലേ? ഡീലിംഗ് റേഞ്ച് വരയ്ക്കാം. ഓക്കെ, ഡീലിംഗ് റേഞ്ച് വരച്ചു. ഡീലിംഗ് റേഞ്ചിലല്ലേ FVG ഉള്ളത്? ക്ലിയർ ആണോ? നിങ്ങളതെന്താ തിരുത്താത്തത്? ഞാൻ അതിനാ ഇങ്ങനെ പിടിച്ചു നിന്നത് കുറച്ചു നേരം. ഓക്കെ, ഈ ഒരു വിക്ക് വരെ, അതായത് സിംഗ് ഐ ഏതാണോ ആ സിംഗ് ഐയിൽ നിന്ന് ഏത് വരെ? സിംഗ് ലോ വരെ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഈ ഒരു FVG എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു FVG എന്ന് പറയുന്ന ഈ ഒരു ഏരിയ അല്ലെ, ഈ ഒരു പോർഷൻ ഏരിയ ഇതായിരുന്നു FVG. ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ 0.5 എൻട്രി പ്ലേസ് ചെയ്യുന്നു. നിങ്ങൾക്ക് 0.5 എൻട്രി പ്ലേസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു വഴി എന്താ ഉള്ളത്? ഈ OT ഏരിയ. ശരിയല്ലേ? നമ്മൾ ഡയറക്റ്റ് ഈ 0.5 എൻട്രി എടുക്കുന്നതാണ് നല്ലത്, അതോ OT ഏരിയക്ക് വരാൻ OT ഏരിയക്ക് വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ പലപ്പോഴും അങ്ങനെ വരുമ്പോൾ എൻട്രീസ് മിസ്സാവാനുള്ള സാധ്യത ചിലപ്പോൾ കൂടുതലാണ്. ചിലപ്പോൾ അവിടെ വരാതെ പോകും. ഒരാള് കേട്ടില്ല. ഒരു ഡൗട്ട് വെച്ചോട്ടെ. ഒരാളൊന്ന് പറഞ്ഞു കേട്ടെ. അതിനോട് ചോദിച്ചല്ലോ സാറേ. അതായത് നമുക്കിപ്പോ ഇവിടെ സാർ എൻട്രി പ്ലേസ് ചെയ്തു. ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് ഒരു $100 എക്സാമ്പിൾ. നമ്മൾ അതിൽ എങ്ങനെയാണ് ആ പിപ്പ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന്? ഇതിപ്പോ $100 ആണ് ഇത് ബ്രോയുടെ കയ്യിലുള്ളതെന്ന് വിചാരിച്ചു. $100 നടക്കാൻ സാധ്യത കുറവാണ്. അല്ല, ഞാൻ ചോദിക്കുന്നതാണ്. ഓക്കെ, $100 അക്കൗണ്ട് സൈസ് $100, റിസ്ക് റേഷ്യോ 1 ആണെന്ന് ഞാൻ പറയുന്നു. എന്റെ സ്റ്റോപ്പ് ലോസിന്റെ പിപ്പ് എത്രയാണ്? 35.39. ശരിയല്ലേ? അല്ലേ? ഓക്കെ അല്ലേ? 0.1. 35.39. 35.39 35 39 അങ്ങ് അടിച്ചു കൊടുത്താൽ അതിനകത്ത്. 35 39 35 39 35 39 35 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
ഇത് ഒന്നും എടുക്കാൻ പറ്റില്ല അതിനകത്ത്. വേറെ സംശയം ഗോൾഡിന്റെ ഗോൾഡിന്റെ കേസിൽ അപ്പോൾ അത് നമ്മൾ റേറ്റ് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ $10 അപ്പോഴും പാടാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ അത് ലോട്ട് എടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചു അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുക, ഈ OT ഏരിയയിലേക്ക് വെയിറ്റ് ചെയ്യുക. അവിടെ വന്നാലേ എൻട്രി എടുക്കാൻ പറ്റില്ല, വേറെ നിവർത്തിയില്ല. വേറെ സംശയം. നമ്മൾ 0.5 എൻട്രി എടുത്തു, ആ മേ ബി ആ FEG കവർ ചെയ്യാനുള്ള സാധ്യത അവിടെ കൂടുതലല്ലേ? അപ്പൊ സാറ് ഉറപ്പായിട്ടും FEGന്റെ അടിയിൽ SL വെക്കല്ലേ ഏറ്റവും ബെറ്റർ ആയിട്ട് ഓപ്ഷൻ വരിക? ഇൻ കേസ് അതവിടെ ഒരുപാട് ലിക്വിഡിറ്റീസ് അവിടെ നിലവിലുണ്ടാവുമല്ലോ. ഈ FEGയുടെ അടിയിലോ? ഓ അത് ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമ്മൾ ലോ ടൈം ഫ്രെയിം വന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ആവശ്യമില്ലല്ലോ. നമുക്കിതാ ഈ ഒരു FEGയിൽ അങ്ങോട്ട് വരുമ്പോൾ എൻട്രി ഓൺ ആക്കിയിട്ട് ഇതിന്റെ താഴെ SL വെച്ചാൽ പോരെ. അത് ഭയങ്കര വലുതായി പോകും SL. അത് ഭയങ്കര വലുതാവും. കാരണം ഇതനുസരിച്ച് ടാർഗറ്റ് ബുക്കിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ബ്രോ. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു 4 hour FEGയുടെ താഴെ കൊണ്ട് ഞാൻ SL പ്ലേസ് ചെയ്യുമ്പോൾ അതനുസരിച്ച് എനിക്ക് ഇവിടെ ടാർഗറ്റ് എടുക്കണം. മനസ്സിലായോ? പെട്ടെന്ന് ബുക്ക് ചെയ്ത് മാറുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. സാറേ നമുക്ക് ഈ FEGയുടെ താഴെ ഒരു ശരിക്കും പറഞ്ഞ ഓർഡർ ബ്ലോക്ക് ഇല്ലേ ശരിക്കും പറഞ്ഞാൽ? ഉണ്ട്. പക്ഷെ നമുക്കപ്പോ ഈ FEG ഫുള്ള് കവർ ആകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എൻട്രി എടുത്തിട്ട് ഈ ഓർഡർ ബ്ലോക്കിന്റെ താഴെ ആ വിക്കിന്റെ താഴെ SL വെക്കാൻ പറ്റില്ലേ? ഈ വിക്കിന്റെ താഴെയോ? അയ്യോ അതൊക്കെ ഭയങ്കര വലിയ SL ആയി പോലെ. നമ്മൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലേക്ക് വരുന്നത്. ലോവർ ടൈം ഫ്രെയിമിൽ ഒന്ന് വാലിഡ് ആയിട്ടുള്ള കൺഫർമേഷൻ 50 മിനിറ്റ്സ് ഈ ലോയ്ക്ക് താഴെ മതി. അല്ല അതിന്റെ താഴെ, അതിന്റെ ഏറ്റവും താഴെ, ഇതിന്റെ താഴെ അല്ല സാറേ, നമ്മുടെ കുറച്ചും കൂടി 2 അതിന്റെ താഴെ ഓർഡർ ബ്ലോക്കിന്റെ ഇവിടെ. അത് ഇത് കണ്ട സ്റ്റോപ്പ് ലോസ് ആണ് നിങ്ങള് 81.52 സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് അപ്പൊ എന്ത് ചെയ്യണം, ഇങ്ങ് പോണം ടാർഗറ്റ്. പക്ഷെ അത്ര പേര് ചിലപ്പോ പോകണം നിർബന്ധമില്ല. മാർക്കറ്റ് നമ്മളെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇൻട്രാഡേ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ അന്ന് ട്രേഡ് എടുത്ത് അന്ന് എക്സിറ്റ് ചെയ്യുന്ന ഒരു ടീം എന്നുള്ള നിലയിൽ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുക എന്നുള്ളതാണ് നമ്മളുടെ വാലിഡ് ആയിട്ടുള്ള റിസ്കിന്റെ റിവാർഡിനനുസരിച്ച്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇവിടെ ലാസ്റ്റ് ആയിട്ടുണ്ടായ 15 മിനിറ്റിന്റെ 4 hour മീറ്റിംഗ് ലാസ്റ്റ് ഉണ്ടായ സിംഗ്ലോ എവിടെയാണോ അതിന് ചേർത്ത് വെക്കാതെ കുറച്ച് പിപ്പ് താഴെ ഇറക്കി അങ്ങ് SL കീപ്പ് ചെയ്താൽ മതി. SL കീപ്പ് ചെയ്യുക, 1:2 എന്ത് ചെയ്യുക, ടാർഗറ്റ് എടുക്കുക. അതിന്റെ ആവശ്യമുള്ളൂ. ഇവിടെ നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കിയല്ലോ. ഹയർ ടൈം ഫ്രെയിമിന്റെ കീ ലെവൽ ഉണ്ട്, വാലിഡ് ആയിട്ടുള്ള ഡീലിംഗ് റേഞ്ചസുകൾ ഉണ്ട്, PDSന്റെ കാര്യങ്ങളുണ്ട്, IDM ഉണ്ട്. ഇപ്പൊ എല്ലാ കാര്യങ്ങളും. പിന്നെ മാർക്കറ്റ് പോകണമെങ്കിൽ ഇവിടുന്ന് പോകണം എന്നുള്ളൊരു മൂഡിൽ നമ്മൾ കണ്ടാൽ മതി അതിനെ. ഓക്കെ, ഇവിടെ വരച്ചു, ഇവിടെ വാലിഡ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ഏരിയ ഉണ്ട്, അല്ലെങ്കിൽ താഴോട്ടാണ് ഡിസ്കൗണ്ട് ഏരിയ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡിസ്കൗണ്ട് ഏരിയയിലുള്ള FEG എൻട്രി കയറാം. അതല്ലെങ്കിൽ നിങ്ങൾ OT ഏരിയ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ OT ഏരിയ ഇവിടുന്ന് എൻട്രി കയറാം. ഞാൻ ഇവിടുന്ന് കയറുന്നു 0.5 ആ FEG ഏരിയയിൽ നിന്ന് എൻട്രി കയറുന്നു ടാപ്പ് ചെയ്താൽ. നമ്മളെ ആ ഒരു ഇപ്പൊ ലാസ്റ്റ് ഒരു വിക്ക് കാണിക്കണ്ടല്ലോ. അപ്പൊ സാറാ 4 hour FEGന്റെ അടുത്ത് ഈ വിക്ക് അതിപ്പോ ആ IDMന്റെ ഒക്കെ സ്റ്റോപ്പ് ലോസ് അവിടെ എടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ അവിടുന്ന് ട്രേഡ് എൻട്രി ചെയ്തവരൊക്കെ ഇവിടുന്ന് എൻട്രി കയറിയവരല്ല IDM മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഇവിടുന്നില്ല SL എടുക്കൂല. SL എടുക്കുക, എങ്ങനെ SL എടുക്കുക? നമ്മൾ ഈ ഒരു വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ 4 hour FEGയിലേക്ക് ഒന്ന് മിറ്റിഗേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. ഇതിന് മുകളിൽ സ്ട്രക്ചർ ക്ലോസ് ചെയ്താലല്ലേ ആ സമയത്ത് MS ആയിട്ട് കിട്ടുള്ളൂ. ആ MS കിട്ടിയാലല്ലേ നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇവിടെ ട്രേഡ് MS കിട്ടിയിട്ടില്ലല്ലോ. മാർക്കറ്റ് ഇതുവരെ വന്നു, എന്നിട്ട് വീണ്ടും അങ്ങോട്ട് താഴേക്ക് പോവല്ലേ ചെയ്തത്. ലിക്വിഡിറ്റി ഉണ്ട്. അത് തന്നെ ബ്രോ. നമ്മൾ ഇവിടുന്ന് എൻട്രി എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു എക്സിക്യൂട്ട് എന്ന് പറഞ്ഞാൽ കീ ലെവലിൽ വന്ന് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തതിനു ശേഷം ഇവിടുന്ന് വാലിഡ് ആയിട്ടുള്ള ഒരു MS നമുക്ക് കിട്ടണ്ടേ, സ്ട്രക്ചർ ചേഞ്ച് കിട്ടണ്ടേ 15 മിനിറ്റിൽ. ഇവിടെ കിട്ടിയിട്ടുണ്ടോ? ഈ ഒരു ഏരിയയിൽ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. കിട്ടാതിരിക്കും നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പൊ എങ്ങനെ SL അടിക്കുക? SL അടിക്കില്ലല്ലോ. നമുക്ക് വാലിഡ് ആയിട്ടുള്ള കൺഫർമേഷൻ ഇവിടെ നിന്നല്ലേ കിട്ടുന്നത്. പറഞ്ഞുതരാൻ പറ്റുമോ? ഓക്കെ, അപ്പൊ ഇത് മറ്റേ പുതിയൊരു ഇപ്പൊ സാർ ഇപ്പൊ സ്റ്റോപ്പ് ലോസ് വെച്ചില്ലേ? സ്റ്റോപ്പ് ലോസ് ഹൈ ആണ്, അപ്പൊ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞില്ലേ എൻട്രി? സ്റ്റോപ്പ് ലോസ് ഞാൻ പറഞ്ഞത് ആ ഒരു എമൗണ്ടിനനുസരിച്ചുള്ള കേസാ പറഞ്ഞു കേട്ടോ. അത് നമുക്കിപ്പോ ഇൻ കേസ് നമുക്ക് എമൗണ്ടിൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 5 മിനിറ്റ്സിലാവുമ്പം 3-ൽ 1 മാറല്ലോ. അപ്പൊ കുറയില്ല. അപ്പൊ നമുക്ക് എൻട്രി മിസ് ആവുമെന്ന് ചോദിക്കണ്ടേ? ഇല്ല, ഉറപ്പായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. നോ ഇഷ്യൂസ്. ഇതൊന്ന് ഇതിലൊന്ന് കാണിച്ചു. അപ്പൊ സാർ ഇപ്പൊ നമുക്ക് സൈസ് കിട്ടില്ല, അപ്പൊ നമ്മള് ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ 5 മിനിറ്റ്സിലേക്ക് 5 മിനിറ്റ്സ് വരുമ്പോൾ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇത് കണ്ടോ, ഈ ഒരു ഏരിയയിൽ വരുമ്പോഴത്തേക്ക് അതായത് 15 മിനിറ്റിന്റെ കേസ് ഞാൻ എടുത്ത് പറഞ്ഞതിന്റെ കേസ് അതാണ്.
അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരു ഏരിയയിൽ വെച്ച് നമുക്ക് എം എസ് കിട്ടും. എം എസ് കിട്ടുമ്പോൾ ഈ ഒരു സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യത ഉണ്ട്. ക്ലിയർ ആയോ? അപ്പം അതുകൊണ്ടാണ് ഞങ്ങളുടെ തുടക്ക സമയത്ത് ഒരു 15 മിനിറ്റിൻ്റെ കേസ് ഞാൻ പറഞ്ഞതിൻ്റെ റീസൺ അതാണ്. അപ്പം നമ്മളെ ആ ഒരു എമൗണ്ട് വെച്ച് നമുക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ റിസ്ക് കൂട്ടാം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ട്രേഡിനെ മാക്സിമം നിങ്ങൾക്ക് എവിടെയാണോ എടുത്താലാണോ വരുന്നത്, ഇപ്പോൾ ഈ ഒരു ഇവിടെ തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾ ഇവിടെ വന്ന് എടുത്താൽ മതി. അപ്പോൾ സ്റ്റോപ്പ് ലോസ് കൂടി 23 ഇവിടെ 35 23 ആ രൂപത്തിൽ തുടക്കം നിങ്ങൾ 15 മിനിറ്റിൽ ഇപ്പോൾ ട്രെയിൻ ചെയ്യാനായിരിക്കും ബെറ്റർ. പിന്നെ പയ്യെ പയ്യെ നിങ്ങൾ എക്സ്പീരിയൻസിനനുസരിച്ച് നമുക്കത് മാറ്റാം. ഇപ്പോൾ ഇവിടെ ഒരു 4 അവർ എഫ് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്യുന്നു. മിറ്റിഗേറ്റ് ചെയ്തതിനു ശേഷം 15 മിനിറ്റിൽ എം എസ് കിട്ടുന്നിടത്ത് എൻട്രി എടുക്കുക. ഞാൻ ഈ ഒരു ഏരിയയിൽ വന്ന് ടാപ്പ് ചെയ്താൽ എൻ്റെ എൻട്രി എക്സിക്യൂട്ട് ആവും എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. ടാപ്പ് ആവോ ഇല്ലെന്ന് നോക്കാം. മാർക്കറ്റ് എന്ത് ചെയ്തു? ആർക്കാർക്കും കിട്ടാതെ മാർക്കറ്റ് എന്ത് ചെയ്തു? മാർക്കറ്റ് തൊടാതെ പോയി. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ച് ഈ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു OT ഏരിയയിലോ എവിടെയെങ്കിലും കറക്റ്റ് പീഡിയോട് കൂടി മാർക്കറ്റ് താഴെ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഇവിടെ വാലിഡ് ആയിട്ടുള്ള എന്തുണ്ട്? IDM ഉണ്ട്. മനസ്സിലായോ? ക്ലിയർ ആണോ? കാണിച്ചു തരാൻ പറ്റുമോ? കേട്ടില്ല. ഇനി മാർക്കറ്റ് വരുമോ? ആദ്യം മുതൽ കാണിച്ചു തരാൻ പറ്റുമോ വേറെ ചാർട്ടിൽ? ഏറ്റവും അതിന്റെ മേലെ ഇപ്പൊ നമുക്ക് വീണ്ടും ബ്രേക്ക്ഔട്ട് കിട്ടി, MS കിട്ടി. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്വിച്ച് ചെയ്യാൻ വേണമെങ്കിൽ അങ്ങോട്ടേക്ക് 15 മിനിറ്റിൽ ഇങ്ങോട്ടേക്ക് അടുത്തൊരു ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ കിട്ടി. ശരിയല്ലേ? നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ ഡീലിംഗ് റേഞ്ച് വരച്ചതിന് ശേഷം അവിടെ നിന്ന് വേണമെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാം. നോ ഇഷ്യൂസ്. കറക്റ്റ് അവിടെ ഒരു FEG ഉണ്ട് അല്ലേ? ഈ ഒരു FEG ഏരിയ ഉണ്ട്. അതിന്റെ കറക്റ്റ് ഡിസ്കൗണ്ട് ഏരിയയിൽ വന്നിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോണേ. അപ്പൊ നിങ്ങൾ SL ഇവിടെ കീപ്പ് ചെയ്യണം, ഈ ലോയിൽ കീപ്പ് ചെയ്യണം. ഇങ്ങനെ ഒരു ടാർഗറ്റ് താഴെ വെക്കണമല്ലോ SL അങ്ങനെ രൂപത്തിൽ വെക്കണം. അങ്ങനെ എവിടെ വരെ പോകാൻ പറ്റും? അങ്ങനെ വെച്ച് ഇത് മറ്റേ ട്രിപ്പോടെ ആ കൂടല്ലേ? അങ്ങനെയല്ല, നമ്മളിവിടെ ലോസ് വെക്കുന്നു. നമ്മൾ എക്സാക്ട്ലി എന്ത് ചെയ്യുന്നു? നമ്മളിവിടെ 1:2 എടുക്കുന്നു. നമ്മളിവിടെ എക്സിറ്റ് ചെയ്ത് മാറുന്നു. ശരിക്കും നമ്മുടെ മറ്റേ ഓർഡർ ബ്ലോക്ക് വന്ന് മിറ്റിഗേറ്റ് ചെയ്യുമ്പോ അവിടെ നിന്നല്ലേ നമ്മൾ നോക്കണ്ടേ? മറ്റേ താഴത്തെ ശരി നമ്മളെ സിംഗിളുടെ കഴിഞ്ഞ് എത്ര പിപ്പ് താഴെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കണം? സ്റ്റോപ്പ് ലോസ് ഇങ്ങനെ ചേർത്ത് വെക്കാതിരുന്നാൽ മതി ബ്രോ. ഒരു ഇച്ചിരി ഒന്ന് താഴോട്ട് ഇറക്കി വെക്കുക. 2-3 പിപ്പും കൂടെ, ഒരു 3-4 പിപ്പും കൂടെ ഒന്ന് ഇറക്കി വെച്ചാൽ മതി. ഓക്കെ, ഒരു 3-4 പിപ്പ് കൂടെ ഒന്ന് ഇറക്കി വെച്ചാൽ മതി. പിന്നെ ബ്രോ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നല്ലേ എൻട്രി എടുക്കണ്ടേ എന്നുള്ളതല്ലേ ബ്രോ ചോദിച്ചേ? ഇവിടെ ബ്രോ 15 മിനിറ്റിൽ നോക്കുക. ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഒരു MS കിട്ടുന്നു അല്ലെ? MS കിട്ടിയതിന് ശേഷം അടുത്ത സ്ട്രക്ചർ ഇവിടെ 15 മിനിറ്റിൽ ക്രിയേറ്റ് ആയി. മനസ്സിലായോ? അപ്പോൾ പുതിയൊരു സിംഗ്ലോ വന്നു, പുതിയൊരു സിംഗായി വന്നു. പിന്നെ ഞാൻ നേരത്തെ 4 അവർ പറഞ്ഞ അതേ കാര്യം. പിന്നെ ഇതിനെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇവിടുന്ന് വാലിഡായിട്ട് നോക്കിയിട്ട് എൻട്രി കയറാം. ക്ലിയർ ആയോ? എന്തൊക്കെയോ ആദ്യം മുതൽ ഒന്ന് പറഞ്ഞാൽ പറ്റുമോ വേറെ ചാർട്ടില്? ബ്രോ ഇപ്പൊ തന്നെ 10 മണിയായി. ഇത് റെക്കോർഡിംഗ് അപ്ലോഡ് ചെയ്യാം. റെക്കോർഡിംഗ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് കണ്ടാൽ മതി. കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ആയിരിക്കും നല്ലത്. ഓക്കെ അല്ലേ? ഇപ്പോൾ ഈ ഏകദേശമൊക്കെ കുറെ ക്ലിയർ ആയോ നിങ്ങൾക്ക്? അത് മാത്രം പെട്ടെന്ന് വേറെ ഒരു ചാപ്റ്റർ പറയാൻ പറ്റുമോ? പെട്ടെന്നൊന്ന് ഓടിച്ചു വിട്ട് ഏതാണേലും ഒന്ന് പെട്ടെന്ന് ഓടിച്ചു വിട്ട്. ഓക്കെ, ഗോൾഡിന്റെ കേസ് അപ്പൊ ഇത് തന്നെ എടുത്തോ നിങ്ങൾ വേണമെങ്കിൽ. ഈ ഒരു ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ FEG എന്തെങ്കിലും അല്ലെങ്കിൽ ഇതെടുക്കാം. ഈ ഒരു ഇതെടുക്കാം. ഇതെടുത്ത് നോക്കാം നമുക്ക്. ചുമ്മാ മാർക്കറ്റ് എന്തായാലും അപ്പിലേക്ക് പോവുകയാണെന്നുള്ള സ്ട്രക്ചർ ബൈ സ്ട്രക്ചർ ആയിട്ട് മാർക്കറ്റ് അപ്പിലേക്ക് പോവാണ്. ഓൾസോ നമ്മൾ ഹൈ ടൈം ഫ്രെയിംസിന്റെ വ്യൂ പ്രകാരം ഡെയിലി FEG എല്ലാം മേളിലുണ്ട്. മാർക്കറ്റ് മുകളിലേക്ക് പോകണം എന്നുള്ളൊരു വ്യൂ പ്രകാരം നമുക്കുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതൊരു ഡെയിലി ഓർഡർ ബ്ലോക്ക് ആയിരുന്നു. ശരിയല്ലേ? ആ ഡെയിലി ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. 4 അവർ ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. മിറ്റിഗേറ്റ് ചെയ്തു. നേരെ 15 മിനിറ്റിലേക്ക് പോയി. നേരെ 15 മിനിറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് വേണ്ടത്? ഒരു വാലിഡ് ആയിട്ടുള്ള MS ആണ് വേണ്ടത്. ശരിയല്ലേ? ശരിയല്ലേ? വാലിഡ് ആയിട്ടുള്ള MS ആയിരുന്നു വേണ്ടിയിരുന്നത്. MS എവിടെ നിന്നാണ് കിട്ടുക? വാലിഡ് ആയിട്ടുള്ള MS ഇപ്പൊ സാറ് വെച്ച പോയിന്റ് ആണ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പൊ ഈ പോയിന്റ് ആണെന്ന് പറയണോ? ഒരു കുറെ ആൾക്കാർ ഈ പോയിന്റ് ആണെന്ന് പറയണോ? ഈ വിക്കോ അല്ല അതിന്റെ മുകളിലത്തെ ഈ വിക്കോ അതല്ല അതിന്റെ അടിയിലത്തെ ഈ വിക്ക്. വിക്ക് അത് ഇതാണോ? അതല്ലേ ഹൈ? എന്താ നിങ്ങളുടെ അഭിപ്രായം? മിഡിൽ വൺ തന്നെയല്ലേ? മിഡിൽ വൺ ആണ് റൈറ്റ്.
കാരണം നിങ്ങൾ ചിന്തിച്ച് നോക്കാം, മാർക്കറ്റ് ഇവിടെ നിന്ന് ഫാളായതിനു ശേഷം മാർക്കറ്റ് ഈ 2 ക്യാൻഡിൽ മാർക്കറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഓക്കെ, ദെൻ വീണ്ടും മാർക്കറ്റ് ഫാളായി. അടുത്ത 2 പ്രോഫിറ്റ് ബുക്കിംഗ് ക്യാൻഡിൽസ് ആണ് ഈ 2 ക്യാൻഡിൽസ്. മാർക്കറ്റ് മേളിലേക്ക് പോയി, പിന്നെ ഒന്ന് താഴേക്ക് ഇറങ്ങി. അപ്പോൾ നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു MS കിട്ടേണ്ടത് ഏത് പോയിന്റ് ആയിരുന്നു? ഇവിടെ നിന്നാണ് MS കിട്ടേണ്ടത്. ക്ലിയർ ആയോ? ഇവിടെ നിന്നാണ് കൃത്യമായിട്ടുള്ള MS നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കിട്ടേണ്ടത്. ഓക്കെ, കുറെ പേര് ഇവിടെ ഈ ഒരു പോയിന്റിന് MS ആക്കി കൺസിഡർ ചെയ്താൽ അവർക്കുള്ളതെല്ലാം ഇല്ല, അവിടെ MSS ആണ്. സാറേ കളറ് നമ്മൾ ഈ കളർ ക്യാൻഡിന്റെ കളർ മാറ്റിപ്പോ, പക്ഷെ നമ്മൾ എന്നാലും ഈ ഒറ്റ 2 റീട്രേസ്മെന്റിലേക്ക് നമ്മൾ നോക്കണം. 2 റീട്രേസ്മെന്റ് ക്യാൻഡില് 2 റീട്രേസ്മെന്റ് നോക്കണം, നല്ലതാണ്. പക്ഷെ അതിപ്പോ പലതും ഇപ്പൊ ക്യാൻഡിലിന്റെ കളേഴ്സ് നോക്കണ്ട, ആ ക്യാൻഡിൽ എന്ത് റെപ്രസെന്റ് ചെയ്യുന്നു നോക്കിയാൽ മതി. ബ്രോ ഇത് ചുമ്മാ ഇതൊന്ന് നോക്കി നോക്കാം. ക്യാൻഡിൽ ഇവിടെ വന്ന് ഫാളായി അല്ലേ? ഈ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം ക്യാൻഡിൽ വന്ന് ഫാളായി. ഞാൻ ഈ ക്യാൻഡിൽ 2 പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറയാൻ കാരണം, ഈ ക്യാൻഡിൽ എന്ന് പറയുന്നത് ബൈയേഴ്സ് പുഷ് ചെയ്ത് മേളിലെത്തിച്ചു. ഈ ക്യാൻഡിൽ എന്ത് ക്യാൻഡിൽ തന്നെയാണ്? ഒരു ബൈ ക്യാൻഡിൽ തന്നെയാണ്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് വീണ്ടും താഴേക്ക് വീണു. വീണ്ടും മാർക്കറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇതുവരെ എത്തി മാർക്കറ്റ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വീണ്ടും ഈ 2 ക്യാൻഡിൽസിന് റിട്രേസ്മെന്റ് ആക്കി എടുത്തത്. കളർ വൈസ് അല്ല, ലോജിക്കലി എടുത്തതാണ്. ഓക്കെ, ഇവിടെ MS കിട്ടി. MS കിട്ടിയതിന് ശേഷം വേറെ പ്രത്യേകിച്ച് പരിപാടികളും കാര്യങ്ങളൊന്നുമില്ല. അടുത്ത നിയർ ബൈ ആയിട്ടുള്ള ഡീലിംഗ് റേഞ്ച് വരയ്ക്കുക. ഡീലിംഗ് റേഞ്ച് വരച്ചിട്ട് FG ഓർഡർ ബ്ലോക്ക് ചെയ്ത് എൻട്രി കയറുക. അതിലേക്ക് PD ഉണ്ടെങ്കിൽ വളരെ ബെറ്റർ, PD IDM ഉണ്ടെങ്കിൽ ബെറ്റർ. ഇത്രയുള്ള പരിപാടി. സാറേ 4 hour 50 minute ആണ് ഇപ്പം ബിഗിനറിന് നല്ലതല്ലേ? തുടക്കങ്ങള് കേട്ടില്ല. ഒന്നുകൂടെ പറയാം. ഡീലിംഗ് റേഞ്ച് ഇപ്പൊ താഴെ വിക്കില്ലേ, വിക്കുന്ന വേറെ സ്ട്രക്ചർ എവിടെ ചേഞ്ച് ചെയ്യുന്ന അവിടെയാണ് വെക്കേണ്ടത്. അതെ, ബ്രോക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ഇവിടെ വന്നു അല്ലെ, ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു ഏരിയ വരെ ബ്രോക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ്, ഈ ഒരു ഏരിയയിൽ നിന്ന് ഇത്രയും ബ്രോ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ബ്രോയുടെ ഡിസ്കൗണ്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ അല്ലേ? ഈ ഡിസ്കൗണ്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഓർഡർ ബ്ലോക്കാണ്. ആ ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് വന്നത് PD ആണ്. IDM ഉണ്ട്, എല്ലാ പരിപാടികളും കാര്യങ്ങളും എല്ലാം ഇല്ലേ? IDM ഉണ്ട്. ഓക്കെ അല്ലേ? ഇതൊരു IDM ആണ്. IDM കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ബ്രോയ്ക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? എൻട്രി കയറാം. എൻട്രി കയറാം. ആയിട്ട് വരുന്നതാണോ ബ്രോ IDM? കേട്ടില്ല. ഈ BIOS ആയിട്ട് വരുന്നതാണോ IDM? അല്ല ബ്രോ ക്ലാസ് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ IDM എന്ന് പറയുന്നത് നമ്മളുടെ ഓർഡർ ബ്ലോക്കോ കീ ലെവൽ ഏതാണോ അതിന്റെ അടുത്ത് വന്ന് ലിക്വിഡിറ്റി പെൻഡ് ചെയ്യുന്നു. ദെൻ ആ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യുന്നു. ദെൻ ആ കീ ലെവൽ ടാപ്പ് ചെയ്യുന്നു. അതിന്റെ മാർക്കറ്റ് താഴോട്ട് വന്നാൽ അത് BIOS ആയിട്ട് ആക്ട് ചെയ്യൂലേ? താഴേക്ക് വന്നു കഴിഞ്ഞാല് ഒരു BIOS കൂടിയല്ലേ? BOS അങ്ങനെ അല്ലല്ലോ ബ്രോ ഈ ട്രെൻഡ് അല്ല നമ്മൾ നോക്കണ്ട. നമ്മളൊരു കൈൻഡ് ഓഫ് ആ ഒരു സ്ട്രക്ചർ 50 മിനിറ്റിൽ ഇത് അപ് ട്രെൻഡ് തന്നെയല്ലേ? BOS എങ്ങനെയാണ് ഇതാവുക? അനാവശ്യമായിട്ട് ഇത് ചിന്തിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ് കാര്യങ്ങൾ ചെയ്യണേ. അതിന്റെ ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കീ ലെവൽ വന്ന് ടാപ്പ് ചെയ്യുന്ന പോയിന്റ് നിങ്ങൾക്ക് എൻട്രി എടുക്കാം. SL അവിടെ വയ്ക്കാം, ഇതിന് താഴെ വയ്ക്കാം, 1:2 ടാർഗറ്റ് ചെയ്യാം. ക്ലിയർ ആണോ? നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കത്തിയിട്ടുണ്ടാവും, കുറേ കാര്യങ്ങൾ കത്താത്തതുണ്ടാവും. കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ റെക്കോർഡിംഗ് എല്ലാം ഒന്ന് കാണുക, എന്നിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങളിപ്പോൾ കറന്റ് ഡെയിലിയും വീക്കിലിയും നിങ്ങൾ എന്ത് ചെയ്യുക? വീക്കിലി ഡെയിലി ക്യാൻഡിൽസിനൊക്കെ നിങ്ങൾ ഒരു ട്രെൻഡ് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്യാൻഡിൽ അനാട്ടമി മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. 4 hour ലിസ്റ്റിലും ഡെയിലിയിലെ കീ ലെവൽസ് ഡ്രോ ചെയ്യുക. ഡ്രോ ചെയ്തിട്ട് 50 മിനിറ്റ് ഒന്ന് എക്സിക്യൂഷൻ ചെയ്യാം. കേട്ടില്ല. അത് ഞാൻ ഡിലീറ്റ് കളഞ്ഞു. ഓക്കെ, എത്രേ ഉള്ളൂ, ഒന്നും വേണ്ട ബ്രോ. വീക്കിലി അതേപോലെ തന്നെ ഡെയിലി എല്ലാം മാർക്കറ്റിന്റെ ട്രെൻഡ് മനസ്സിലാക്കാനും അതേപോലെ തന്നെ മാർക്കറ്റ് സ്ട്രക്ചേഴ്സും കാര്യങ്ങളും ഒരു വീക്കിലിയുടെ MS നടന്നുള്ളത് കാര്യങ്ങളൊക്കെ ഒന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഉണ്ടല്ലോ. അതായത് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? നിങ്ങള് 1 hour നിങ്ങൾ ഇപ്പൊ നോക്കണം, നമുക്ക് പിന്നെ ആവട്ടെ അത്. ഡെയിലി 1 hour നിങ്ങൾ എന്ത്, ഡെയിലി 4 hour നിങ്ങൾ എന്ത് ചെയ്യുക? കീ ലെവൽസിന് ഡ്രോ ചെയ്യുക. എന്നിട്ട് വേറെ ഒന്നും ചെയ്യണ്ട, 15 മിനിറ്റിൽ അതിനെ എക്സിക്യൂഷൻ ചെയ്യാം. 15 മിനിറ്റിൽ അതിനെ എക്സിക്യൂഷൻ ചെയ്യാം. നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഈ ഒരു കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുക. പിന്നെ അതിനുശേഷം ഈ ഒരു എക്സിക്യൂഷൻ ടൈംസിൽ അല്ലെങ്കിൽ ഒരു 4 hour കീ ലെവലിലേക്ക് വരുന്നത് എങ്ങനെയാണ് മാർക്കറ്റ് വരുന്നത്, PDയോട് കൂടിയാണോ, IDM ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളോട് നിങ്ങൾ നോക്കുക. ക്ലിയർ ആയോ? 50 മിനിറ്റ്സിലല്ല നമ്മൾ ഡീലിംഗ് റേഞ്ച് വരയ്ക്കുന്നത്. 50 മിനിറ്റ്സിൽ ഡീലിംഗ് റേഞ്ച് വരയ്ക്കണം. ഓൾസോ ഡെയിലിയിലും 4 hour കൂടെ നോക്കണം. എല്ലാ ക്ലാസ്സും കഴിഞ്ഞില്ലേ? ഇത് മിക്കവാറും ഒരു ക്ലാസ് കൂടെ വേണ്ടി വരുമെന്ന് തോന്നുന്നു.
ഇത് ക്യാൻഡില് ക്ലോസ് സാറേ ചെയ്യണം. മറ്റേ ഇതിന്റെ മാർക്ക് ചെയ്യേണ്ട എന്തൊക്കെ കിട്ടിക്കുന്നുള്ള മാർക്ക് ചെയ്യണത് ഒരു സ്ട്രക്ചർ പറഞ്ഞുതരാന്ന് പറഞ്ഞിരുന്നു. മറ്റേ ഒരു ചെക്ക് ലിസ്റ്റ് പോലെയാണോ? അതെ ചെക്ക് അതെ ലിസ്റ്റ് അതെ പോലെ. അതെ. അത് ഞാനേ ഇത് നിങ്ങളെ ഇത് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. ഒരെണ്ണം കൂടെ നിങ്ങൾക്ക് എന്തായാലും വേണ്ടി വരും. ഈ സെയിം ടോപ്പിക്ക് നിങ്ങൾക്ക് ഒരു ക്ലാസ് കൂടെ നിങ്ങൾക്ക് വേണ്ടി വരും, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ സാർ 2 ദിവസത്തിനുള്ളിൽ ഒരു ക്ലാസ് കൂടെ വെക്കാവോ? ഓക്കെ പാർട്ട് 2 ആയിട്ട്. ഞാൻ അത് സെറ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് വർക്കൗട്ട് ചെയ്യും. എന്നിട്ട് ആ സംശയങ്ങളുമായിട്ട് എല്ലാം കൂടെ ആയിട്ട് വരാം. അത് റെക്കോർഡിംഗ് ഉണ്ടാവുമല്ലോ അതും. അത് ഞാൻ റെക്കോർഡിങ് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ക്ലാസ് എല്ലാം കണ്ടിട്ട് വരിക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു അനാവശ്യമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടാവില്ല. പിന്നെ ഓക്കെ അല്ലേ? പിന്നെ മെയിൻലി ഒരു ടോപ്പിക്ക് നിങ്ങൾ മൊത്തത്തിൽ ഇത് പക്കയാക്കാൻ വേണ്ടി കാര്യങ്ങൾ വേണ്ടി വരിക. ഓക്കെ, ഇത് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിന്റെ ഇടയ്ക്ക് വരുന്ന കുറെ സംശയങ്ങൾ വരുമ്പോഴത്തേക്ക്, അനാവശ്യമായിട്ടുള്ള കുറെ സംശയങ്ങൾ വരുമ്പോഴത്തേക്ക് ആ ടോപ്പിക്ക് പലർക്കും ഡിവേറ്റ് ആയിട്ട് പോകും. ആ റെക്കോർഡിങ് കാണുന്നവർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ ഒരു ടോപ്പിക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് ഒന്ന് കംപ്ലീറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം നിങ്ങൾ സംശയം ചോദിക്കുക. സാറേ ഇതിലൊരു ഡൗട്ട് ഉണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ടോപ്പിക് ഇതിലൊരു ഡൗട്ട് ഉണ്ട് സാറേ. നമ്മൾ 1 വീക്കിൽ ഇപ്പൊ കണ്ടത് സെല്ലിംഗ് അല്ലേ ആയിരുന്നല്ലോ? അതെ. പക്ഷെ അത് 4 ഹവറിലെത്തിയപ്പോ ബൈയിങ് ആയി. അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡെയിലിയുടെ ഡീലിംഗ് റേഞ്ച് ഞാൻ വരച്ചപ്പോൾ ഇതായിരുന്നു ഡെയിലിയുടെ ഡീലിംഗ് റേഞ്ച്. ഓക്കെ അല്ലേ? ഡെയിലിയുടെ ഡീലിംഗ് റേഞ്ച് വരച്ചപ്പോഴത്തേക്ക് ഇവിടെ എന്തായിരുന്നു? ഡെയിലിയുടെ ഡീലിംഗ് റേഞ്ചിൽ ഡിസ്കൗണ്ടിലായിരുന്നു മാർക്കറ്റ്. അപ്പൊ എനിക്കറിയാം ഡെയിലിയുടെ ഡീലിംഗ് റേഞ്ചിൽ മാർക്കറ്റ് എന്തായാലും ഈ ഒരു FEG മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്യണ്ടേ? പ്രീമിയത്തിലുള്ള ഫസ്റ്റ് FEG എന്ന് പറയുന്നത് ഇതല്ലേ? മാർക്കറ്റ് ഇവിടെ വന്നെങ്കിൽ മാർക്കറ്റ് തിരിച്ചു പോകണ്ടേ? ഓൾസോ ഡെയിലി നോക്കിയപ്പോൾ ലാസ്റ്റത്തെ 3 ദിവസത്തെ ക്യാൻഡിൽസും ബയ്യേഴ്സിനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ കുറച്ച് സമയത്തിനിടയിലുള്ള ഒരു എക്സാക്ട്ലി ആ ഒരു മൂവ്മെന്റ് ക്യാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഡെയിലി നോക്കുമ്പോൾ അതങ്ങനെ, പക്ഷെ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് വലിയൊരു മൂവ്മെന്റാ. ക്ലിയർ അല്ലേ? നമ്മുടെ എൻട്രി എക്സിക്യൂട്ട് ചെയ്യുന്ന 15 മിനിറ്റിലല്ലേ? എന്നിട്ട് ആ ഒരു 4 ഹവറിലേക്ക് വരുന്നു, വാലിഡ് ആയിട്ടുള്ള കീ ലെവൽസ് മാർക്ക് ചെയ്യുന്നു, then എക്സിക്യൂഷൻ ചെയ്യുന്നു. അവിടെ PD IDM ഉണ്ടോ നോക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ നോക്കുക, നല്ല PD ഉണ്ട്, IDM ഉണ്ട്. ഇപ്പൊ ഇതൊരു കൈൻഡ് ഓഫ് A+ സെറ്റപ്പ് ആയി. മനസ്സിലായോ? സാറേ ക്ലാസിന്റെ ലാസ്റ്റ് ദിവസം ഒരു കാര്യം പറഞ്ഞില്ലാന്ന് എന്തായിരുന്നു സാർ ഓർക്കുന്നുണ്ടോ? ഞാൻ ഓർക്കണില്ല. ലിക്വിഡിറ്റി ആണോ? എന്തോ സാറ് പറഞ്ഞത് ഇപ്പൊ പറഞ്ഞ 10 മണിയായി. ഞാൻ അടുത്ത ക്ലാസ് ഞാൻ ഓക്കെ ഇല്ല ഓർമ്മയുണ്ട്. ഞാൻ തീർത്തിട്ടേ പോകുള്ളൂ. അടുത്ത ക്ലാസ് ഇത് തീർക്കണം. ഇനി അങ്ങോട്ട് നിങ്ങളെ വലിച്ചു നീട്ടിയും ബുദ്ധിമുട്ടിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോ ഇത് ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് എനിക്കറിയില്ല, അത് ഒരുപാട് കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക, ചാർട്ടിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുക, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും സംശയം നമുക്ക് തീർക്കാം. അടുത്ത ക്ലാസ് ഒരു ക്ലാസ് വെച്ചിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യുക. അക്കൗണ്ട്സ് ഞാൻ പറയില്ല, കഴിഞ്ഞിട്ട് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നിങ്ങൾ എക്സിക്യൂഷൻ ചെയ്തു തുടങ്ങും. അടുത്ത ക്ലാസ്സിൽ ഞാൻ ടൈം സ്പാൻ പറയും. നിങ്ങളിപ്പോൾ 3 ആഴ്ചയാണെങ്കിൽ 3 ആഴ്ച എന്ന് പറയാം. ആ 3 ആഴ്ചക്കിടയിലുള്ള ആളെ ആരാണോ അവരാണ് ഞങ്ങൾ നോക്കുക. ഓക്കെ, അല്ല ഒരു പ്രാവശ്യം അതിന്റെ മുന്നേ 1-2 പ്രാവശ്യം ലൈവായിട്ട് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ലൈവായിട്ട് കാണിച്ചു തരാൻ പറ്റുമോ? MT5 നമ്മൾ അങ്ങനെ MT5ന്റെ കേസ് ഞാൻ പറയല്ലേ ബ്രോ, സൈക്കോളജിയുടെ റിസ്ക് മാനേജർ ക്ലാസ്സിൽ അതിനകത്ത് ഫോണിൽ കാണിച്ചു തരും. അത് ഞാൻ ആയിരിക്കും എടുക്കുക, ഷാഫി ആയിരിക്കും എടുക്കുക. അപ്പോ അതിൽ ഷാഫി എടുത്തോളൂ. നമ്മൾ ട്രേഡ് എടുക്കുന്നത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പോലെ മതി. ഞാൻ പറയല്ലേ, ഇതില് ടൈം ഞങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്നത് അല്ലെ ടൈം ആക്ടിവേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ സൈക്കോളജിയുടെ ക്ലാസ് കൂടെ കഴിഞ്ഞതിന് ശേഷം ടൈം ആക്ടിവേറ്റ് ആവുള്ളൂ, ടൈം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, നിങ്ങൾ അപ്പോഴത്തേക്ക് നിങ്ങൾ അക്കൗണ്ട്സും കാര്യങ്ങളും ഓപ്പൺ ചെയ്ത് ഡെപ്പോസിറ്റ് ഒക്കെ ചെയ്ത് കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കുക. വെരിഫിക്കേഷൻസ് എല്ലാം കഴിഞ്ഞിട്ട് റെഡിയാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ കുറച്ച് പേരൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തു, കുറെ പേര് ഡെപ്പോസിറ്റ് ചെയ്യാൻ പെൻഡിങ് ഉണ്ട്. അപ്പൊ ചെയ്യാം, ഇത്രേ ഉള്ളൂ. അതിൽ നിർബന്ധമൊന്നുമില്ല, നമ്മളെ അക്കൗണ്ടിൽ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഞാൻ പറയില്ല, ഈ ഒരു ഇതിനകത്ത് കോൺടെസ്റ്റിനകത്ത് നോക്കുന്നത് ആ ഒരു ആൾക്കാരെ മാത്രമാണെന്നുള്ളത്. ബേബി പിപ്സ് നോക്കാം, അതല്ല നിങ്ങൾക്ക് ഇതാ FX കാൽക്കുലേറ്റർ സംഭവം ഉണ്ട്, അത് ഇത് നോക്കാം. മാത്രമേ ഉള്ളല്ലേ? കേട്ടില്ല. നമുക്ക് അൽപ്പാരി മാത്രമേ ഉള്ളല്ലേ? ഞങ്ങള് ഇച്ചിരി ട്രസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്തത് ഇപ്പൊ കറന്റ് അൽപ്പാരിയാണ് ബ്രോ. ഈസിലി ആക്സസും കാര്യങ്ങളും എല്ലാം കൊണ്ടും കറന്റ് ഞങ്ങൾക്ക് ട്രസ്റ്റബിൾ ആയിട്ട് തോന്നിയ അൽപ്പാരിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളൊരു സജസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളൊരു വിശ്വാസം ഉണ്ടാവണ്ടേ. അപ്പൊ അത് ഞങ്ങൾക്ക് തോന്നിയ അൽപ്പാരിയിൽ മാത്രമാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് ചെയ്തത്. ഞാനിപ്പോ ഞങ്ങളുടെ ബ്രൗഷേഴ്സിന്റെ കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു പറയാൻ ടൈമില്ല. അത് നെക്സ്റ്റ് ക്ലാസ് ചെയ്യുമ്പോൾ സെറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്ലാസ് എപ്പോഴാ? അടുത്ത ക്ലാസ് ഒരു അധികം സമയം കളയണ്ട, നമുക്ക് 2 ദിവസത്തിനുള്ളിൽ സെറ്റ് ചെയ്യാം. നിങ്ങൾ ഇന്ന് നാളെ ഇരുന്ന് വർക്കൗട്ട് ചെയ്യും, എന്നിട്ട് ഈ ഒരു ചൂടോടെ തന്നെ പോവാം. അപ്പൊ അങ്ങനെ ഈ കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഞാൻ അതാണ് ഞാൻ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞതിന്റെ അതാണ്. നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളും വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് ആ ഡൗട്ട് ഇല്ലേ?
ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് നല്ല ഡൗട്ട്. ഓക്കെ അല്ല ഓക്കെ, അപ്പൊ അത് വർക്കൗട്ട് ഇവിടുന്ന് ചെയ്യും. ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോ നമുക്ക് ഡൗട്ട് തോന്നില്ല, നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ സ്വന്തമായിട്ട് കയറി വർക്കൗട്ട് ചെയ്യുമ്പോൾ നിൽക്കുമ്പോൾ അപ്പോഴാണ് ഡൗട്ട് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, മാക്സിമം ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ഈ ഒരു സാധനം ഹയർ ടൈം ഫ്രെയിം ടു ലോ ടൈം ഫ്രെയിം എന്നുള്ളത് ഈ കുത്തിയിരുന്ന് ചെയ്യുക. ഓക്കെ, ചാർട്ടുകൾ മാറ്റി 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 കുത്തിയിരുന്ന് ചെയ്യുക. കാരണം നമ്മളുടെ ഒരു കംപ്ലീറ്റ് പ്രൊസീജിയർ തന്നെ ഈ പരിപാടിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ മാക്സിമം ടൈം ഇൻവെസ്റ്റ് ചെയ്യുക ഈ ഒരു ടോപ്പിക്കിൽ. എന്നിട്ട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ശരി, ബൈ ഗുഡ് നൈറ്റ്. ഓക്കെ, നിങ്ങൾ ഒരുപാട് സംശയങ്ങളായിട്ടെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് വരണേ അടുത്തെങ്കിൽ അതൊരു ഗുണം ചെയ്യുള്ളൂ. നമ്മൾ രണ്ടാമത്തെ ക്ലാസ് വെക്കുന്നതാണ്. എനിക്ക് തന്നെ നിങ്ങളുടെ റെസ്പോൺസിൽ എനിക്ക് തന്നെ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സെക്കൻഡ് ക്ലാസ് എന്നുള്ളത് രൂപത്തിൽ. അത് എനിക്ക് ഉറപ്പായിരുന്നു രണ്ടാമത്തെ ഒരു ക്ലാസ് വേണ്ടി വരും എന്നുള്ളത്. പിന്നെ ഒന്ന് നോക്കാമെന്നുള്ളതേ ഉള്ളായിരുന്നു. സാറേ ഇത് സൈൻ ഇൻ ചെയ്യേണ്ടി വരുമോ നമ്മൾ ഈ കാൽക്കുലേറ്ററിന് വേണ്ടിയിട്ട്? അത് ഇല്ല, ജസ്റ്റ് സൈറ്റിൽ അടിച്ചു കൊടുത്താൽ മതി ബ്രോ. ഞാൻ സൈൻ ചെയ്തിട്ടൊന്നുമില്ല ഇവിടെ, കണ്ടോ? അപ്പോൾ ശരി എന്നാ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യാം.